നമ്മൾ പാട്ട് കൂളിംഗ് ഗ്ലാസ് വേണോടോ? വേണ്ട, ഞാൻ വെച്ചേക്കാം. അതെ, ഇത് കൊള്ളാം അല്ലേ? സൂപ്പറായിരിക്കും. നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം ഗ്രീഷ്മ, കഷായം ഗ്രീഷ്മ എന്നറിയപ്പെടുന്ന ഒരു കുട്ടി എന്ന് സ്ത്രീ പാട്ടാണ്. എൻ്റെ വയസ്സ് 22, എനിക്ക് വയസ്സ് 22. എൻ്റെ പേര് ഗ്രീഷ്മ, എൻ്റെ വയസ്സ് 22. പാവപ്പെട്ടൊരു കൊച്ചർക്കന് കഷായത്തിൽ വിഷം കലക്കി കൊടുത്ത് കൊന്നിട്ടപ്പോ എന്നെ പിടിച്ച് ജയിലിലാക്കി. അതിന്റെ പേര് നിയമം. എന്റെ പേര് ഗ്രീഷ്മ, എന്റെ വയസ്സ് 22. എന്റെ വയസ്സ് 45. എന്റെ പേര് ജോളി. സൈനേട് കൂട്ടിക്കലക്കി 5-6 പേരെ കൊന്ന് എന്നെ പിടിച്ച് ജയിലിലിട്ട പോലീസുകാരന്റെ പേര് സെബാസ്റ്റ്യൻ. അയാളുടെ പ്രായം 50. അയ്യോ, ചില സമയത്ത് ഈ പാട്ട് കേട്ടാ നമുക്ക് ചിരി വരും അല്ലേ? സംഭവം വേറെ തരത്തില് അതിനകത്തൊരു കാര്യമുണ്ട്. വേറെ തരത്തിൽ അങ്ങനെ ഒരു കാര്യം ഇല്ല. അല്ല, ആ പാട്ട് ഇല്ല. അല്ല, ഈ പെൺകുട്ടികൾക്ക് ചെറുപ്പത്തിലെ മുതലൊക്കെ, ആൺപിള്ളേർക്കും പെൺകുട്ടികൾക്ക് മാത്രമല്ല പെൺപിള്ളേർക്ക് ബസ്സിലൊക്കെ ഭയങ്കര അലമ്പൊക്കെ കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ലെന്ന്. ഓൾമോസ്റ്റ് എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടിയത്. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഉണ്ടാവുന്നില്ല. മുമ്പ് നമ്മുടെ ഇല്ലെന്ന് ഒത്തിരി പേർക്കൊന്നും കിട്ടത്തില്ല. അത് എന്താ പ്രശ്നം അറിയോ? ഇതേപോലെ തന്നെ 2 രീതിയിൽ പിള്ളേർ, ഇപ്പൊ നമ്മൾ ഈ മറ്റേ പൊരിച്ചുമീൻ്റെ കഥയൊക്കെ പറയത്തില്ലേ, ആ സമയത്ത് എന്നാന്ന് വെച്ചാൽ ഈ പെൺപിള്ളേർ വരുമ്പോൾ ഇവർ കുറച്ചുകൂടെ ഓവറായിട്ട് പറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഭയങ്കര സെൻസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ ഒരു ഡൗട്ടുണ്ട്. ഇതിൽ കൂടുതൽ പ്രശ്നമൊക്കെ ഫേസ് ചെയ്യുന്ന ആൺപിള്ളേരാണെന്ന് എനിക്ക് തോന്നുന്നത്. ചെറുപ്പം തൊട്ട് ആൺപിള്ളേർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംസാരിക്കുകയാണെങ്കിൽ വേറൊരു ടോപ്പിക് തന്നെ ഉണ്ട്. അതൊരു വലിയ സാധനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിലെ മുതലേ ഈ ചുറ്റുമുള്ളവരുടെ മറ്റേ ഈ പരിലാളനയൊന്നും ഇല്ലല്ലോ. തക്കിടുവാവെ കുക്കിടുമോനെ ഒന്നും ഇല്ല. പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ ഒന്നും നമുക്ക് കിട്ടുമൊന്നുമില്ല. നല്ല കിഴി കിട്ടും, നല്ല കൊമവും ചേരുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ ചില അണ്ണന്മാർ ചിലക്ക് പിടിച്ചൊരു ഞെക്കും തരും. അതല്ല, വേറെ പ്രശ്നമുണ്ട്. ഈ വീട്ടിൽ പൊരിച്ചുമീൻ കൂടുതൽ കിട്ടിയിട്ട് കാര്യമില്ല. അടി ഇടി എല്ലാം മേടിക്കണം. ഈ പെണ്ണ് ഞാൻ ഒറ്റയും കൊടുക്കും. ക്ലാസ് കിടന്ന വീട്ടിൽ കിടന്ന കാര്യമല്ല. എനിക്ക് പിന്നെ പെങ്ങന്മാരൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ആ ശല്യമില്ല. അനിയനും ഇല്ല, ഒറ്റ ഒരുത്തനേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാവുന്ന മിക്ക ആൺപിള്ളേരുടെയും വീട്ടിൽ പെങ്ങന്മാരുണ്ട്, ശല്യമാണ്. ഇവന്മാർ എവിടെ പോയാലും എങ്ങനെയാലും ഇവളന്മാർ എന്ന് വീട്ടിൽ പറഞ്ഞു കൊടുക്കുകയും, സ്കൂളിലാണ് കൂടുതൽ പ്രശ്നം, കോളേജ് പഠിക്കുമ്പോഴും പ്രശ്നമാണ്, ചെറിയ പ്രശ്നമാണ്. അതേസമയം ആൺപിള്ളേർക്ക് വേറെ പ്രശ്നമുണ്ട്. ഈ പിടിച്ചാൽ നിൽക്കാത്തവരായതുകൊണ്ടേ കേസുകൾ കൂടുതലായിരിക്കും. കേസ് കെട്ടുകൾ എവിടെല്ലാം പോയിട്ട് തിരിച്ചു വന്ന് അടി മേടിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പെൺപിള്ളേർ അങ്ങനത്തെ പരിപാടിക്ക് നിൽക്കത്തില്ല, സേഫായിട്ടൊക്കെ ഇരിക്കുന്നത്. കൂടുതൽ പേരും അങ്ങനെയാണ് കണ്ടേക്കുന്നത്. പിന്നെ എവിടെയോ കുറച്ച് പേർക്ക് പ്രശ്നം പറ്റിയെങ്കിൽ ഇവർ അതായിരിക്കും അവർ കൂടുതൽ ഇതിനെ, ആ കുറച്ച് പേരെ ഉള്ളല്ലോ, അത് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടായിരിക്കും. ആൺപിള്ളേരെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഈ ഇപ്പോൾ ഗ്രീഷ്മയുടെ ഒക്കെ കേസ് അല്ലെങ്കിൽ ജോളിയുടെ കേസൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ജോളിയും ഒരു ഗ്രീഷ്മയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ചർച്ചയാവുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇതും ഇങ്ങനത്തെ ഒരു വർത്താനം പറയുന്ന കേട്ട എല്ലാ പെൺപിള്ളേർക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഈ ടോർച്ചറിൻ്റെ ഒരു രീതി വെച്ച് നോക്കിയാൽ ചിലപ്പോൾ അത് വളരെ കുറവാണ് ചാൻസ്. ആൺപിള്ളേരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ ചിലപ്പോൾ ഒരുത്തം പുറത്ത് വന്ന് തട്ടി മുട്ടി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ആൺപിള്ളേർക്കും ഇതേ തന്നെ സാധനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ബസ്സിൽ കയറി പോണേ.
പോകുമ്പോഴേക്കും ഒരു അണ്ണൻ എൻ്റെ പുറകിൽ വന്നിട്ട് പതുക്കെ നൈസായിട്ട് എന്നെ പിടിക്കുന്നു. എനിക്ക് ആദ്യം മനസ്സിലായില്ലേ ഇയാൾ എന്താ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളാണ് പറയുന്നത് ഇവിടെ പൊക്കോ എന്ന് പറഞ്ഞ് തീർക്കുന്ന പ്രശ്നം. നമുക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല. അതങ്ങനെ ഒരു ട്രോമയൊന്നും ആയി മാറുന്നൊന്നുമില്ല. അത് മേ ബി നമ്മൾ ആണുങ്ങളായതുകൊണ്ടായിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ. ടെസ്റ്റോസ്റ്ററോൺ പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഈ സാധനം നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നമൊന്നും ആയൊന്നുമില്ല. മാത്രമല്ല വേറെ കാര്യം ഉണ്ടല്ലോ, അത് നമ്മളെ സംബന്ധിച്ച് പ്രശ്നം ആകത്തില്ല. കാരണം നമ്മൾ അതിലും വലിയ പ്രശ്നം പിടിച്ചാണല്ലോ അവിടെ നിന്നത്. അതിനിടെയാണല്ലോ ഇവൻ വന്ന് ഇനിയിപ്പോ നമ്മുടെ മറ്റിടത്തൊന്ന് പിടിച്ചു, ശരി നീ പിടിച്ചു കഴിഞ്ഞോ അപ്പൊ മയിലെ എന്ന് പറഞ്ഞ അത് പറഞ്ഞു വിടാനറിയാം. അതിലും വലുതപ്പുറത്ത് വേറെ ഉണ്ട്, വേറെ ഒപ്പിച്ചു വെച്ചേക്കണേ. നമ്മൾ അതിനകത്തൊന്ന് ഊരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആരൊക്കെ അറിഞ്ഞ് എന്തായെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് അതിനിടെ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് ഇത് ആരന്വേഷിക്കാൻ പോണെന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് സ്വാഭാവികമായിട്ടൊരു പെണ്ണ് ഒതുങ്ങിയിരിക്കുന്നുണ്ട് പലയിടത്തും. പലരും പറയുന്നത് അടിച്ചമർത്തി എന്ന് പറയുന്നതിനകത്ത് ചെറിയ പ്രശ്നമുണ്ടെന്നേ. ഈ അടിച്ചമർത്തേണ്ട ആവശ്യമില്ല ശരിക്കും. പലരെയും സ്ത്രീയും പുരുഷനും വ്യത്യാസമൊന്നും വേണ്ട. ചില പിള്ളേരാണെങ്കിൽ ഒതുങ്ങിയിരിക്കും, ചില പിള്ളേർ ഒന്ന് ഇടത്തരം ഐറ്റങ്ങളുണ്ട്, എക്സ്ട്രീം എൻഡിലേക്ക് പോകുന്ന. ആണും പെണ്ണും ഒരുപോലെ അതിനകത്ത്. പെൺപിള്ളേരോട് എനിക്ക് തോന്നുന്നു ഈ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലുള്ളവർ, അല്ല കൂടുതലെന്ന് പറഞ്ഞിട്ട് ഈ ഹോർമോൺ ബാലൻസ് ഇച്ചിരി കൂടിയും കുറഞ്ഞിരിക്കുന്നവരൊക്കെ തെറിക്കുമായിരിക്കും. വീട്ടിൽ ഇരുത്താൻ പറ്റത്തില്ല അവരെ. ഒരു കൂട്ടർ തന്നെ ഇരിക്കുന്നതാണ്. അവർ പഠിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലാതെ അങ്ങ് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറങ്ങി അങ്ങ് പോകത്തൊന്നുമില്ല. എല്ലാത്തിൻ്റെ ഈ ആമ്പിള്ളേർ എൻ്റെ വീട്ടിൽ എന്ത് ഫ്രീഡം, ഒറ്റ ഒരുത്തനേ ഉള്ളൂ, നോട്ടം ശരിക്ക് കിട്ടും. ഭയങ്കര പ്രശ്നങ്ങളാണ്. നമുക്കറിയാവുന്ന ആണുങ്ങളെ വീട്ടിൽ അടിപിടി, ഷട്ടിൽ ബാറ്റ് കൊണ്ട് അടിച്ചിട്ട് ഷട്ടിൽ ബാറ്റ് ഒടിഞ്ഞു പോകുന്നു, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് അടിച്ചപ്പോൾ ഒഴിഞ്ഞ് മാറിയോണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ടു, പൂട്ടിയിട്ടേക്കുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ അടിച്ച് പുറം പൊളിക്കുന്നു, ബെൽറ്റിനടിക്കുന്നു. ഇമാര് കഥകളാണ് നമുക്ക് എനിക്കറിയാവുന്ന ഇടത്തല്ലേ ഇതാ. പക്ഷേ നമ്മൾ അവിടെ ഇരിക്കുന്നില്ല, പിന്നെയും ചാടിപ്പോയിക്കൊണ്ടിരിക്കുക. അവസാനം ഇവര് മടുത്തിട്ട് നിർത്തുന്നേ. അതുകൊണ്ടുണ്ടായ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡിലൊക്കെ ഇത് വലിയ ട്രോമയൊന്നും ആയി മാറുന്നൊന്നുമില്ല നമുക്ക്. എല്ലാവരും കാര്യം അങ്ങനെയാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത് ട്രോമയൊക്കെ എനിക്ക് ഒരു പ്രായത്തിൽ വരെ ഉണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു. അതായത് നമുക്ക് ഭയങ്കര റിബൽ ആറ്റിറ്റ്യൂഡ് കൂടും. നമ്മളങ്ങ് ഭയങ്കര ഓവറാക്കും. അതായത് റിബലാവാണ്. എങ്ങനെ റിബലാവുന്നത് എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഇങ്ങനെ അടിച്ചമർത്തുന്ന പോലത്തെ ഒരു സാധനം കിട്ടുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ പ്രതികരിക്കാൻ തുടങ്ങും. ആ പ്രതികരണം ചിലപ്പോൾ റിബല്യസ് ആയിരിക്കും. അല്ലാതെ വെറുതെ അങ്ങോട്ട് അവിടെ നിന്നിട്ട് ന്യായ സംഹിത എടുത്ത് വെച്ചിട്ട് സംസാരിക്കൊന്നുമല്ല ചെയ്യാം. നമ്മൾ ചിലപ്പോൾ നമുക്കറിയാനും പാടില്ല. നമ്മളെ സ്കൂളിലൊന്നും ഇത് പഠിപ്പിച്ചിട്ടില്ല. ഈ വക സാധനമൊന്നും പഠിപ്പിക്കുന്നില്ലല്ലോ. ഇല്ല, അന്ന് പേരൻസ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അടി മേടിക്കുക എന്നുള്ളതുള്ളൂ. ഇപ്പോഴാണ് പിന്നെയും കുറച്ച് മറ്റേ ചൈൽഡ് ഹെൽപ്പ് ലൈനും മറ്റേത് മറിച്ചും ഒക്കെ ഉണ്ട്. ഇപ്പൊ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറെ ഓർണാട് കൊടുത്തോന്നും കൂടി പറയും. സ്കൂളിലും വന്നു ഇങ്ങനെയുള്ള അടിയൊക്കെ ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ അടി, കൈയുടെ ഇവിടെ അടിക്കുമായിരുന്നു. എത്ര പിള്ളേർ കിട്ടും അടി? അവർക്ക് കിട്ടില്ലായിരുന്നു, നമുക്ക് കിട്ടുള്ളായിരുന്നു. ശരിയാ, മുട്ട കുത്തി നിർത്തുക, ബെഞ്ചിന്റെ മണ്ടക്കേറി എത്ര പിള്ളേരുണ്ട്. എന്നാൽ ഇത് ഒരിക്കലും ഉണ്ടല്ലോ, ഞാൻ ചുമ്മാ അറിയാല്ല, ഇവർ പറഞ്ഞേക്കുന്ന ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരു കുഴപ്പമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അടിച്ചമർത്തുന്നു, അടച്ചിട്ട് അവരെന്തോ പ്രത്യേകം ആരോ എന്തോ ചെയ്ത പോലെ. പക്ഷെ അതിൽ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നത് ആമ്പിള്ളേരുടെ ദേഹത്താണ്. പേരൻസ്, സൊസൈറ്റിയും അപ്ലൈ ചെയ്യുന്നുണ്ട് പല രീതിയിൽ. എല്ലാം കൈവിട്ട കളി കളിക്കുമെന്ന് അറിയാം. വേറൊരു കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടി ഒതുങ്ങി ജീവിക്കാൻ തീരുമാനിക്കുന്ന വയസ്സെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-12 ആകുമ്പോൾ തൊട്ടേ അതിനാ ബോധം വരും. അതിനങ്ങനെ ആവും. 10 വയസ്സ് കഴിയുമ്പോൾ തൊട്ടാവുമെന്ന് തോന്നുന്നു. 6 വയസ്സിലല്ലേ 1ാം ക്ലാസ്, ഒരു 5ാം ക്ലാസ് ആകുമ്പോൾ 4-5 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞങ്ങളവിടെയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളെല്ലാം ഒന്നിച്ച് കളിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ കൊച്ചു കളികളൊക്കെ നേരെ അക്ക്, സാറ്റ്, കള്ളനും പോലീസും, പിന്നെ ബാഡ്മിൻ്റൺ തുടങ്ങിയപ്പോൾ ചെറുതായിട്ട് ഈ സാധനം മാത്രമായിട്ട് പെൺപിള്ളേർ ഇങ്ങനെ നിൽക്കും. അതിനകത്തൊന്ന് ഒരു രാജ്യത്തു നിന്ന് ഒരു പെൺകൊച്ച് നല്ലപോലെ കളിക്കുന്നുണ്ടാവും. മനസ്സിലായോ? ആ കൊച്ചിനെ കണ്ടാൽ അറിയാം അതിന് കുറച്ച് മെസ്കുലിനിറ്റി ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ നിൽക്കും. ഓടി വന്ന് ഡ്രോപ്പ് കുറേ പറ്റും, ഓടാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, നമ്മൾ മിക്സ് ചെയ്ത് കളിക്കേണ്ടി വരും. ഒരു പെണ്ണിൻ്റെ കൂടെ അപ്പുറത്തൊരാണും പെണ്ണും അങ്ങനെ നിൽക്കേണ്ടി വരും. അല്ല 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ച് നടക്കത്തില്ല. അപ്പോൾ പതുക്കെ ഇവർ മാറും, ക്രിക്കറ്റിൽ നിന്ന് മാറും. കാരണം ക്രിക്കറ്റ് എയർ മൊത്തം ദേഹത്ത് കൊള്ളും, ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ബോൾ ചെയ്താലും ആ കറക്കമൊന്നും അത്ര സ്പീഡ് ബേസ് ഒന്നും വരത്തില്ല. ഫീൽഡിങ്ങിലും പ്രശ്നം വരും. ഫുട്ബോളാണെങ്കിൽ പറയണ്ട. ഞങ്ങൾ പണ്ട് ഒന്നിച്ച് ഫുട്ബോൾ കളിച്ചിട്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ, ഒരേ പ്രായത്തിലുള്ളവരാണ്. പക്ഷെ ഇവർ പതുക്കെ മറ്റേ കാണികളായി മാറുക. പിന്നെ നമ്മൾ ആമ്പിള്ളേർ കൂടുതൽ വേണം. നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊക്കെ ആൾ കൂടും.
ഗ്രൗണ്ട് കിടക്കുവാണെങ്കിൽ തന്നെ വരുമല്ല അവിടെ നിന്ന് ഈ പെണ്ണുങ്ങൾക്ക് ഇടയ്ക്ക് കയറി കളിക്കാൻ പറ്റത്തില്ല. അതേസമയം ഞാൻ പിന്നെ കോളേജിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളുടെ സ്പോർട്സൊക്കെ തുടങ്ങുന്ന ഈ ഫുട്ബോൾ ടീമിലൊക്കെ വന്ന പെൺപിള്ളേരെ കണ്ടു. നല്ല മസിലുള്ള പെൺപിള്ളേരാണ്. അതുങ്ങളും ആണുങ്ങളോടാണെങ്കിലും മുട്ടി നിൽക്കും, മനസ്സിലായോ? പക്ഷെ എന്നാലും അവരെ മിക്സ് ചെയ്തേ കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഈ ബാഴ്സലോണയുടെ മറ്റേ ടീൻ കിഡ്സിൻ്റെ ടീമും ഏതോ റയൽ മാഡ്രിഡിൻ്റെ വിമൻസ് നാഷണൽ ടീമും കൂടി കളിച്ചു. നാഷണൽ അല്ല, ക്ലബിൻ്റെ ഏതോ വിമൻസ് ടീമോ അങ്ങാണ്ടായിട്ട് കളിച്ചു. പിള്ളേർ ചറ പറ കോട്. അതാ പറഞ്ഞ അങ്ങനെ പ്രശ്നമുണ്ട്. അത് 13-14 വയസ്സുള്ളവന്മാരാണ്. മാത്രമല്ല ഈ പെണ്ണുങ്ങളെയൊക്കെ ബോഡി ബിൽഡർ വരുന്ന എല്ലാം ടെസ്റ്റോസ്റ്ററോൺ കയറ്റി പ്രോട്ടീനും അടിച്ച് അതിനുള്ള സപ്ലിമെന്റ്സ് എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ മസിൽ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ മസിൽ വരത്തില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, പക്ഷെ അതിനെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ജെൻഡർ മാറ്റുന്ന പോലെ മെഡിസിൻ കൊടുത്താൽ ഇത് ചെയ്യുന്നത്. അല്ല, ഈ പറഞ്ഞ പോലെ ഈ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു തരത്തിൽ തന്നെ പറയാൻ പറ്റും. അതായത് ഒരു കംപ്ലീറ്റ് ആണില്ല, കംപ്ലീറ്റ് പെണ്ണൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ സാധനം പറയണ്ട. ഞാൻ പറഞ്ഞ ഇതിന്റെ കൂടി ഇച്ചിരി അഗ്രഷൻ കൂടുതൽ, അഡ്രിനാലിൻ റഷ് പ്ലസ് ഈ പറഞ്ഞ പോലെ മാസ്കുലിനിറ്റിയും എല്ലാം കൂടെ. മാസ്കുലിൻ ആവണമെന്നൊന്നും ഇല്ല, തനിക്ക് ആങ്കർ കൂടാനായിട്ട്. മനസ്സിലായി. അതായത് താമര സാധനം വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പൂർണ്ണമായ ഒരു പുരുഷനും പൂർണ്ണമായ ഒരു സ്ത്രീയൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഓരോ മനുഷ്യരും ഓരോ ജെൻഡറാണെന്ന് വെച്ചു. അതെ, അല്ലല്ലേ, ഓരോരുത്തരും ഓരോ ജെൻഡറാണ്. 4, 5, 6, 7 A+ഉം B ഒന്നല്ല. അതൊരു ഇസഡ് കഴിഞ്ഞാലും വേണേ കാണും ചിലപ്പോൾ. പിന്നെയും തുടങ്ങാം. അത്രയും ജെൻഡർ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിനകത്ത് കോമൺ ആയിട്ട് കാണിക്കുന്ന കുറെ ക്യാരക്ടേഴ്സും ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഗെയിംസിൽ ഇടപെടലും ഒക്കെ വരുമ്പോൾ ഈ മരത്തെ കയറാനൊന്നും ഇവർ പോകത്തില്ല. മരം അവിടെയൊക്കെ എന്നും ഉണ്ടാവും. വേണേൽ ഒതുക്കത്തിൽ പോയി കയറാമല്ലോ. താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ കയറാത്ത. എത്ര പറഞ്ഞു കൊടുത്തു, എന്നോടൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യവും ഈ സാധനം കേൾക്കത്തില്ല. അത് ഈ ഹോർമോൺ അത് അക്സെപ്റ്റ് എടുക്കത്തില്ല. ആ ഹോർമോൺ ഓട്ടോമാറ്റിക്കലി ഇത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനകത്ത് ചില ഏറ്റക്കുറച്ചിലുള്ള ആളുകൾ ആണുങ്ങളുടെ രൂപത്തിലുണ്ടെങ്കിലും പെണ്ണുങ്ങളുടെ രൂപത്തിലുണ്ടെങ്കിലും അവർ ഒതുങ്ങി നിൽക്കുന്നവരുണ്ട്. ചിലർ പഠിക്കാൻ കഴിവുള്ളവർ ഒതുങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ട്, ആമ്പിള്ളേർ അവന് കളിക്കാൻ പറ്റത്തില്ല. കളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടെ വരികയും ചെയ്യും പോരും. അത്രേ ഉള്ളൂ. വന്ന് കളിച്ചാലും അത് ഒക്കത്തില്ല. ചിലർക്ക് ബാറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വീശുമ്പോൾ കറങ്ങത്തേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്, ഉണ്ണി ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഉണ്ണി ഇങ്ങനെ എങ്ങനെ കളിച്ചാലും ഉണ്ണി കളി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചു നേരം അതിനകത്തൊക്കെ കിടന്ന് പന്തൊക്കെ ഇട്ട് തട്ടിയിട്ട് കളി തുടങ്ങുമ്പോൾ അങ്ങോട്ട് മാറി കയറി നിൽക്കും. അതാണ് ഉണ്ണി. അതേസമയം പെങ്കൊച്ചുണ്ട്, നമ്മളിവിടെ പെങ്കൊച്ചുണ്ട്, അവൾ ആണുങ്ങളോടെ കളിക്കുന്നത്. അങ്ങനെയുള്ളവരുണ്ട്. ഇത് രണ്ടുമുണ്ട്. പറഞ്ഞു വന്നാൽ ബൈക്ക് എടുത്ത് പാഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗ്രീഷ്മയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്ക് ഗ്രീഷ്മനെ മറ്റേ വധശിക്ഷയാണല്ലോ കോടതി. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അല്ലേ? വിഷയത്തിലേക്ക് എത്തിപ്പോരുമില്ല. ഈ വിഷയത്തിന്റെ ഏത് ഭാഗത്താണ് നമ്മൾ പറഞ്ഞ കാര്യം നിൽക്കുന്നതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് മാറിയിട്ട് ആ വിഷയത്തിൽ നിന്ന് കറങ്ങി തിരിച്ചിവിടെ വരേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ വിഷയമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതിനകത്ത് ഗ്രീഷ്മയുടെ ഭാഗത്ത് നിൽക്കുന്നതും ഷാരോണിന്റെ ഭാഗത്ത് നിൽക്കുന്നതുമായിട്ടുള്ള ആ ഹോർമോണൽ പ്രശ്നത്തെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇവിടെ ഹോർമോൺ ഇഷ്യൂ ഒന്നുമില്ല. ഇവിടെ ഉള്ളതൊരു സൈക്കാട്രിക് പ്രശ്നമാണ്. മസിൽ ഉപയോഗിച്ച് അവളൊന്നും ചെയ്തിട്ടില്ല. സൈക്കാട്രിക് ഇഷ്യൂ ഉള്ള മനുഷ്യർക്കാണ് കാരണങ്ങൾ. ഇനിയിപ്പോൾ എന്ത് കാരണങ്ങളുണ്ടെങ്കിലും മറ്റൊരു മനുഷ്യനെ കൊല്ലാം എന്ന് തീരുമാനം എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇപ്പോൾ ഒരാളെന്നെ ആക്രമിക്കാൻ നിൽക്കുന്നു, അപ്പോൾ അതിന് ഞാൻ ഡിഫൻസ് ഉണ്ടാക്കുന്ന പോലെയല്ല. ഞാൻ ആലോചിച്ച് ഒരാളെ ഒരു പ്രശ്നവും അങ്ങനെ ഒരു തരത്തിലുള്ള എനിക്കൊരു രീതിയിലും എനിക്കൊരു ത്രെറ്റ് അല്ലാത്ത ഒരാളെ ഞാൻ, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്കലി ത്രെറ്റ് അല്ലാത്ത ഒരാളെ നേരിട്ട് എന്നെ കൊല്ലും എന്നുള്ള ഒരു സാഹചര്യം ഇല്ലാത്തപ്പോൾ ഞാൻ ഒരാളെ കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാര്യമായ പ്രശ്നമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അവർ പറയുന്നത് എന്തുവാ, കുട്ടിക്ക് പ്രായക്കുറവാണ്, പക്വതയില്ല, പക്ഷേ ഈ പറഞ്ഞ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഊരണമെന്നുണ്ട്, അപ്പോൾ വേറൊരു മാർഗ്ഗം അറിയത്തില്ലെന്നാണ്. 1000 മാർഗ്ഗം അറിയാത്ത ഒരാൾ, അയാൾക്ക് ഒരു മാർഗ്ഗം അറിയാം, അത് കൊല്ലുക എന്നുള്ള മാർഗ്ഗം. അതിനവൾ ഒരു പഠനം നടത്തുന്നു, ഒരു കെമിക്കൽ എടുക്കുന്നു, അത് വയറ് ഈ പറഞ്ഞ പോലെ കരിഞ്ഞു പോകുന്ന പറഞ്ഞത്, കുടൽ കരിഞ്ഞു പോകുന്ന ടൈപ്പ് സാധനമൊക്കെ അടിച്ച് സ്ലോ പോയിസണിങ് ആണ്. അവസാനം മരിക്കുന്നതിന് വരെ പുള്ളിക്കാരി വിട്ടുകൊടുത്തുമില്ല, ഒട്ടും അങ്ങോട്ട് പിടി കൊടുക്കുന്നില്ല. അവൻ ചോദിക്കുമ്പോൾ അയ്യോ ഞാനങ്ങനല്ല ഇങ്ങനെയല്ല മറിച്ചാന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുക ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട്, വളരെ കാര്യമായിട്ടാണ്.
അപ്പൊ അതിന് പ്രായക്കുറവ് മാത്രമല്ല, അതിന് വെളിവില്ലായ്മ നല്ലപോലെ ഉണ്ട്. ഈ സൈക്കാട്രിക് ഇഷ്യൂ ഉണ്ട്. ഈ സൈക്കാട്രിക് പ്രോബ്ലം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ സാധനം എന്താണെന്നറിയോ? എമ്പതി ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അത് സൈക്കാട്രിക്കാ. അതെ, മറ്റൊരു മനുഷ്യനെ ഇപ്പൊ ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? വെറുതെ റാൻഡം നമ്മൾ അറിയുന്ന ഒരാളെന്ന് വിചാരിച്ചു മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ആ ഒരു സാധനം വരും. ആ സാധനം നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു പോയിസൺ കൊടുത്ത് കൊല്ലാമെന്ന് തീരുമാനിക്കണമെങ്കിൽ പിന്നെ തലയ്ക്കകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് അതിൻ്റെ അർത്ഥം. എമ്പതി നഷ്ടപ്പെടുന്നിടത്ത് പ്രശ്നമായി, അത് കട്ടായി. ആ സാധനം വർക്ക് ചെയ്യുന്നില്ല, വേറെ എന്തൊക്കെയാണ് തലച്ചോറിലുള്ളൂ. അപ്പോൾ ആ സാധനം വെച്ചിട്ടുള്ള അഭ്യാസമാണ് ഈ കാണിച്ചത്. അപ്പം പയ്യൻ എന്തായാലും മരിച്ചു എന്നുള്ളതിനകത്ത് ഇനിയിപ്പോൾ സംശയമൊന്നുമില്ല. അതിന് ഇപ്പോൾ അതിൻ്റെ പരിഹാരമായിട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ചെയ്യുന്നത് അവളെ അങ്ങ് കൊന്നുകളയാന്നുള്ളതാണ്. അത് നടക്കത്തില്ല, അത് നടക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വരുന്നത്. അതിനി മുകളിലോട്ട് പോകുമ്പോൾ വിധി ഇവിടെ 140 കോടി ജനം, അതിൽ ഏകദേശം ഒരു 5 കോടി 6 കോടി അല്ലെങ്കിൽ 10 കോടി കൊലപാതകികൾ കാണും. ആ 10 കോടി കൊലപാതകം നോക്കിക്കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നു, 5 പേരെ കൊന്നു, ഒരു കുടുംബത്തോടെ കൊന്നു, പിന്നെന്തോ കാണിച്ചേക്കുന്നത്. ഇതെല്ലാത്തിനിടയിലാണ് ഈ ഗ്രീഷ്മ സുപ്രീം കോടതിയിൽ എത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ അയാൾ നോക്കുമ്പോൾ ശരിയാ, ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകത്തിലൊരു കൊലപാതകമാണ്, അതിനെ മാത്രം തൂക്കിക്കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു വിധി ഇപ്പം കോടതിയെ ചോദ്യം ചെയ്യുന്നതല്ല. ആ വിധിയിൽ ഞാൻ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ നോക്കിക്കാണുന്ന ഒരാളെ അയാൾക്ക് മാനസികമായിട്ട് അയാൾക്ക് ബുദ്ധിമുട്ടുള്ള ആളാണ്, അയാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു മനുഷ്യൻ ഇവിടെ ജനിച്ച് ജീവിക്കുന്നുണ്ട്, ഇനിയുണ്ട് ഇതുപോലത്തെ ഒത്തിരി പേര്. ഇവരെ എല്ലാം കൂടെ നേരത്തെ കണ്ടുപിടിച്ച് കൊല്ലാൻ ഉള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യുമോ? അല്ല, ഞാൻ കാര്യം ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് ഒരു പൊട്ടൻഷ്യൽ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഇങ്ങനെ മർഡർ ചെയ്യാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും സാധ്യത ഉള്ളതായിട്ട് ഒരാളെ തോന്നുവാണ്. കണ്ടുപിടിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ എങ്കിലും ഒരു മർഡർ അറ്റംപ്റ്റ് നടത്തുമെന്ന് വിചാരിച്ചോ. എത്രയോ പേര് നടത്തിയിട്ടുണ്ട്. അവരെയൊക്കെ അങ്ങ് കൊന്നാൽ മതി. അപ്പോൾ അവരിനിയും നടത്താൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഒരു ലൈഫ് സേവ് ചെയ്യുകയും ചെയ്യാം. ഇവർ ചെയ്യാൻ വെയിറ്റ് ചെയ്യണ്ട, അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതാണ് അതിൻ്റെ പ്രതിവിധി. അങ്ങനെ നമുക്ക് കുറേ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇപ്പോൾ 10 പേരെ കൊല്ലാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. അല്ല, ഒരു മിനിറ്റ്, 10 പേരെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് നമ്മളെ 10 പേരെയും കൊന്നെന്ന് വിചാരിക്കുക. അതിനകത്ത് ചിലപ്പോൾ ഒരു 3 പേര് ചിലപ്പോൾ 2 കൊല്ലാൻ സാധ്യതയില്ലാത്തവരായിരിക്കാം, പക്ഷെ അപ്പോഴും 7 പേര് കൊല്ലാൻ സാധ്യത. നമ്മളൊരു ചാൻസ് എടുക്കേണ്ട കാര്യമില്ല ഇതിനകത്ത്. ഞാൻ കൊന്നേക്കാം എന്തായാലും. ഇപ്പൊ 10 കിട്ടി, കൊല്ലാൻ വെയിറ്റ് ചെയ്യണ്ട. അതെ. അപ്പൊ ഈ പെങ്കൊച്ചിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം എന്ന് തീരുമാനിക്കുന്നതിനോട് എനിക്ക് അങ്ങനെ യോജിപ്പില്ല. അത് ഇപ്പോൾ കോടതിയിൽ ഇപ്പോൾ ഹൈക്കോർട്ടിലോട്ടോ സുപ്രീം കോർട്ടിലോട്ടോ ഒക്കെ പോകുമായിരിക്കും. അപ്പീൽ പോകുമല്ലോ സ്വാഭാവികമായിട്ടും. അതായിരിക്കും അടുത്ത പരിപാടി. പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി ചിലപ്പോൾ ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചു. ഇപ്പോൾ അപൂർവമായ ഒരു കേസായിട്ടൊന്നും ഇതിനെ കോടതി മെൻഷൻ ചെയ്തിട്ടുമില്ല. അങ്ങനെ മെൻഷൻ ചെയ്യാത്തൊരു കേസിൽ ഇത്തരത്തിലുള്ളൊരു വിധി വന്നതിൽ എനിക്ക് അപ്പൻ കൊച്ചിനെ പെട്രോളിച്ച് കൊന്നു 2 പിള്ളേരെ. എന്തോ ഒരു ബോയ് ഫ്രണ്ടിനൊന്നും പറഞ്ഞൊരു പെണ്ണിനെ അങ്ങോട്ട് കൊന്നങ്ങ് കാണും. മറ്റേ ഇതുണ്ടല്ലോ, ഓണർ കില്ലിങ് നടന്നല്ലോ ഒരു കെവിനെ. അതൊക്കെ ഫേമസ് ആയിട്ടുള്ളത്. അല്ലാതെ നമ്മൾ അറിയാതെ പോയ 1000 കൊലപാതകങ്ങൾ കേരളത്തിൽ ഈ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷമാണ് 24-ലാണ് മറ്റേ ആലുവയിലെ ഒരു പുള്ളി മോളെ 10 പഠിക്കണ കൊച്ചിനെ കൊന്നു നടന്നു. അയാൾ ജയിലിൽ പോയി കിടപ്പുണ്ട്. അത് ഭയങ്കര പ്രൗഡായിട്ട് അയാൾ ഫീൽ ചെയ്യുന്നു. അയാളുടെ മുഖത്തൊക്കെ അതുണ്ട്. അയാൾ മറ്റേ പോലീസ് ജീപ്പിലോട്ട് കയറി പോകുമ്പോൾ അയാൾ ഭയങ്കര പ്രൗഡായിട്ടാണ് പോകും. ഡൊമിനിക്ക് പോയി കിടപ്പുണ്ട് ബോംബ് പൊട്ടിച്ചിട്ട്. ഡൊമിനിക്ക്. അതിനകത്ത് ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞാലേ ഞാൻ ആലോചിക്കുന്നത്, ഇവിടെ ഈ മുസ്ലിം ഇസ്ലാം തീവ്രവാദത്തെക്കുറിച്ച് ഇവിടെ ഭയങ്കര എല്ലാവരും പറയുമല്ലോ, ഭയങ്കര പ്രശ്നമാണ് അതാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് രസമായിട്ട് തോന്നിയത്, ഇവിടെ ഒരു കാക്കാന്മാരും ഇവിടെ ഒരു ബോംബ് പൊട്ടിച്ചുള്ള കേരളത്തിലെ പൊട്ടിച്ചത് ഇവിടെ മറ്റാളെ. അതെങ്ങനെയുണ്ട്? അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. ഡൊമിനിക്ക് മാത്രമേ ഉള്ളൂ. ഡൊമിനിക്കിന്റെ കൂടെ ആരുമില്ല, ഓർഗനൈസ്ഡ് അല്ല. മറ്റിടത്ത് ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കും, അവിടെ ഈ പ്രശ്നം ഇരിക്കുന്നു. ത്രെട്ട് വരുന്നത് അങ്ങനെയാണ്. ഇയാള് സമനില തെറ്റുക എന്നുള്ള കാര്യം അതും വേറൊരു സംഭവം, അത് വേറൊരു വെട്ട്.
ഇവിടെ ആരും സേഫൊന്നും അല്ല. ഇവിടെ നമ്മളൊക്കെ സേഫാന്ന് വിചാരിച്ചിരിക്കത്തേ ഉള്ളൂ. വിചാരിച്ച് അങ്ങ് നടക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു ധൈര്യത്തിൽ വെറുതെ ഇങ്ങനെ ഒരു പുകമറയൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെ ഇവിടെ ജീവിക്കുന്നത് നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടോ സേഫാന്ന്? നോക്കിയിരുന്നു. ഇവിടെ ഒട്ടും സേഫ് അല്ല. കാരണം വെച്ചാൽ നമ്മളോർക്കും ഈ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാള് ക്രിമിനലായിട്ട് തന്നെ പ്രതികരിക്കുമെന്ന്. ഇല്ല, പോലീസിന്റെ രൂപത്തിൽ വേണേലും വരാം. അതെ, കൈക്കൂലിയൊക്കെ മേടിച്ചിട്ടേ അങ്ങനെയും ചെയ്യാൻ മടിയില്ലാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോഴാ ഇവിടെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇവിടെ എത്രയോ ക്രിമിനൽസായ പോലീസുകാരെ പിടിച്ചു. അപ്പോൾ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവരെങ്ങനെ ഇവിടെ കയറി പറ്റുന്നു? പുരോഹിതര്, അധ്യാപകര്, എല്ലാ മേഖലകളിലും എല്ലാ തൊഴിലിടങ്ങളിലും ഇതേപോലെയുള്ള കൊലപാതകികൾ, പീഡനവീരന്മാർ, ഹേമ കമ്മിറ്റിയിൽ അവരുടെ പേരെന്ന് പറയാവോ? ആ ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലോ എന്തുവരെ ചെയ്തു. പക്ഷേ ഇത് എനിക്കിതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ഉള്ള കാര്യം പിന്നെ ഈ പറഞ്ഞ കന്യാസ്ത്രീകൾ കുറെ എണ്ണം കണ്ടി ചാടിയാന്ന് ആരും അങ്ങനെ എന്താന്നറിയാമോ? അതായത് ഇപ്പൊ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പുറയിലുണ്ടെ പേടിയാണോ? പേടിയാ. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ ഒരു രീതിയിൽ വരാത്തതിന്റെ കാരണം അതായിരിക്കും അല്ലേ? രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അതിനെ ഏറ്റവും നോർമലൈസ് ചെയ്തിട്ടുള്ള സ്ഥലം കേരളം. അതായത് ഒരു CPM കാരൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJP കാരൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. അത് കൊല്ലപ്പെടുക, അവർ തമ്മിൽ ചാവാനുള്ളവരാ. അവർ തമ്മിൽ വാക്കത്തേക്ക് വേണ്ടി കൊല്ലും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 52 ഒക്കെ വെട്ടി അങ്ങ് കൊന്നു കളയാണ് ഒരു മനുഷ്യനാണ്. അപ്പൊ ഇതൊരു ആശയത്തിന്റെ പേരിലാന്നുള്ളതും കൂടി ആലോചിക്കണം. മറ്റേ ഗുജറാത്തിൽ കലാപം ഉണ്ടായെന്നൊക്കെ പറയുന്ന സമയത്തും ഈ കാശ്മീരിൽ മറ്റേ സംഭവിച്ചെന്ന് പറയുന്നിടത്തും പലയിടത്തും ഇങ്ങനത്തെ കലാപങ്ങളുണ്ടാവില്ല. ഇപ്പൊ മറ്റേ ഇവിടെ നമ്മുടെ ഈ ആസാമിലും അവിടെ നടക്കുന്ന കൊലപാതകങ്ങളില്ലേ, ചുമ്മാ പെണ്ണുങ്ങളൊക്കെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന UPയും എല്ലായിടത്തും കിടക്കുക. പെൺകൊച്ചിനെ കൊണ്ടുപോയി 60 പേരൊക്കെ പീഡിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അല്ല, അതിനകത്ത് രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതിനകത്ത് നടന്ന കാര്യങ്ങൾ എന്തെങ്കിലും ആവട്ടെ, ഒരു കാര്യം പറയാം, ഇങ്ങനെ നടക്കാനുള്ള സാഹചര്യമുള്ള സ്ഥലം അത്. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതേ സാധനം UPയിലാണെങ്കിൽ നമ്മളിവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞേനെ. അതും പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അതായത് ഈ UPയിലെ ദളിതന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് ഭയങ്കര വിഷമമാണ്. അയ്യോ, ദളിതനെ പിടിപ്പിച്ചേ, കൊന്നേ, തട്ടിക്കൊണ്ടുപോയേ, ധാക്കൂർമാർ മറ്റേത് ചെയ്ത് റേപ്പ് ചെയ്തേ എന്ന് പറഞ്ഞ കാര്യം. എന്നിട്ട് ഇവിടെ ഉള്ള ദളിതനെ കോളനിയിൽ നിന്ന് വിളിക്കുകയും ചെയ്യുമാര്. മനസ്സിലായില്ലേ? അപ്പം ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ. മനസ്സിലാവും. കുറവാണോ ഇവിടെ? സാധ്യത കുറവാണ്. മറ്റിടത്ത് വെച്ചാൽ ഭയങ്കര സാധ്യതയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഗ്രാമമൊന്നും അല്ല. ഗ്രാമം ഇവിടെയും അത് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് വേറൊരു തരത്തില് നടക്കുമ്പോ കൂട്ടത്തോടെ ഇങ്ങനെ ഒരു പെണ്ണിനെ ഒരിക്കലും റോഡിൽ കൂടെ തുണിയില്ലാതെ നടത്തി എന്തെങ്കിലും ചെയ്യിക്കാവുന്ന പറ്റൊന്നുമില്ല. പക്ഷെ മറ്റേ പരിപാടി ഈ പറഞ്ഞ പോലെ പെൺപിള്ളേരെയൊക്കെ റേപ്പ് ചെയ്യലും പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഏറ്റവും രസം എന്നറിയോ, ഈ BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിന് ഒരു സാധനം വരുവാന്ന്. ഒരു പെൺകൊച്ചി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവളെ ഏതോ പൂവാലന്മാരോ ഇതുപോലെ ശല്യം ചെയ്യുന്നവന്മാർ വരുമ്പോൾ നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ ബനിയനിലാണ്ട് ഒരു മോഡിയുടെ പടം അത് കാണുമ്പോഴേ അവന്മാർ പോവും. അതൊക്കെയാ സംഭവം. ഓർമ്മയുണ്ടോ? TV വരുവാന്ന് ഈ സാധനം. പണ്ടുണ്ടാകുന്ന വീഡിയോ എത്ര ഉണ്ട്, ഇപ്പം തപ്പി കിട്ടും. അത് ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിരുന്നു. മോഡി പറഞ്ഞ സാധനം ഒന്ന്, സ്ത്രീകളുടെ സുരക്ഷ. അത് കഴിഞ്ഞ് കുറച്ച് കൂടിയൊന്നും വരെ സംശയമുണ്ട്. എത്ര കേസായി പോട്ടെ. ഇവിടെ ഇപ്പോൾ ഇനി ഗ്രീഷ്മയെന്ന് പറയുമ്പോൾ ഗ്രീഷ്മ ഇനിയിപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ ജീവപര്യന്തം ഗ്രീഷ്മയ്ക്ക് ചിലപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഇനി പക്ഷെ ഒരു പ്രശ്നമുള്ള ഗ്രീഷ്മ തിരിച്ചിറങ്ങി എന്ത് ചെയ്യും എന്നുള്ളതാണ്. വേറെ വല്ല നാട്ടിൽ പോയി ജീവിക്കേണ്ടി വരും. അകത്ത് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ജോലിക്ക് ചെയ്യാൻ പോയി. ഇപ്പൊ ഇവിടെ എങ്ങനെ ഇത് ഇവിടുന്ന് പോയി ഈ ഒരു രോഗമാണെന്ന് വിചാരിക്കുക. എടോ, ഈ സൈക്യാട്രിക് ഡിസോർഡറിന് ചികിത്സയില്ല. ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകാന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു ക്യൂറില്ല. മെഡിക്കൽ സയൻസിൽ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭവം വിട്ടുപോയെന്ന് കരുതുക. ഇതിന് പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് ആവശ്യം ഉണ്ടാവും, തെറാപ്പി വേണ്ടി വരും. ഇത്രയും വലിയ സാധനം ചെയ്തേക്കുമല്ലേ, വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ആയിരിക്കത്തില്ലല്ലോ പിന്നെ അടുത്ത് വരുന്നത്, പെട്ടെന്നായിരിക്കും. മനസ്സിലായോ? പെട്ടെന്ന് ചുറ്റിയിട്ട് ഒറ്റയടിയായിരിക്കും. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? സീരിയൽ പരിപാടിയിലോട്ടൊക്കെ പോകാൻ സാധ്യതയുള്ള ആൾക്കാരാ ഇങ്ങനത്തെ ആൾക്കാർ. അല്ല, ഈ ജോളി അപ്പൊ എന്തിനാ ജോളി അങ്ങനെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? ജോളിയുടെ കേസ് എന്താ? അത് ജോളി എന്താ തൂക്കിക്കൊല്ലാൻ പിരിക്കാത്ത? ജോളി അതെന്ന് പറഞ്ഞു, ജോളിനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ജോളി മറ്റേ ബൈബിളൊക്കെ പഠിപ്പിക്കുവാന്ന്. ക്രിസ്ത്യാനിയാണ്, കൂടിയ ടീമുമാണ്, നല്ല കാശുള്ള ആൾക്കാരാണ്. സർക്കാസം അല്ല കേട്ടോ. ഇനി ഇത് റിയലായിട്ട് പറയാന്ന് വിചാരിക്കും.
എഴുതി വെക്കണോ? എഴുതി വെക്കേണ്ടി വരും താഴെ. അല്ലേ പൊട്ടന്മാരാ ഇവന്മാര്, മഹാമണ്ടന്മാരാന്നേ. അയ്യോ ഭയങ്കര മണ്ടത്തരവാ. ഈ ഗ്രീഷ്മ എന്റെ അറിവിലൊരു ഹിന്ദു നായർ പെൺകുട്ടിയാണ്. ഇത് ഹിന്ദുക്കളുടെ നേരെയുള്ള ഒരു അതിക്രമമാണ് സ്റ്റേറ്റിന്റെ, ഗവൺമെന്റിന്റെ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ഈ നാട്ടിലെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു അതിക്രമമായിട്ടാണ് ഞാൻ. അതെ അതെ അതെ. ആ മറ്റേ ഇത് പൊളിച്ചതുപോലെ, സമാധി പൊളിച്ചതുപോലെയൊക്കെയുള്ളൊരു, അതേപോലെ തന്നെ മറ്റൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും അതേപോലെ തന്നെ ജോളിയെ ഇതുവരെ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയും. എന്നാൽ ഈ വിധിക്കുന്ന ഈ ജഡ്ജിൻ്റെയും വക്കീലിൻ്റെയൊക്കെ മതം ആ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഈ മറ്റേ ഗോപൻ്റെ കല്ലർ, മറ്റേ എന്താ കല്ലറെന്ന് പോട്ടെ, അലക്കുകല്ല് പൊളിച്ചപ്പോൾ അത് മുസ്ലിം തീവ്രവാദികളാണെന്ന് പറയുകയും ചെയ്ത അതേ രീതിയിൽ നമുക്കിതിനെ നോക്കിക്കാണുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ഈ സാധനത്തിൽ അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത് ഇത് ജിഹാദികളുടെ ഒരു കളിയായിട്ടാണ്. അതെ അതെ, ഇതിനകത്തൊരു ജിഹാദ് ഉണ്ട്. ഇത് ജുഡീഷ്യറി ജിഹാദ് എന്ന് പറയും. ഇത് ഷാരോൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനി അല്ലല്ല, ഷാരോണിന്റെ വേറെന്തോ ഷാരോൺ എങ്ങനെ വേറെ ജാതിയാവും? ആണോ? ഷാരോണിന്റെ പക്ഷെ കൂടുള്ള പേര് വേറെന്തോ ആണോ? നാടാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് തിരുവനന്തപുരത്ത്, അതാന്ന് തോന്നുന്നു. അവരിങ്ങനെ മിക്സ്ഡ് ആണോ? അവര് ഹിന്ദു കൺവേർട്ടഡ് ക്രിസ്ത്യൻ നാടാന്മാരും. ശരവണൻ എന്നുള്ള പേര് ഷാരോൺ ആക്കിയതായിരിക്കുമോ? ശരവണനത് അതായിരിക്കും. അപ്പൊ അങ്ങനെ ഷാരോൺ എന്ന് പറയുന്ന ഒരു എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാകും ജഗന്നാഥൻ, അവനെ ജോനാഥനാക്കി. ജോനാഥൻ അങ്ങനെ വല്ലതും മാറിയാണോ ഷാരോൺ അറിയത്തില്ല. എന്തേലും ആട്ടെ, ഏത് ജാതിയാണേലും. ജഗൻ, ജഗൻ നീ ഇറങ്ങണം നീ. അല്ല, ഈ പറഞ്ഞ പോലെ ഇതിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അല്ലേടോ. പിന്നെ ഈ വക ഏരിയകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ഏത് ഷാരോൺ കൊല്ലപ്പെട്ടു, ഷാരോൺ എന്തായാലും കൊല്ലപ്പെട്ടു, മരിച്ചു. അപ്പോൾ ആ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൺകുട്ടി പഠിക്കാൻ മിടിക്കുകയാണ്. ശ്രദ്ധിക്കണം. മറ്റേ സ്ത്രീ എന്ന് പറയുന്നത് ബൈബിള് പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയ തോതിൽ. അതും സീരിയൽ കില്ലറാണ്. ഒരാളെ അല്ല കൊന്നേക്കുന്നത്. അതും സൈനൈഡ് കൃത്യമായിട്ട് പല സമയത്തായിട്ട് പോലീസിനെ അത്രത്തോളം കബളിപ്പിച്ച് അവസാനം മാത്രം പിടിക്കപ്പെട്ട ഒരു സീരിയൽ കില്ലറിനെ തൂക്കുകയർ വിധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കും. പക്ഷെ ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലണമെന്ന് പറയുമ്പോൾ കൊല്ലാനൊക്കെ ഉള്ള ഇതുപോലത്തൊക്കെ തോന്നും നമുക്ക് പെട്ടെന്ന്. ഗോവിന്ദചാമി മരിക്കുമെന്ന്. പക്ഷെ ജോളി തൊടത്തില്ല. അതുപോലെ തന്നെയാണ് ചില മുസ്ലിം നാമധാരികളായ ചില ആൾക്കാരെ നമുക്ക് അറിയാലോ ആരൊക്കെയാണ്. അവരെ ഒന്നും തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നില്ല. എന്നാൽ ഹിന്ദു ആയ ഈ പെൺകുട്ടിയെ മാത്രം എന്തുകൊണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇവിടെ ജിഹാദ് നടക്കുന്നുണ്ട്. ഇത് ജിഹാദാണ്. ഇത് ജുഡീഷ്യൽ ജിഹാദ്. പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് വരും, അവന്മാര് വരും. മറ്റേ ഹിന്ദുവിന്റെ പ്രശ്നമാന്ന് പറഞ്ഞില്ലേ, മറ്റേ അലക്കല്ല് വിളിച്ചപ്പോ ആ ടീം വരും. ഇവര് കേട്ടാ വരും കേട്ടോ. അതിനുള്ള ബുദ്ധിയൊക്കെ ഉള്ളു ഇവർക്ക്. ടീമുകളാണ്. ഇതാ എഴുതി കാണിക്കണം. എഴുതി കാണിച്ചാൽ വായിക്കാൻ പറയാൻ ഉണ്ടാവില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിയുമ്പോ പറയാൻ കണ്ടു. ഇത് ഈ കോമഡി അവസാനിപ്പിക്കുക നമ്മൾ തന്നെ പറയണ്ടേ, ഇത് കോമഡിയാണ് എന്ന് പറയാതെ അല്ലേ എന്നുള്ള ചിരി ഇടയ്ക്ക് ഇട്ടാലോ. അപ്പൊ വേണേ ഇതാവും. അല്ല, മറ്റവര് വിചാരിക്കും കോടതിയെ കളിയാക്കി എന്നൊക്കെ പറയും. അതല്ല കേട്ടോ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെ, നമ്മളീ പറയുന്ന പല കാര്യങ്ങളും പലർക്കും തമാശ മനസ്സിലായില്ല, ചിലർക്ക് സർക്കാസം മനസ്സിലാകത്തില്ല, ചിലർക്ക് സറ്റയർ മനസ്സിലാകത്തില്ല, മെറ്റഫർ മനസ്സിലാകത്തില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ പാരഡി മനസ്സിലാകത്തില്ല, പൺ മനസ്സിലാകത്തില്ല, വിറ്റ് മനസ്സിലാകത്തില്ല. പിന്നെ മറ്റേ ഹണി റോസിന്റെ പുറകിൽ നിന്നിട്ട് മോഹൻലാൽ കമ്പി ഡയലോഗ് പറഞ്ഞത് മോഹൻലാൽ ഹണി റോസിനോട് പറഞ്ഞാണെന്ന് മനസ്സിലാക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യരെ ഉള്ളൂ ഇവിടെ. മനുഷ്യർക്ക് അത് അങ്ങനെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാവുന്ന മനുഷ്യരെ ഇവിടെ ഉള്ളൂ. അപ്പൊ ആ മനുഷ്യരോട് നമ്മളിത് പറയുമ്പോൾ നമ്മള് ചെറിയ കരുതൽ വേണം. ഇനിയിപ്പോ നമുക്ക് ആ സാധനം നമുക്ക് അതങ്ങ് മാറ്റാം അല്ലേ. ഇതിനകത്ത് ഈ ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഇവിടെയും അത് വേണേൽ ഇവന്മാർക്ക് ചെയ്യാം. മനസ്സിലായില്ലേ? ഈ നാറികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ നാറികൾക്ക് വേണേൽ ചെയ്യാം. മറ്റേ ഷാരോൺ എന്നുള്ള പേര് വെച്ചിട്ട് വേണമെങ്കിൽ അവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാസൊക്കെ വേണേൽ ഇടപെടാം. അങ്ങനെയുള്ള അലവലാതിത്രം കാണിക്കാൻ നല്ല അവസരമുണ്ട്. അതിനകത്ത് ഇപ്പൊ നമ്മളീ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും ജാതി നോക്കിയാണ് ഓരോന്ന് ചെയ്യുന്നതെങ്കിൽ മതത്തിന്റെ പുറകിലാണോ പിന്നിലാണോ, മതത്തിന്റെ കോണമാണോ? ഞാനിതൊന്നും ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. മതത്തെ കോന്തരുത്. ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത്
ഇപ്പൊ ഷാരോണിന്റെ കാമുകിയുടെ പേര് സൈനബ എന്നായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അത് ജിഹാദാവും. ഗ്രീഷ്മ പോട്ടെ, ഗ്രീഷ്മരെ വിട്. അവക്കടെ പേര് വല്ല ജമീലാന്നോ സൈനബാന്നോ സുറുമീന്നോ തല തുണിയൊക്കെ ഇട്ട് മറ്റെന്താ പറയണത്, മറ്റേ തുണി അവര് പല പേരും വെക്കുന്ന തുണിയൊക്കെ വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി ആയിരുന്നു ഇതിന്റെ പുറകിലെങ്കിൽ അത് വേറെ ലെവലിൽ പോയി. എന്തായിരിക്കും ഇവിടെ കേരളത്തിൽ നടക്കുക? ഓ, പക്ഷെ ഇവിടെയും ജോളി എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? ക്രിസ്ത്യാനിയായിരുന്നു. ജോളിനെ അങ്ങനെ തൊടാൻ പറ്റില്ലെന്ന്. ജോണിക്ക് വത്തിക്കാനെന്നൊക്കെ വത്തിക്കാൻ പോപ്പൊക്കെ ആയിട്ട് പിടിപാടുള്ള ആൾക്കാർ. പള്ളി നല്ല പ്രവർത്തനമാണ്, പ്രാർത്ഥിക്കുക നല്ലപോലെ, പ്രാർത്ഥനയുടെ ഫലമായിരിക്കും. പ്രാർത്ഥനയുടെ ഫലമായിട്ട് എല്ലാവർക്കും സൈനൈഡ് കൊടുത്ത് കൊന്ന് കിടത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ശരിയായില്ലേ? അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അത് കോടതി പോലും ആ തരത്തിലാണ് ജോളിയെ കാണുന്നത്. ജോളി ഒരു കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രൊഫഷണൽ ആയിട്ടുള്ള 100% പ്രൊഫഷണൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മറ്റേ ഓർമ്മ വന്നു, വിനായകൻ. അയ്യോ, അതെന്ത് തൊട്ട് ഷോ ഇയാളിത് എന്താണ് എനിക്കൊന്നും മനസ്സിലാവില്ല. തൽക്കാലം അത് വിട്ടേക്ക്, നമുക്കതൊരു വിഷയമേ അല്ല ഇപ്പൊ. നമുക്കിനിയും എന്താണ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പയ്യൻ ഡ്രഗ്സാന്ന് പറയുന്നു, അവൻ്റെ വല്യപ്പനെ ആദ്യം തലക്കടിച്ചു കൊന്നു. അത് കഴിഞ്ഞ് അമ്മയെ വിളിച്ച് വരുത്തി അമ്മയെ ഞാൻ തലക്കടിച്ചു കൊന്നു. എന്നിട്ട് ഇവൻ പാട്ടും കേട്ട് ഓംലെറ്റും കഴിച്ചിട്ട് നാട് വിട്ടുപോയി. അവനെയും കുറേ മെനക്കെട്ടാ പോലീസ് കണ്ടുപിടിച്ചേക്കുന്നത്. ഗ്രീഷ്മയുടെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവനെയും തൂക്കിക്കൊല്ലാൻ വിധിക്കുമായിരിക്കും. പിന്നെ ഈ കഴിഞ്ഞ ദിവസം വയ്യാതായെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ തലയടിച്ച് പൊട്ടിച്ച് കൊന്നു. പക്ഷെ ആ ഒരു കേസിൽ അവനിങ്ങനെ കാണിക്കുന്നുണ്ട്. തള്ളയൊക്കെ തല്ലിക്കൊന്നിട്ട് ജീപ്പേ കയറ്റി എടുത്ത് മലയാള മനോരമയുടെ നേരെയോ ഏഷ്യാനെറ്റിൻ്റെ നേരെയോ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കുഴപ്പമുണ്ട്. അതെ, കാര്യമായ പ്രശ്നമുള്ള ആളുകൾ അവർക്കൊരു ഗിൽട്ടും ഫീൽ ചെയ്യുന്നില്ല, ഒന്നുമില്ല. ആരെയോ കൊന്നു, അവനത് കറങ്ങാണ്. എൻ്റെ ഒരു സംശയമാണ്, അവൻ ചിലപ്പോൾ വിചാരിക്കുന്നത് ഈ വയ്യാതെ കിടക്കുന്ന അമ്മ ഇങ്ങനെ കിടക്കണ്ട, മരിച്ചു പോക്കോട്ടെ, അവർ സന്തോഷമായിട്ട് ആ മരണം അങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനൊരു നന്മ ചെയ്താണോ എന്ന് പോലും പറയാൻ പറ്റില്ല. അതിന് വരെ സാധ്യതയുണ്ട്. അവനെ കൊണ്ട് ഇതൊരു ദയാവധമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണമെങ്കിൽ അല്ലേ ഈ തൂക്കിക്കൊല്ലലും അതും ഇതൊക്കെ. തൂക്കിക്കൊല്ലലൊരു ദയാവധമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? കാരണം ഇതുപോലത്തെ സിക്കായിട്ടുള്ള ഒരാളാണ്. അയാൾക്ക് മുന്നോട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 5-10 പേരെ വീണ്ടും കൊലപാതകം ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരാളാണ്. അയാൾ അങ്ങനെ കൊന്നു പോയാൽ പിന്നെ അയാൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. അയാൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ. പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ളതാണല്ലോ, സമൂഹത്തിനകത്ത് പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോഴും നമുക്ക് എങ്ങനെ ഇതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും, സമൂഹത്തിന്റെ ഭാഗമാക്കാൻ പറ്റും എന്നുള്ളത് നോക്കണമല്ലോ. അതാണല്ലോ പറ്റത്തില്ല. എടോ, ഈ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരില്ലേ, ഒന്ന് കഴിഞ്ഞു ആണുങ്ങളാണ് എന്താ സംഭവിക്കുന്നത് അറിയോ? ഒരു കൊലപാതകം ചെയ്തു, അടുത്ത തിരിച്ചു വന്നിട്ട് വീണ്ടും ഒരു കൊലപാതകം കൂടെ ചെയ്യാൻ സാധ്യത, ആ പേടി മാറി, ജയിലിൽ കിടന്നതിന് പേടി മാറി, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഇത്ര പേര് തനിക്ക് 4-5 കൊല ചെയ്തവരേക്ക് അറിയത്തില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതൊരു രോഗാവസ്ഥയ്ക്ക് ചികിത്സ കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി? ഇപ്പോൾ ജയിലെന്ന് പറയുന്ന സംഭവം എന്തോ, അത് റീഹാബിലിറ്റേഷനാണ് ശരിക്കും വേണ്ടത്. അവിടെ ട്രീറ്റ്മെൻറ്റും ഈ പറഞ്ഞ റീഹാബിലിറ്റേഷൻ നടക്കണം. ഞാൻ ഒരാളോടെ ഈ ക്രൈമിൽ അങ്ങനത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെടുന്ന ഒരാളോട് പണ്ട് സംസാരിച്ചപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഈ വാളൊക്കെ ഉപയോഗിച്ച് വെട്ടാൻ പറ്റുക, എങ്ങനെ ഇതൊക്കെ ചെയ്യണത്, എങ്ങനെയാണ് ഇതിന് മനസ്സ് തന്നെ എങ്ങനെയാണ്? ഇപ്പം അടിപിടി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഉന്തു തള്ളു അല്ലെങ്കിൽ ഒരു അടിപിടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരാളെ അങ്ങ് വെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ, മുറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെന്തോ ആണ്. അപ്പം അതിനെങ്ങനെയാണ് അതിന് മനസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞത് അങ്ങനെ. അത് എടോ, അത് ഈ ചക്ക വെട്ടൂലേ, ചക്ക വെട്ടുന്നു, അങ്ങനെയാണ് വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? അങ്ങനെ വിചാരിക്കുന്ന അങ്ങനെ വേറെ കാര്യമുണ്ടോ ഇതിനകത്ത്? ചില ആളുകൾക്ക് പക വരും. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളോട് വലിയൊരു പണി ചെയ്തു ഒരാൾ, അങ്ങനെയുള്ള സാഹചര്യം ചിലപ്പോൾ ചിലർ കൊല്ലാറുണ്ട്. അതും ഈ പറഞ്ഞത് വേറെ വിഷയമാണ്. അയാൾക്ക് ത്രെട്ടുള്ള സമയത്ത് ഉണ്ടാകുന്ന ചില സാധനം, ഡിഫെൻസും അല്ലേ വേണ്ട, അയാൾക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള സംഭവം എല്ലാം അടച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുത്തൻ നമ്മളെ ഒത്തിരി അങ്ങ് പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് നിയമവും സഹായിച്ചില്ല, കള്ളക്കേസിൽ പോയാണ് ഈ പറഞ്ഞ ആൾ നിരപരാധി പോയി അകത്ത് കിടന്നിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ചതി വഞ്ചന ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ട് കഴിഞ്ഞിട്ട് ഭാര്യയുടെ തല വെട്ടി മറ്റേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന തമിഴന്മാരൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അത് വേറെ, അതൊരു തരം കൊലപാതകം. ഈ സൈസ് കൊലപാതകം. ഇതിനകത്തുള്ള രസം ഗ്രീഷ്മയോട് ഏറ്റവും സ്നേഹമുള്ള ഒരു ചെറുക്കനെയാണ് കൊല്ലുന്നത്. അത് ഭയങ്കര മോശം പരിപാടിയായി പോയി. കാരണം മറ്റേതുപോലെ തന്നെ ആസിഡ് ആക്രമണം പോലെ. ആക്രമണം ലൈറ്റ് ആയി ഇതിനേക്കാൾ. ഇതിനകത്ത് വേറെ സാധനമുണ്ട്.
ഒരാൾ മാറുമ്പോൾ മറ്റേ ആൾ ആസിഡ് എറിയുന്നു, ഇവിടെ ഒരാൾ കൊല്ലുന്നു. അതായത് ഈ പെട്രോൾ ഒഴിച്ച് കൊന്നൊരു ചെറുക്കനൊക്കെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലോ പണ്ട് കുമ്മനാട് തിരുവല്ല ഭാഗത്ത്. അവൻ പെട്രോൾ ഒഴിച്ച് പോലീസുകാരുണ്ടായിരുന്നല്ലോ, വേറൊരു പോലീസുകാരിനെ ആക്രമിച്ചു. ആ പോലീസുകാരനെ തൂക്കി കൊന്നില്ല. ശരിക്കും പോലീസുകാരനെ തൂക്കിക്കൊല്ലണം, കാരണം അയാൾ ആ യൂണിഫോം ഇട്ടിട്ട് നിയമപാലകനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്രീഷ്മേക്കാൾ സിവിയർ ആയിട്ടുള്ള, അയാൾക്ക് നല്ല പ്രായപൂർത്തിയായിട്ടുണ്ട്, നിയമപാലകനാണ്, നിയമം അറിയാം, സംരക്ഷിക്കേണ്ടവനാണ്, സംരക്ഷിക്കേണ്ട ആളെ തന്നെയാണ് കൊന്നിരിക്കുന്നത്. മനസ്സിലായി? അത് ഏറ്റവും വലിയ കൂടിയത്. അപ്പൊ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടില്ല, ഗ്രീഷ്മയെ കൊല്ലാൻ വിധിച്ചു. അതെന്തായിരിക്കും എൻ്റെ ഒരു തോന്നലേ, ഇവിടുത്തെ ഈ കേരളത്തിലെ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഒരു സമയത്തൊരു സാധനം വേണം, മീഡിയ ആൾക്കാരെയൊക്കെ വെച്ച് അങ്ങനെ വല്ലോ എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ സാധനം കോടതി, ഇതിപ്പോ മേൽക്കോടതിയിലോട്ട് പോവുമല്ലോ, സ്വാഭാവികമായിട്ടും അപ്പീൽ പോവുമല്ലോ. അപ്പീൽ പോകുമ്പോൾ ഈ സാധനം എന്തായാലും ഇങ്ങനൊരു കൊലപാതകം നടത്തി എന്നുള്ളതുകൊണ്ട് ഈ പെങ്കൊച്ചിനെ അങ്ങോട്ട് തൂക്കിക്കൊന്നേരെന്നും പറഞ്ഞ് എന്താ പറയാ, ഇന്ത്യ മുഴുവനും കൊണ്ട് നടക്കാൻ നടക്കൂല, അങ്ങനെയൊന്നും നടപടി ആവുന്നില്ല, നടക്കില്ല. ഇതിന് കൊലപാതകത്തിന് ഇങ്ങനെ ഒരു പ്രതിവിധിയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ അത്രയും പേരെയും കൊല്ലേണ്ടി വരും, കാരണം ഇവരെല്ലാം കൊല്ലുക ചെയ്തേക്കുന്നത്. ഇതിനകത്ത് ഇവളെ സംബന്ധിച്ചിടത്തോളം, ഈ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം, ഗ്രീഷ്മ ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ ഈ കേസിന്റെ മൊത്തം പരിപാടികൾ അറിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇവള് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറണമെന്ന് ആഗ്രഹിച്ചത് ഈ ഷാരോണെ അറിയിച്ചിട്ടും ഷാരോൺ ആ റിലേഷൻഷിപ്പിൽ തുടരാനുള്ള നിർബന്ധം കാണിച്ചു. അപ്പൊ പിന്നെ തുടർന്ന് പോകേണ്ട വന്നു എന്നുള്ളതാണ്, അതൊരു അവസ്ഥയായി മാറി എന്നുള്ളതാണ്. പുള്ളിക്കാരി അവളുടെ എന്തോ ക്ലിപ്പോ ഫോട്ടോ വീഡിയോ വീഡിയോ ഒക്കെ അവൻ്റെ കയ്യിലുണ്ട്, അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പെണ്ണെന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ ജീവിക്കുന്ന, ഇവിടുത്തെ ഒരു സോഷ്യൽ ഓർഡറിനകത്ത് ജീവിക്കുമ്പോഴേക്കും ഒരു പെങ്കൊച്ചിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു അവളെ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അവൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പൊ അവളെ ഈ വിഷം അവള് കഴിക്കേണ്ടി വരും. അപ്പൊ അവൾക്ക് തോന്നിയിട്ടുണ്ടാവും, എന്നാൽ അതിലും ഭേദം ഇവൻ ആ വിഷം കഴിച്ച് ചാവുന്നല്ലേ, എനിക്ക് ജീവിക്കണമല്ലോ എന്ന് ചിന്തിച്ചതിന് കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല ആ തരത്തില്. കുഴപ്പമെന്ന് വെച്ചാലേ, പക്ഷെ നിയമത്തിന്റെ പ്രശ്നം മാത്രമല്ല, സാധനം ഉണ്ട് ഇവിടെ. അത് മാത്രമല്ല, ആ ഒരു സംഭവം അങ്ങനെ ഒരാളെ ചിന്തിച്ചല്ലോ. ഇതിന് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കാണിച്ചില്ലെങ്കിൽ എന്ത് പറ്റുന്നില്ല, ഇതേ ചിന്തിക്കാൻ കൂടുതൽ ആൾക്കാർക്ക് ഈ ചിന്ത തന്നെ വരത്തുള്ളൂ ഇനി അങ്ങോട്ട്. അതായത് ഇങ്ങനത്തെ അവസരങ്ങൾ ഇനിയും ഉണ്ടല്ലോ, ഇവിടെ ഒരുപാടുപെട്ട പ്രേമങ്ങളും ഇവിടുത്തെ ജീവിതവും ഇവിടുത്തെ വിവാഹവും ഇവിടുത്തെ പേരൻറ്റിങ്ങും എല്ലാം കണക്കായതുകൊണ്ട് ജാതി മതമൊക്കെ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നിടത്ത് പലരും കയറി പ്രേമിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിക്കയിടത്തും ഫെയിലിയേഴ്സാണ്. ഒന്നെങ്കിൽ വീട്ടുകാർ തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും കാണിച്ച് രണ്ടുപേരും ചാവണം, അല്ല ഇതുപോലത്തെ ഗ്രീഷ്മയെ പോലത്തെ ഒരാൾ വരണം. ഇവിടെ മിക്കയിടത്തും പരാജയമില്ല. ആത്മഹത്യ എത്ര എണ്ണം നടന്നു? പ്രേമപരാജയത്തിലുള്ള ആത്മഹത്യ, പ്രേമപരാജയത്തിലുള്ള ആസിഡ് അറ്റാക്ക്, പ്രേമിച്ച് കെട്ടാൻ പോകുമ്പോൾ വഴിയിലിട്ട് വെട്ടിക്കൊല്ലൽ. നമ്മുടെ ഇയാള് കാഞ്ചനയും മൊയ്തീനും സിനിമയൊക്കെ ഹിറ്റാ അവിടെ. അതൊക്കെ എന്താ അവസ്ഥ? അതായത് ഈ പ്രേമം എന്ന് പറയുന്നത് തന്നെ, പ്രണയം എന്നൊക്കെ പറയുന്നത് തന്നെ എന്തോ ഒരു ഭയങ്കര പ്രശ്നമാണ് ഇവിടെ പ്രണയിക്കാന്നൊക്കെ പറയുന്നത് തന്നെ ഭയങ്കര പ്രശ്നമാണ്. അല്ലേ പിന്നെ ജാതിയൊക്കെ നോക്കി ഒരു റിലേഷൻഷിപ്പിൽ ആകാൻ പറ്റുന്ന പോലെ തന്നെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തോട്ട് വരാനുമുള്ള സ്പേസ് ഉണ്ടാകേണ്ടത്. അത് മതമൊന്നും അല്ലല്ലോ. ഇവർക്ക് എന്തിനാ കല്യാണം കഴിക്കും? അത് വേറൊരു ടോപ്പിക് തന്നെയാണ്. പ്രണയിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് പ്രണയത്തിലാകുന്ന പോലെ ഇവർക്ക് പ്രണയത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ലെന്ന് മനസ്സിലാവുണ്ടോ? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രണയത്തിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള ന്യൂറോ കെമിക്കൽ പരിപാടി തലക്കകത്ത് കിടക്കുന്ന ഇവിടെ ഒരു ചക്രം ഉണ്ടെന്ന്. ആ ചക്രം മറ്റേട്ടല്ലേ വൺലാവിന്റെ ചക്രം ചക്രം, അത് പ്രത്യേക ടൈപ്പ് ആൾക്കാർ. അയ്യോ അത് വേറെ, അവരോട് പിന്നെ പറയേണ്ട കാര്യമില്ല, ഒന്നും പേടിക്കണ്ട. അത് അവിടെ ഒരു സൈഡിൽ ഇരുന്നു മണ്ടത്തരമാണല്ലോ, കണ്ടിച്ചിരിക്കാം, ആരും പേടിക്കത്തില്ല. അതിലും അല്ല ഈ ഇതിനൊക്കെ ഭേദം ഉണ്ണിമൂന്നനും ഈ വൺ ലവിനെയും കൂടി താരതമ്യം ചെയ്ത് ഇവര് തമ്മിൽ എന്തോ പ്രശ്നം നടക്കുന്നത്. അപ്പൊ രണ്ടും കണക്ക്, രണ്ടും അടിപൊളിയാ. അതായത് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിട്ടുള്ളത് ഭേദം ഷെയ്നാന്ന് എനിക്ക് തോന്നുന്നത്. മറ്റേത് അതിലും വലിയ പശയാ, അത് അതിനൊക്കെ വലിയ മിസ്റ്റേക്ക് വേണ്ട പിടിച്ചോണ്ടെങ്കിൽ. അത് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി രണ്ടെണ്ണമൊക്കെ അടിച്ചിട്ട് ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. സാറും കളിക്കും, മസിലും ഉണ്ട്, അടിയുണ്ടാക്കും. പിന്നെ ഹനുമാനെ പൊക്കി എടുത്തോണ്ട് വരും. എന്തെല്ലാം പരിപാടികളാ, പല പരിപാടികളാ. പക്ഷെ ഇപ്പൊ മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, മാറിയിട്ടുണ്ട്.
അവനത് പറഞ്ഞു എനിക്ക് അന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത് കൊള്ളാം, നല്ലൊരു പരിപാടിയായിട്ട്. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഒക്കെ ഇട്ടു. എനിക്ക് പലപ്പോഴും ഇപ്പോഴായിട്ട് കുറച്ച് നാളായിട്ട് ഈ ഉണ്ണിമുകുന്ദൻ സൂപ്പറായിട്ട് മാറുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഏതൊരു മനുഷ്യനും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് അത് മനസ്സിലാക്കി എടുക്കാനുള്ള സമയം കിട്ടി. ഇനി അത് റിപ്പീറ്റ് അടിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് പോയിട്ടുള്ളത് തിരിച്ചു വന്നില്ല. അല്ല, ഇവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഉണ്ണിമുകുന്ദനെ ഇങ്ങനെ ചിലപ്പോ ഉണ്ടല്ലോ ഞാൻ കാണുമ്പോഴേ ഇയാളിങ്ങനെ അഭിനയിക്കുന്നതൊക്കെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. അഭിനയിക്കാനൊക്കെ ശോകമാണ്, അഭിനയമൊക്കെ ശോകമാണ്. പക്ഷേ പിന്നെ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ ചില ടെലിവിഷൻ ഷോയിലൊക്കെ പോയിരുന്നിട്ടുള്ള വീഡിയോ ക്ലിപ്സൊക്കെ വരും ഇങ്ങനെ മറ്റേ യൂട്യൂബിലും ഇതിലുമൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴേ ഇവനിങ്ങനെ ഇരുന്നിട്ട് എന്തോ കോമഡി സ്കിറ്റൊക്കെ അവതരിപ്പിക്കുന്ന എന്തോ പരിപാടിയാണ്. നല്ല ചളി വൃത്തികെട്ട അണ്ട കോമഡി ഉണ്ടല്ലോ. മറ്റൊരു പരിപാടിയില്ലേടോ, ഫ്ലവേഴ്സിലൊരു പരിപാടിയുണ്ട്, അതിനകത്ത് ചെന്നിരുന്ന് ഇവൻ അങ്ങ് ചിരിച്ച് മരിക്കുക അവിടെ ഇരുന്ന് അവിടുന്ന് കോമഡി ഇട്ടിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവൻ ആരാന്ന്. അങ്ങനെയാണ് ഞാൻ ഉണ്ണിമുകുന്ദനെ പരിചയപ്പെടുന്നത്. അതിനൊക്കെ എനിക്ക് ഉണ്ണിമുകുന്ദനെ അറിഞ്ഞൂടായിരുന്നു. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, ഞാൻ കാണാറില്ല. ഒരു സിനിമ കണ്ടെന്നറിയോ, ഹനുമാന്റെ പ്രതിമയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഹനുമാൻ സ്വാമി എന്റെ സംഭവം എന്ന് പറഞ്ഞു. അത്രേ എനിക്കറിയത്തുള്ളൂ, വേറൊന്നും ഞാൻ കണ്ടില്ല. അത് വേറൊരു പൊട്ടത്തെ, അത് പിന്നെ പോട്ടെ. അപ്പൊ ഈ അളിയൻ ഇവിടെ ഇരുന്ന് ചിരിക്കുന്ന ചിരി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേർത്താനെ ഇയാള് ശരിക്കൊരു ഉണ്ണിമുകുന്ദനാന്ന്. എനിക്ക് അതുവരെ അങ്ങനെ ഉണ്ണിയായിരുന്നു, ഉണ്ണി വളർന്നു മസിൽ മാത്രമേ ഉള്ളത്. അതൊരു പാവണം വേറെ തരത്തില്. മറ്റേതാണെങ്കിൽ മറ്റേത് അങ്ങനല്ല, മറ്റേത് വേറെ ഏതാണ്ട, മറ്റേത് വിപ്ലവമാണ്. അയ്യോ വിപ്ലവം വാളാവും. പിന്നെ മറ്റേ അതല്ല ഇത്, ഇതറിയാലോ, മറ്റേതുപോലെ അല്ല അത്. മച്ചാനെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ അറിയാലോ, അത് ഇങ്ങനത്തെ ഒരു പരിപാടിയാന്ന് പറയണത്. ഇത് മൊത്തം ഒരു പരിപാടിയാണല്ലോ. അയ്യോ കുറച്ചു നേരം തുമ്മായിരിക്കാന്ന്. അപ്പൊ എന്താ പറഞ്ഞു വന്നപ്പോ ഇങ്ങോട്ട് വന്ന് എങ്ങനെ ഇവര് തമ്മിൽ എവിടുന്നാണ് ഇവിടെ വഴിമാറി പോവാന്ന് പറഞ്ഞാണല്ലോ. ഓക്കെ, ഞാൻ തന്നെ കണ്ടുപിടിച്ചു കേട്ടോ ഈ ഒരു ടവൽ സിസ്റ്റം. നമ്മൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ തുമ്മുമ്പോ ഷർട്ടാണെ ഷർട്ട്, ബനിയനാണെ ബനിയൻ. ഇവിടെ കുറച്ച് ചെറുതായിട്ട് തെറിച്ച് വീഴുന്നേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. തൊട്ടപ്പുറത്തിരിക്കുന്നവർക്ക് ടെൻഷൻ കുറഞ്ഞിരിക്കും. ഇവിടെ പറയേണ്ടതാണ് ശബ്ദം കുറച്ച് പോയി ചെവിക്കണം. സാങ്കേതികമായ തകരാറ് ചെയ്തിട്ട് കൈയൊന്ന് മാറിപ്പോയത്. അപ്പോ ഇവരീ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ഖേദിക്കണതല്ല, ഖേദിക്കുന്നു. അപ്പൊ ഈ എന്താ അയ്യോ ഇതുപോലത്തെ മുടിയൊക്കെ വെച്ചാ പണ്ട് ജഡ്ജൊക്കെ ഇരുന്നേച്ച് കോടതിയിൽ, പഴയ കോടതിയില്. കോട്ട് മാറ്റാൻ പറ്റുമോ? കോട്ട് മാറ്റുന്നതിന്റെ ഈ പാവപ്പെട്ട പോലീസുകാരുടെ ആ കോസ്റ്റ്യൂമും കൂടി ഒന്ന് മാറ്റി കൊടുക്കണം. കട്ടിയെങ്കിലും ഒന്ന് കുറയ്ക്കണം. കഷ്ടമുണ്ട്. ഇന്ന് കണ്ടില്ല, ഇന്ന് എടപ്പള്ളിയിൽ പോലീസുകാരൻ നിന്ന് ഇങ്ങനെ ആ വെയിലത്ത് ഞാൻ നോക്കി തിരിച്ച പുള്ളിക്ക് മനസ്സിലായി. എനിക്കൊന്ന് പുള്ളി വീഡിയോ കണ്ടിട്ടുണ്ടെന്ന്. പുള്ളി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ തന്നെ നോക്കുക ദേഷ്യപ്പെട്ടൊക്കെ. അത് എന്നിട്ടാണ് നിർത്തിയില്ലെന്നുള്ള ജോലി ചെയ്യണം. അയാൾ വീട്ടിൽ ഇതേ പരിപാടി, സൈഡിൽ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കാണിക്കാൻ. എന്തിനാണ് ഒരു പോലീസുകാരൻ ഒരു ഡാറ്റ കാണിക്കുന്ന? ഞാൻ വെറുതെ പറയുന്നതല്ല, സീരിയസ് ആയിട്ട് എടുക്കും. മറ്റേ പഴയ മോഹൻലാലിന്റെ ഒരു സിനിമ ഇങ്ങനെ മണി അടിക്കണ ആ സാധനം, അതുപോലെ ആ സാധനേ ഈ ബലൂൺ കിട്ടും. ഈ ഇങ്ങനെ ഇങ്ങനെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് സാധനം ഭദ്രന്റെ കയ്യിലുണ്ടാവും. ഭദ്രനോട് ചോദിച്ചിട്ട് ആ സാധനം ആ കയ്യിന്ന് ചുറ്റിക മാറ്റാം. എന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാ പോരെ. ഈ ആളെ നിർത്തണതിന് ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, സിമ്പിളായിട്ട് ഇത് നടത്താവുന്ന പരിപാടികളൊക്കെ. ചാക്കമാഷിന്റെ മോൻ അന്ന് മര്യാദ എല്ലാം വേണ്ട, അവിടെ ഒരു ഡിസ്പ്ലേ കൊണ്ട് വെക്ക്, ഇങ്ങനെ കൈ കാണിക്കുന്ന ഒരാളെ. പോലീസ് വേഷത്തിൽ തന്നെ നിന്നോട്ടെ, കൈ മാത്രം കണ്ടാ പോലെ വലിയ സ്ക്രീൻ വെക്കാം നമുക്ക്. അതിനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. സ്ക്രീൻ വെക്കാലോ, ഇപ്പൊ ഈ സാധനം വേണ്ട, എല്ലായിടത്തും സ്ക്രീനാ. അപ്പൊ മാറ്ററിലേക്ക് തിരിച്ചു വരാം. മാറ്ററിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ല, മറ്റേ ടെസ്റ്റോസ്റ്ററോണിന്റെ കാര്യം. അപ്പൊ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രവർത്തനവും സാമൂഹ്യ നീതിയും എന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ എന്തത് ടെസ്റ്റോസ്റ്ററോണും സാമൂഹ്യ നീതി. അതെ അതെ, അണ്ണനോട് പറയാം. അണ്ണനാകുമ്പോ എഴുതുന്നുണ്ട്, ബുക്ക് 2 ആയി 800 കോട്ട ഉണ്ട് എഴുതിയെന്ന് പറഞ്ഞത്. വായിച്ചില്ല ആരും, ഒരേ കോട്ട് തന്നെ 800 പ്രാവശ്യം എഴുതിയായിരിക്കുള്ളൂ. ആര് കണ്ട് 2 തന്നെ റിപ്പീറ്റ് ആയൊന്നുമില്ല. ആ ബുക്ക് മേടിച്ചാൽ തിരിച്ചൊക്കെ എഴുതിയിട്ടുണ്ടോ?
ബെസ്റ്റ്. അടിപൊളി, അതൊന്നും നമുക്ക് വിഷയമല്ല. മാറ്റാവുന്ന കേസേ ഉള്ളൂ. ഇതിന്റെ പിന്നില് ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം CBIക്ക് കൈമാറുന്നതായിരിക്കും. ലൈറ്റ് വന്നു, ഇത് മതിയാവും. ഇത് മൈക്ക് എല്ലാം കൂടെ ഒരെണ്ണത്തിൽ ലൈറ്റ് ആൻഡ് മൈക്ക് സൗണ്ട് പ്രശ്നമാവും. ഞാൻ വേറെ മൊബൈൽ ഒരെണ്ണം കൂടെ എടുക്കണോ? ഇങ്ങനെ വെച്ചാൽ മതി. ഇതിങ്ങനെ ഇതിവിടെ മൈക്ക് അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് തിരിക്കുമ്പോ ഇത് മൈക്ക് കണ്ടോ. ഇപ്പൊ അതൊക്കെ നടക്കും, നടക്കാത്ത കേസൊന്നും ഇത് അല്ല. എനിക്ക് ഇതിങ്ങനെ വെച്ചാൽ മതി കണ്ടോ. അപ്പൊ തനിക്ക് ലൈറ്റ് കിട്ടും. അപ്പോഴാ അയ്യോ കറണ്ടൊക്കെ വരുന്നതിന് മുമ്പേ ഞങ്ങൾ എന്നാണ് കറണ്ടൊക്കെ ഉണ്ടായത്. അതെ അതെ അതെ. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാലോ, ഈ സ്ത്രീകളെന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ പേര് ചാടി അങ്ങ് ഇറങ്ങും. അവർക്ക് എന്തോ സ്ത്രീ 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 എന്നാ പറയുന്നത്. എന്നാൽ കുട്ടി എന്ന് കേട്ടാൽ ഇവർ വരത്തില്ല. അതിന് ജെൻഡർ അത്രയ്ക്ക് ഒരു കുട്ടികൾക്ക് ജെൻഡർ ഐഡന്റിറ്റി വരാത്തത് കൊണ്ടാണോ ഈ കുട്ടികളെ ഇത്രയും പീഡിപ്പിച്ചിട്ട് ആരും തിരിഞ്ഞു നോക്കാത്തത്? കുട്ടികളെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളാണ്. കുട്ടികൾക്ക് വേണ്ടി ഇടപെടാൻ അങ്ങനെ ഇവിടെ ചൈൽഡ് ലൈനൊക്കെ, ചൈൽഡ് വെൽഫെയർ മറ്റേ ഏതാണ്ട് സുനയൊക്കെയാണല്ലോ ഉള്ളത്. മറ്റതിനെ സംബന്ധിച്ചിടത്തോളം ഇതുണ്ട്, ഏത് ഫെമിനിസ്റ്റുകളുണ്ട്, സംഘടനകളുണ്ട്, ഇഷ്ടംപോലെ സംഘടനകളൊക്കെ. മാത്രമല്ല ഈ പറഞ്ഞ സ്ത്രീകളായി കഴിഞ്ഞാൽ അവർ സ്വയമേ വന്ന് പ്രതികരിക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കുട്ടികൾ കൂട്ടം കൂടി ഒന്നും പ്രതികരിക്കുന്നില്ല. കുട്ടികൾ കൂട്ടമായിട്ട് എങ്ങനെ ഒന്ന് പ്രതികരിക്കാൻ? അവര് കുട്ടികളല്ലേ, അവർക്ക് സ്കൂളിൽ പോവല്ലേ. അതെ അതെ. അവരതിന് കേപ്പബിൾ അല്ല, അവരെ കൊണ്ട് അത് പറ്റില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെയാ. അത് വിട്ടിട്ടാണ് ഈ കിടന്ന് കളിക്കുന്നത്. ഇവിടെ സ്ത്രീയെയും പുരുഷനെ നോക്കേണ്ട ആവശ്യമില്ല ശരിക്കും. അവരൊക്കെ ഏകദേശം മെച്യൂരിറ്റി ആയി സ്വയം ചെയ്യാൻ പറ്റുന്ന നിയമങ്ങളെല്ലാം സപ്പോർട്ടീവായിട്ട് എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ട്. ഇവിടെ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാൽ കുറെ എണ്ണം നടക്കുകയും അവിടെ കുട്ടികളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളാണ്. അവർ പീഡിപ്പിക്കപ്പെടുവാന്ന് അവരും അറിയുന്നില്ല, പീഡിപ്പിക്കുന്നവനും അറിയത്തില്ല. പീഡിപ്പിക്കാതെ തന്നെ ബലാത്സംഗം ചെയ്തും മറ്റേ അതൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ മെന്റൽ ടോർച്ചർ, ഈ പറഞ്ഞ പോലെ പാരന്റിങ്ങിലുള്ള പ്രശ്നങ്ങൾ. വേറൊരു കാര്യമുണ്ട്, ഈ പുരുഷ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഭയങ്കര പ്രശ്നമാണ് പിള്ളേർക്ക്. എടോ പുരുഷ കമ്മീഷൻ എന്നൊക്കെ ഇവര് പറയുന്നുണ്ടല്ലോ, ഈ ആരണ്ടൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ആൾക്കാർ. ഈ പുരുഷ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് അങ്ങോട്ട് തിരിച്ചില്ലോ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പൊ പുരുഷ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ വേണ്ട, മതി, ഇനഫ്, ഓക്കെയാണ് കേട്ടല്ലേ. കിളിമകളെ ഓക്കെ അല്ലേ. വെളിച്ചം ദുഃഖമാണ്, താമസമല്ലോ സുഖം, നല്ല സുഖമാണ്. ഒരു സുഖമില്ല, ഇരുട്ടായി കഴിഞ്ഞാൽ ആകെ അലമ്പാണ്. താമസം സുഖമാണ്, അവന്റെ പെടലിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോ ഈ പുരുഷ കമ്മീഷനൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ ഒരു മൂഡ് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ മൊത്തം പരിപാടിയെ നോക്കിക്കാണുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഇവര് ഈ ഫോൾസ് പരാതികളൊക്കെ ഉണ്ടാവുന്നുണ്ടാവും, അല്ലെങ്കിൽ നല്ലപോലെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 12,000 പോക്സോ കേസ് പോലും ഫേക്ക് ആണെന്ന് പറഞ്ഞ് കോടതി തന്നെ. അത് നിയമത്തിന്റെ കുഴപ്പമല്ല, നിയമത്തിന്റെ കുഴപ്പമല്ല അത്. ആ കുഴപ്പം ഇത് നടപ്പിലാക്കുന്നവരും ഈ സാധനം എക്സിക്യൂട്ട് ചെയ്യുന്നവരുടെയും കുഴപ്പമാണ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ ഒരു പീഡന പരാതിയല്ല, ഇപ്പോൾ നമ്മൾ ഡിവോഴ്സ് കേസാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരാൾക്ക് ഡിവോഴ്സ് വേണം, ഡിവോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ത്രീയാണ് പോലീസ് സ്റ്റേഷനൊക്കെ സമീപിക്കണമെങ്കിൽ അവർ ഇതിനകത്ത് മറ്റേ സാധനം കൂടി കയറ്റും. ഏത് അപ്പൻ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പൊക്കെ വെച്ചിട്ട് ഇവനെ അകത്ത് തട്ടി ഇവനെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കി എങ്ങനെയെങ്കിലും മറ്റേ ഇത് കൊടുത്ത് ഒഴിവായാൽ മതി എന്നുള്ളൊരു മാനസിക നിലയിലേക്ക് ഇവനെ എത്തിക്കുക എന്നുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ട്, സ്ട്രാറ്റജി അല്ലോ സ്ട്രാറ്റർജി ബിൽഡ് ചെയ്യുക എന്നുള്ള സാധനം പിടിക്കും ഇവർ. അപ്പം ഈ സംഭവിക്കുന്നത് എന്താ, അങ്ങനെ ഒരു ഉദ്ദേശം ഡിവോഴ്സാണ്, പക്ഷെ വേറെ തരത്തിൽ ഈ സാധനത്തിനെ ഇറക്കി പരിപാടി നടത്തി ഇയാളെ അകത്താക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ പരിപാടി നടത്തും. അപ്പം എന്താ സംഭവിക്കുക? അപ്പോൾ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. അതായത് അയാള് ഇൻവോൾവ് അല്ലാത്തൊരു കേസിൽ ഇയാൾ ജയിലിൽ പോവാണ്, ജാമ്യം പോലും കിട്ടാതെ. അങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഇല്ലെന്നല്ല, പേര് അങ്ങനെ പോയിട്ടുണ്ട്. തിരുവല്ലയിലെ ഇതുപോലത്തെ ഒരു കേസിനകത്ത് ജഡ്ജി കുറ്റക്കാരനാന്ന് വിധിച്ച ആള് വന്നിട്ട് ജഡ്ജിയുടെ വണ്ടി അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്ത സംഭവം നടന്നിട്ടുണ്ട്. അത് ഇതുപോലത്തെ ഒരു കേസ്, അയാൾ നിരപരാധിയായിരുന്നു, പക്ഷെ അയാൾക്ക് വാദിച്ചു വന്നപ്പോൾ അയാൾ കുറ്റവാളിയായി. അപ്പം നടത്തിയൊരു സംഭവമാണ്.
അങ്ങനെ ആരും വീണ്ടും ഒരു ക്രൈം കൂടെ ചെയ്യേണ്ടി വരും. അല്ല നമ്മുടെ ജുഡീഷ്യറിക്കൊക്കെ കുഴപ്പമൊക്കെ ഉണ്ട്. എടോ അത് എങ്ങനെ അറിയും ഇവര്? അത് സോർട്ട് ചെയ്യണം. ജുഡീഷ്യറിയുടെ പ്രശ്നമല്ലത്, അത് പോലീസ് അന്വേഷിച്ച് കൊണ്ടിരുന്നോണ്ട് തന്നെയാണ് ഇതിനൊക്കെ. അതെല്ലാം എഴുതി കൊടുത്തു വിടും. ഇതും കൂടി അങ്ങ് കയറ്റിയേക്കെന്ന് പറയും. പ്രത്യേകിച്ച് സീനൊന്നും വക്കീല് ഇതും കൂടിയാണ് കയറ്റിയേക്കാം. അതോടെ കയറ്റി ഇതോടെ കയറ്റി. അല്ല, കംപ്ലൈന്റ് ഉണ്ടാക്കി കൊടുക്കുന്ന വക്കീലന്മാർ വിചാരിച്ചാൽ നടക്കും. എടോ ഇവിടെ എല്ലാരും പറയത്തില്ലേ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്, ഒരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്നുണ്ട്. അത് നേരെ തിരിച്ചാ പറയണ്ടേ. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലോട്ട് മാറി. അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമാണ് അത്. ഈ ഒരു കേസിൽ മാത്രമല്ല, ഇപ്പൊ സ്ത്രീകളുടെ പിന്നെ അത് രസം എന്നാന്നറിയോ, നല്ലൊരു വക്കീലുണ്ടെങ്കിൽ മറ്റേ വക്കീൽ മോശമാണെങ്കിലും തോറ്റു പോകും. എടോ ഇതിനകത്ത് സ്ത്രീകള് പരാതി കൊടുക്കുന്ന കേസിൽ മാത്രമല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ മറ്റ് കേസുകളിൽ ഇങ്ങനെ ഫേക്കായിട്ട് വകുപ്പുകളൊക്കെ കയറ്റി ആൾക്കാരെ അകത്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യിക്കുക, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനത്തെ പണികൾ ചെയ്യിപ്പിക്കുക, ഇതൊക്കെ ഇവിടെ നടന്നിട്ടുള്ള ഇതിനു മുമ്പ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ സ്ത്രീകളുടെ കേസിൽ വരുമ്പോഴേക്കും ഈ സാധനത്തിനകത്ത് എന്തിനാ ചക്കേന്ന് പറഞ്ഞപ്പോ തന്നെ പോലീസുകാർ വിളിപ്പിച്ചില്ലേ, എന്നെ കൊണ്ട് കാണിച്ചില്ലേ കുറെ പേര്. ആറെണ്ണെ ബലാത്സംഗം കേസ് വാർത്ത വന്നില്ലേ? ഇതല്ല ഇത് തന്നെയാണ്. ഇത്തരത്തിൽ ഇപ്പൊ സ്ത്രീകളുടെ ആരാന്ന് ചോദിച്ചാൽ തൊട്ടപ്പുറത്ത് ഇച്ചിരി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പണക്കാരനുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാശ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും പ്രശ്നമായില്ല. ഇപ്പോൾ പല ഇന്റൻഷൻസ് ഉണ്ടാവും ആളുകൾക്ക്, പല ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സ്ത്രീകളുടെ കേസിൽ ഇങ്ങനത്തെ പരിപാടി വരുമ്പോഴേക്കും സ്ത്രീകളുടെ കേസായതുകൊണ്ട്, സ്ത്രീ കൊടുത്ത കേസായതുകൊണ്ട് ഇത് ചർച്ചയാകുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാകുന്നതേ ഈ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നതാണ്. അതായത് ഈ ഫെമിനിസ്റ്റുകളോടുള്ള ഭയങ്കരമായിട്ടുള്ള വിരോധം പൊതുസമൂഹത്തിലുണ്ട്. ആൾക്കാർക്ക് ഇഷ്ടമല്ല ഫെമിനിസ്റ്റുകളെ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല, അതാ പറഞ്ഞത്. എൻ്റെ പൊന്നജു, അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭർത്താവിൻ്റെ വാലിക്കണ തെറിയും കേട്ടിട്ട് അവൻ്റെ ഷഡ്ഡി അലക്കി ഇമാതിരി അലമ്പ് സിറ്റുവേഷനിൽ ജീവിച്ചിട്ട് ഇവർ പോയിരുന്ന് മറ്റേ ഈ സീരിയൽ കാണുമല്ലോ, ഇവർ സീരിയൽ കാണും. ഈ സീരിയലിനകത്ത് ഭർത്താവിനോട് കുറച്ച് എന്താ പറയുക വേറൊരു തരത്തിൽ ഇടപെടുന്ന ഭാര്യയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കഥാപാത്രം. കുറച്ച് ഡോമിനൻസ് ഉള്ള ഒരു ഭാര്യയായിരിക്കും. ആ ഭാര്യനെ ഇവർക്ക് ഇഷ്ടമായിരിക്കില്ല. ആർക്ക്? ഈ തെറിയും കേട്ട് ഷഡ്ഡി അലക്കി ചെന്നവർക്ക് അവളെ എങ്ങനെയെങ്കിലും ഇയാളൊരു വഴക്ക് പറയുന്നിടത്ത് ആനന്ദം കണ്ടെത്തുന്ന മാനസികാവസ്ഥയിൽ അവിടെ ഇരിക്കുന്ന ചേച്ചിമാർക്കാണ് ഇഷ്ടമല്ലാത്തത് ഇവിടുത്തെ ഫെമിനിസ്റ്റിനെ. അങ്ങനെ ഒരു കാര്യം കൂടി, അങ്ങനെയുള്ള സ്ത്രീകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം രാഹുൽ ഈശ്വറിനൊക്കെ ഇവിടെ സ്പേസ് ഉണ്ട്. അല്ല അങ്ങനെ മാത്രമല്ല, അല്ലാതെ കൊള്ളാതെ പല സ്ത്രീകൾക്കും ഈ ഫെമിനിസ്റ്റുകളെ ഇഷ്ടമല്ല. കാരണം എന്നാണെന്നറിയോ, ഇപ്പൊ ഒരു സമാധാനപരമായിട്ട് അല്ലാത്ത ആളുകളുണ്ടാവും. ഐഡിയോളജിയോട് വ്യത്യാസമുള്ള ആൾക്കാരുണ്ടാവും. അത് വേറെ കാര്യം എന്നാണെന്നറിയോ, ഈ ആവശ്യമില്ലാത്തടത്ത് നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഫെമിനിസം എന്നും പറഞ്ഞ്. അത് പല സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഏത് സ്ത്രീ ഏത് പുരുഷൻ, ഞാൻ ചോദിച്ചേ, ഏത് സ്ത്രീ ആണല്ലോ ഇപ്പൊ അയാളുടെ മകനാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ തൊട്ടപ്പുറത്തുനിന്ന് വേറെ സ്ത്രീ വന്നിട്ട് ഇത് പുരുഷനാണെന്നും പറഞ്ഞു ഒരു ട്രാൻസ്ജെൻഡറിനോട് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞ് അവളത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചൊന്നുമില്ല. അതിനെ ന്യായീകരിക്കുകയും ചെയ്തു മറ്റേ മുമ്പിലൊക്കെ. അതങ്ങനെയല്ല ഇങ്ങനെയാന്ന്. അതാണ് ഇവിടുത്തെ വ്യത്യാസം. അവിടെ സ്ത്രീ ഉണ്ട്, ഇവിടെ സ്ത്രീ ഉണ്ട്. ഒരു സ്ത്രീ അമ്മയാണ്, വേറെ സ്ത്രീ കാമുകയാണ്, വേറെ സ്ത്രീ പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. മറ്റേ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഡബ്ബർ പോയിട്ട് മറ്റേ പുള്ളി ഏതോ ഒരു പുള്ളി എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഇവരെന്തോ മോശമായിട്ട് ഇവരെ സംസാരിച്ചെന്നും പറഞ്ഞ് അയാളുടെ സ്ഥലത്ത് നിന്ന് അയാളെ തല്ലിക്കോട്ടെ കരിയോല് ഒഴിച്ചോട്ടെ ഒക്കെ ക്രൈമാണ്. പക്ഷെ അപ്പോഴും അത് അവരനുഭവിച്ച ബുദ്ധിമുട്ടിന് അവരങ്ങനെ പ്രതികരിക്കാൻ തീരുമാനിച്ചെങ്കിൽ ആവട്ടെ എന്ന് പറയാം. എന്നിട്ട് അവൻ്റെ അമ്മയ്ക്കും കൂടി വിളിച്ചോളൂ. അങ്ങനെയുണ്ട്. അപ്പൊ ഇവരുടെ ബോധം എവിടെയാണ്? ഇവർ ഈ പറയുന്ന സാധനം ഇവരും തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ? ഇതൊക്കെ ഇവരുടെയൊക്കെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓരോ പരിപാടികളായിട്ട് മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെ അല്ലാതെ ഈ സാധനം എടുത്ത് തലയിൽ വെച്ച ഒരാളെ എനിക്ക് അറിയാൻ കേരളത്തിൽ, അത് പാർവതി തിരുവത്താണ്. അതിനറിയാൻ വളർന്നത് എന്താന്ന് അത് വന്ന് തല വെച്ച് കൊടുത്തു. അതിനെ എല്ലാരും കൂടി അതിനെ അടിച്ച് കയറ്റി കൊടുത്തു. എല്ലാരും കൂടി വെച്ച് എല്ലാരും കൂടി കയറ്റി ഈ മറ്റേ കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വരിക എന്ന് പറഞ്ഞ പോലത്തെ പരിപാടി ആയിപ്പോയി. ഈ ഇവളുടെ കൂടെ നടന്ന എല്ലാവരും കണക്കാം.
അതെന്താന്നറിയാ, പാർവതി കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടാ വന്നത്. അതാ അവിടെ പ്രശ്നം പറ്റിയത്. അതേസമയം ആ ബുക്കില്ലാതെ കുഴപ്പമില്ലാന്ന്. ഇവിടുത്തെ ഒരു പ്രാക്ടിക്കൽ ഇടപാടല്ല. ബുക്കിൽ പുറത്തുനിന്നുള്ളവർ എഴുതി വിടുന്ന, പക്ഷെ കേരളത്തിലത് ആപ്ലിക്കബിൾ അല്ല. അതായത് ഈ ഫെമിനിസ്റ്റുകളുടെ മെയിൻ ഫെമിനിസ്റ്റ് ആണല്ലോ നേരത്തെ പറഞ്ഞ ഭാഗ്യലക്ഷ്മി. ഈ ഭാഗ്യലക്ഷ്മി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചതൊക്കെ താൻ കേൾക്കണം. അതായത് വേറെ ഏതോ പെണ്ണുങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു, നിങ്ങൾ പരാതിയായിട്ടൊന്നും പോരെന്നൊക്കെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെയാണ് ഫെമിനിസ്റ്റുകളാണെന്നും ക്ലെയിം ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. മനസ്സിലാവുണ്ടോ? സ്റ്റാൻഡേർഡ്സിന്റെ അങ്ങ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണോ നീ? പണ്ട് മറ്റേ ഇത് പറഞ്ഞ പോലെ ഒരു വീഡിയോ ഡബിൾ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സാഹചര്യം ഇങ്ങനെയാണ്. ഇപ്പോൾ ഇസ്ലാം ഒരു മറ്റേ ഫാഷിസ്റ്റ് ഐഡിയോളജി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിടുകയും അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാഷിസത്തിൻ്റെ ഹോൾസെയിൽ ഡീലർമാരുടെ പരിപാടിയായിട്ടുള്ള RSS അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. അസലായി അലക്കും, അലക്കാം അസലായി. അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഈ പറഞ്ഞ ആൾക്കാര് അല്ല, വേറെ കാര്യമുണ്ട്. ഈ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞുണ്ടല്ലോ, അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ കുറച്ച് പരിപാടിയൊക്കെ വെറുതെ ഇടയ്ക്ക് വന്നവരെന്ന് പറഞ്ഞിട്ടങ്ങ് പോവും. അല്ലാതെ അവർക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ല. അവർക്ക് അറിയത്തുമില്ല ഇതെന്തോന്ന്. മൂത്രം ഒഴിക്കുന്ന വണ്ടി കയറ്റി കൊല്ലണമെന്ന് പറഞ്ഞ ടീം. അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കൊടുത്തു ഈ മൂത്രം എന്താണ്, എങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റും. മാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ച് അത്രയും പുറത്തിറങ്ങി നടക്കുന്നവർ ഇപ്പോഴൊക്കെ ഉള്ളൂ. നേരത്തെ ഒന്നും സ്ത്രീകൾ ഇങ്ങനെ അങ്ങ് യാത്ര ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ കൂടുതൽ ആണുങ്ങളൊക്കെ തന്നെ പുറത്തിറങ്ങാറുണ്ട്. കംഫർട്ടേഷൻസും ഇല്ല. ഒരാൾ ഇപ്പോഴത്തെ സ്ട്രീറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100% ആണുങ്ങളും പുറത്തുണ്ടെങ്കിൽ ഒരു 30% പെണ്ണുങ്ങളെ പുറത്തുള്ളൂ. പുള്ളിക്കാരുടെ പ്രശ്നം അതാ. സ്ത്രീകൾക്കാണേലും അവർ പിടിച്ചു വെക്കും. അത് വേണ്ട, എന്തിനാ സ്ത്രീ പിടിച്ചു വെക്കുന്നത്? അങ്ങനെ പാടില്ലല്ലോ. മൂത്രം പിടിച്ചു വെക്കരുത്. അതാണായാലും പെണ്ണായാലും അത് മനസ്സിലാക്കാൻ അത്രേ ഉള്ളൂ. വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടോ? പ്രശ്നമാണേ. സ്ത്രീകൾ അങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല സാഹചര്യം. ഇപ്പം എല്ലായിടത്തും മൂത്രം ഒഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത് വേണ്ട രീതി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇവിടെ അപ്പോഴും മെജോറിറ്റി ആണുങ്ങളും എല്ലായിടത്തും ആണുങ്ങൾ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് എല്ലായിടത്തും എല്ലാവരും ബാത്റൂമിൽ പോയെന്ന് വരത്തില്ല. അത് അങ്ങനെ ഒരു ശീലമാണ് ഇങ്ങോട്ട് ഇല്ല തന്നെ. പെണ്ണുങ്ങൾ അങ്ങനെ ഇരുന്ന് മൂത്രം ഒഴിക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഒഴിക്കും. തമിഴ്നാടൊക്കെ കുറച്ചുകൂടി ബെറ്ററാണ്. ആൾക്കാർ കുറച്ചുകൂടി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഇവിടുത്തെ പോലത്തെ ഈ മറ്റേ ഫേക്ക് ആയിട്ടുള്ള മറ്റേ എന്തോ ഒരു സാമൂഹിക ബോധമൊന്നും അവിടെ ഇല്ല. അവിടെ ആൾക്കാർക്ക് കാല് വേനെടുത്ത് വന്നാൽ ഒന്ന് ഇരുന്നേക്കാം, എവിടെയാണോ അവിടെ ആണിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസമില്ല. ഈ പറമ്പിൽ തൂർന്നതിനകത്തും ആണും പെണ്ണും വ്യത്യാസമില്ല. അതെ, അതിനകത്തൊന്നും അവർക്ക് വ്യത്യാസമൊന്നുമില്ല. അവർ കുറച്ചുകൂടി ഫ്രീയാ. അവർ കുറച്ചുകൂടി ഫ്രീ ആണ്. അവിടുത്തെ പെണ്ണുങ്ങളാണ് കുറച്ചുകൂടി പവർഫുൾ. ഇവര് ഭയങ്കര പറയുന്നു. ഇവര് പണ്ട് ഈ രജനികാന്തിന്റെ ഫോട്ടോക്ക് പാലൊഴിക്കുന്നൊന്നും പറഞ്ഞ് ഇവിടെ കളിയാക്കിക്കൊണ്ടിരുന്നവരാ ഇവിടെയുള്ള വലിയ പ്രബുദ്ധരായിട്ടുള്ള മലയാളി വാണക്കുട്ടികൾ. എന്നിട്ട് ഇപ്പൊ അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യണം ഇവിടെ. ഒരു നാണവും ഇല്ലാതെ. നാണാവൂലോ ഇതൊക്കെ ചെയ്യുമ്പോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ. പറഞ്ഞവരല്ലോ ഇത് ചെയ്യുന്നത്. ചെയ്യാൻ വേണ്ടി കാത്തിരുന്നവരുണ്ട്. അല്ല, അവർക്ക് നേരത്തെ തന്നെ താല്പര്യമുണ്ട്. രജനീകാന്തിനെ കാണുമ്പോഴും താല്പര്യമുണ്ട്. പക്ഷെ ഇവിടെ അവരുടെ ഗ്രൂപ്പ് കിട്ടിയില്ല. അവരൊരു 100-100 പേരായപ്പോൾ അവരങ്ങ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ മറ്റേ കളിയാക്കിയ ആൾക്കാരല്ലിത്. അതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതേ രോഗമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതേ വട്ടുള്ളവർ, ഇതേ ഭ്രാന്ത്. സിനിമ ജീവിതമാണെന്ന് പറഞ്ഞ് ഭ്രാന്തെടുത്ത് നടക്കുന്നവൻ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അവിടെയുണ്ട് ഭ്രാന്തന്മാർ, ഇവിടെയുണ്ട് ഭ്രാന്തന്മാർ, അവിടെയും ഇവിടെയും ഭ്രാന്തന്മാരുണ്ട്. എൻ്റെ പേര് ഗ്രീഷ്മ, എൻ്റെ വയസ്സ് 22, ഞാൻ കൊല്ലാൻ പോയ ചെറുക്കൻ്റെ പ്രായം 23. അവനെ കൊന്നപ്പോ എന്നെ പോലീസ് പിടിച്ച് കാത്താക്കി, എന്നെ ജയിലിലാക്കിയ സംവിധാനത്തിന്റെ പേര് നിയമം. ഒരു പാട്ടിറക്കേണ്ടി വരും. ഇങ്ങനെ പോയാ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഈ പാട്ട് വളരെ നല്ലൊരു പാട്ടായിരിക്കും അല്ലേ? എൻ്റെ പേര് ഗ്രീഷ്മ, എൻ്റെ വയസ്സ് 22, എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്, കുടിക്കാൻ തരട്ടെ ചേട്ടാ.
ദാഹിക്കണ്ടോ ഉണ്ടെങ്കിൽ പറയണേ, ഞാനിവിടെ അച്ഛൻ്റെ ഈ ഗ്ലാസ് ഇത് അങ്ങനെ മാറിക്കിടന്നു. അല്ല, അങ്ങനല്ല. എൻ്റെ പേര് ഗ്രീഷ്മ, എൻ്റെ വയസ്സ് 22, എൻ്റെ കയ്യിൽ കഷായമുണ്ട്. ഒന്നുമില്ല, കഷായത്തോട്ട് പിടിച്ചാൽ എന്തോ കഷായം, കഷായത്തിന്റെ പേരൊക്കെ ചേർത്ത് ആരിലൊക്കെ ഉണ്ടാക്കി നടക്കും. അതേപോലെ തന്നെ അതിന്റെ കരമൊക്കെ എടുത്താൽ മതി. നമുക്ക് വേണം ചെയ്യാം. അത്രേ ഉള്ളൂ. ആ പാട്ടൊന്ന് കേൾക്കണം ആദ്യം. എനിക്ക് ആ പാട്ട് കിട്ടുന്നില്ല, എനിക്ക് ഇത്ര അറിയത്തുള്ളൂ. പാട്ട് എനിക്ക് വയസ്സ് 22, എന്റെ കയ്യിൽ കഷായത്തിന്റെ കുപ്പി. അങ്ങനെയല്ല, എന്റെ ആ കഷായത്തിന്റെ പേരുണ്ടോ? കഷായത്തിന്റെ കുപ്പി ഒരെണ്ണം ചാരോൺ കൊടുത്തപ്പോ ചാരോൺ വേണ്ടി അതിനിടെ വേറെ ടീം അതിനിടെ അതൊക്കെ നല്ല ഇടപാടാ. പുള്ളിയൊക്കെ ഇവിടെ ഉണ്ടോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. അങ്ങനൊന്നും അതൊക്കെ ചെറിയ കേസ്, അതൊക്കെ വലിയ കേസാണോ? അവനൊന്നും ആരും ഒന്നും ചെയ്യുന്നു. എന്തായാലും ഗ്രീഷ്മനാണ് തൂക്കിക്കൊല്ല്. അങ്ങ് ഇന്ത്യയിലെ ഏറ്റവും ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഗ്രീഷ്മയാണല്ലോ. അല്ല, ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലേണ്ട ആവശ്യമില്ല. തൂക്കിക്കൊല്ലേണ്ട ആവശ്യം ഒരു ഈ പറഞ്ഞ പോലത്തെ നിയമ സംവിധാനത്തിന് വേണ്ട. ആരെയും തൂക്കിക്കൊല്ലണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും സെറ്റപ്പ് ചെയ്തിരിക്കണമാണ് ഇതിനു മുമ്പ്. ഈ ഗ്രീഷ്മയെ പോലത്തെ ആൾക്കാർ ഇത് ചെയ്യാതിരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഈ നാട്ടിലുണ്ടോ? എടോ, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ സാധാരണ കൊള്ളാവുന്ന രാജ്യങ്ങളിലൊക്കെ മനുഷ്യർ ഈ എന്താ പറയുന്ന വിദ്യാർത്ഥികളോട് അവരുടെ മാനസിക നിലയൊക്കെ ചോദിച്ചറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെയൊക്കെ കൗൺസിലേഴ്സും ഈ പറഞ്ഞ സൈക്യാട്രിസ്റ്റ് അടക്കമുള്ളവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല. ഇവിടെ ഈ ഭീഷണിയും പേടിപ്പിക്കലും മാത്രമല്ല, എനിക്കൊരു ഡൗട്ട്, ഈ ഗ്രീഷ്മയുടെ റോൾ മോഡല് ജോളിയാണോന്നുണ്ട്. അതുമല്ലേ ദൃശ്യം സിനിമയാണോന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്തുവാണെങ്കിലോ ഇങ്ങനത്തെ സിനിമകൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ മാർക്കോ സ്റ്റൈൽ വന്നിട്ടുണ്ട്. അല്ല, സിനിമ ഇൻഫ്ലുവൻസ്ഡ് ഫ്രം ദ സൊസൈറ്റി ഓഫ് ദ ഇന്ത്യ. പക്ഷെ എങ്കിൽ പോലും ഇത് കൂടുതൽ പേര് അറിയിച്ചിട്ട് അവർക്ക് പ്രേരണ കൊടുക്കുക രീതിയിലാണ് ചില സിനിമകൾ. ഇവിടുത്തെ സിനിമ മറ്റേ അന്ന് പറഞ്ഞ പോലെ ഈ സിനിമ കാണുന്ന ആൾക്കാർക്ക് സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്ത മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്നതെന്നാണ് രാഹുൽ ഈശ്വറൊക്കെ പറയുന്നത്. ഇപ്പൊ രാഹുൽ ഈശ്വർ മാത്രമല്ല, ഈ മറ്റേ നടിയുണ്ടല്ലോ, ആഷിഖ് കപൂറിന്റെ വൈഫ് റീമ കല്ലിക്കലൊക്കെ പറയുന്നതാ. ഇവരെല്ലാവരും പറയുന്നത് അത് തന്നെയാ. അപ്പൊ പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവര് പറയുന്നേ ഉള്ളൂ. രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ടാ പറയുന്നത്. ഇപ്പൊ റീമ കല്ലിക്കൽ പറയുന്നത് നായകൻ ചെയ്യുന്നോണ്ടാ പ്രശ്നം, അല്ലാതെ മമ്മൂട്ടി ചെയ്യുന്നോണ്ടല്ല. ഒരു സ്ത്രീയെ ഇങ്ങനെ പിടിച്ച് വലിച്ചടിപ്പിച്ച് നിർത്തിയിട്ട് 5 ഡയലോഗ് പറയുന്ന ഒരു നായക കഥാപാത്രം ചെയ്യുന്നോണ്ടോ കുഴപ്പമെന്നാണ് ഈ റീമ കല്ലിക്കൽ പറയുന്നത്. എന്നാൽ ഇപ്പുറത്തുള്ള അളിയൻ പറയുന്നത് എന്താ? രാഹുൽ ഈശ്വർ പറയുന്നത് നേരെ അപ്പുറത്തെ സൈഡിലൊന്നുണ്ടാ. ഇവിടെയുള്ള ഇങ്ങനെ ഒരു ഡയലോഗ്, സിനിമക്കകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നു, അതിന് കുഴപ്പമില്ലാത്തവൾ ഇപ്പൊ ഒരു പരാതിയായിട്ട് വരുന്നത് എന്തിനാ എന്ന് ചോദിക്കുന്ന സാധനം. ഇത് രണ്ടും ശരിയാ. അവർ രണ്ടുപേരും പറയുന്നത് ഒരേ കാര്യമാണ്. കാരണം ഈ സിനിമ കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഇത് സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത മനുഷ്യരാണ് ഇത് കാണുന്നതെങ്കിൽ അത് വലിയ പ്രശ്നമാണ്, അല്ലേ? ഞാനിപ്പോ ഇന്നൊരാളോട് സംസാരിച്ചപ്പോൾ അവൻ ഈ പറഞ്ഞ പോലെ മറ്റേ സ്ഫടികം സിനിമയിലെ മോഹൻലാലിനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാരോട് അലമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവൻ ആലോചിക്കും. സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഇന്ന് നടന്ന കാര്യം, അത് ഇന്ന് വൈകുന്നേരം നടന്ന കാര്യം. അല്ല, അതുണ്ടായിട്ടുണ്ട്. പല ഈ അടിപ്പടമൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ അടി നടക്കും. എന്താണോ ഇതൊക്കെ? പക്ഷെ അതുപോലത്തെ ഈ മോഹൻലാലിന്റെ കഞ്ഞി അടിപ്പടം കാണുമ്പോഴാണ് മമ്മൂട്ടിയുടെ. അതേസമയം മറ്റേ ഇപ്പൊ ജാക്കിച്ചാൻ്റെ ആ അടി നടക്കത്തില്ല ഇവിടെ. അത് കുറച്ച് ഓടുകയും ചാടുകയൊക്കെ വേണ്ട. ഇതാകുമ്പോ ചുമ്മാ ചവിട്ടുകയും കുത്തുകയും മുണ്ട് പറിക്കുകയും അത്രയും മതി. കുറച്ച് തെറിയും പിടിച്ച് കഴിഞ്ഞാൽ ഒരു കടിച്ചു പറയും മാന്തലൊക്കെ കഴിയുമ്പോഴത്തേനും പരിപാടി കഴിയും. നല്ല ആക്ഷൻ പടം ഒന്നും കണ്ടാൽ കുഴപ്പമുണ്ടാകത്തില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ രണ്ട് കൂട്ടരും പറയുന്ന ഒരേ സാധനം എന്ന് പറയായിരുന്നു. റീമാക്ക് അല്ലെങ്കിൽ പറഞ്ഞതും ഒരേ കാര്യമാണ്. അതെ അതെ അതെ, ബോധമില്ലാത്ത മനുഷ്യരാണെന്നാ പറയുന്നത്. ഈ ബോധമില്ലായ്മ ഇത്രയുള്ള മനുഷ്യരുടെ ഇടയിലോട്ട് സിനിമയൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോ മാർക്കോ പോലത്തെ സിനിമ കണ്ടിഞ്ഞ് ഇവിടെ എന്താണോ കാണിക്കാൻ പോണേ, പേടിയാവുന്നു ആലോചിച്ചിട്ട്. ആടെങ്കിലൊക്കെ ചെവിടൊക്കെ കടിച്ചു പറിച്ചോണ്ട് പോകും. പലരുടെയും ചെവി നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവരും ചെവി ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ തിരിച്ച് ഗ്രീഷ്മയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാതെ തന്നെ അറിയോ, ടെസ്റ്റോസ്റ്റെറോണും സാമൂഹ്യനീതിയും
ഒരു പ്രബന്ധത്തിലുള്ള സാധനമുണ്ട് ശരിക്കും. ശരിക്കും കൊള്ളാം, അത് നല്ല രസമുണ്ട്. കാരണം എന്നാ അറിയോ, സാമൂഹിക ഈ രീതിക്ക് ഇവിടെ ഒരു തെറ്റായ രീതിയിൽ പല രീതി സാധനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെ വല്ലാണ്ടങ്ങ് അവഗണിച്ചിട്ട് ഇത് വേറെന്തോ ആണ്, ഇതങ്ങനെയല്ല, ഇതാരോ കരുതി കൂട്ടി ചെയ്ത പോലെ. അത് ശരിയല്ല, ഇത് കരുതി കൂട്ടേണ്ട ആവശ്യമില്ല. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന സാധനം ആക്ട് ചെയ്യുന്ന ഈ രീതിയിലാണെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തയ്യാറല്ല. അല്ല, അതെ അങ്ങനെയാന്ന് പറയത്തില്ല, അത് പഠിച്ചെടുത്ത പോലെ മനഃപൂർവ്വം ഉള്ള പോലത്തെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്തോ മനഃപൂർവ്വം ഈ ആണുങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ടോക്സിക് ആകുന്നതാണ്. അങ്ങനെയാണ് ആക്ച്വലി. പക്ഷെ ഒരു എന്താ പറയാ, ഒരു ടോക്സിസിറ്റി ഇതേപോലത്തെ ട്രൈറ്റ്സ് ഈ പറഞ്ഞ പോലെ ഈ മസ്കുലിനിറ്റിയിലോട്ട് വരാം. അല്ലല്ല, ഈ പറഞ്ഞ ഹോർമോൺ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അത് മാറ്റാനൊന്നും പറ്റത്തില്ല. അത് മാറ്റാൻ ശ്രമിക്കുന്നതോടെ അതിന് പ്രശ്നം കൂടത്തേ ഉള്ളൂ. അങ്ങനെ ഒരാളെ മാറ്റിയെടുക്കുന്ന മരുന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ മാറണമെങ്കിലേ മരുന്ന് കൊടുക്കേണ്ട വരും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് ഈ അതിനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. സാമൂഹ്യ ബോധം എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, ഇപ്പൊ ജനാധിപത്യ ബോധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒന്ന് നേർപ്പിക്കപ്പെടും. നമ്മൾ പറഞ്ഞു വരുന്നതിനകത്തൊരു പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ഈ ടോക്സിക് ആയിട്ടുള്ള സാധനത്തിനെ പറ്റി അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അടിച്ചമർത്തലും ഈ പറഞ്ഞ പോലെ എക്സ്പോഷർ കൂടുതൽ ആണെങ്കിൽ കിട്ടുന്നതിനകത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ ടോക്സിസിറ്റി രണ്ടുപേർക്കും ഒരുപോലെ. പാസീവായിട്ട് സ്ത്രീകൾ മോശമൊന്നുമല്ല, മാനസികമായിട്ട് പീഡിപ്പിക്കും. പുരുഷന്മാര് ഈ പറഞ്ഞ സ്ത്രീകൾ പീഡിപ്പിക്കുന്നുണ്ടെന്ന് ഇല്ലടോ പറഞ്ഞില്ല. സ്ത്രീകളുണ്ടല്ലോ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, നല്ലപോലെ പിടിപ്പിക്കുന്നു. അതായത് തന്നെക്കാ വീക്കായിട്ടുള്ള ഒരു സാധനത്തിനെ എല്ലാരും പീഡിപ്പിക്കും. അത് ആ ബോധം ഇല്ലാത്തവർ പീഡിപ്പിക്കും. അത് മനുഷ്യന്റെ അത് ഈ പറയുന്ന ബേസിക് സ്വഭാവത്തിൽ പെടുന്ന സാധനം. അത് ഇപ്പോഴോ അല്ല, ഞാൻ ഇവിടുന്നല്ലോ എനിക്ക് ലൈറ്റ് വെച്ചായിരുന്നു. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ശരിയാക്കി തരാം. ആരോട് പോകും? ഒന്നോ രണ്ടോ മൊബൈലുണ്ടല്ലോ, ലൈറ്റ് അവരവരടിച്ചാൽ മതി. ഞാൻ തന്നെ മോന്തയ്ക്ക് അടി. ഓക്കെ, എൻ്റെ മോന്തയ്ക്ക് അടിച്ച് നോക്കട്ടെ. ശരി, മോന്തയ്ക്ക് അടിക്കുക. ഇത്രയും പോരെ. ഇതിനകത്ത് എവിടെ ഇതിന് വേണോ? അത് അതിന് ആവശ്യമൊന്നുമില്ല, ഇരിക്കട്ടെ. അങ്ങോട്ട് തിരിച്ചു വെക്ക് ലൈറ്റ്. നേരെ കണ്ണിലോട്ടാണോ? ഇതോ അതോ ഇതോ? ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കാം. അങ്ങനെയാണ്. അതെ, ബാക്ക്ഗ്രൗണ്ട് കണ്ടേ, എല്ലാം ലൈറ്റ് എല്ലാം സെറ്റ് ആയിട്ട്. ഈ സാധനം കറക്റ്റ് മോന്നൊക്കെയാണോ അടിക്കുന്നത്? എന്റെ മുഖത്തല്ലേ ഇപ്പൊ കറക്റ്റ് ആയി. ഇത് കണ്ട് ഇതെങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല. എനിക്കാ കുറച്ച് ബെറ്റർ എന്ന് തോന്നുന്നു. എനിക്ക് സൗന്ദര്യം കൂടുതലായതുകൊണ്ട് തനിക്ക് ഈ ലൈറ്റ് മതി. എനിക്കെല്ലാം അറിയാം. തനിക്ക് താൻ എല്ലാം തികഞ്ഞൊരു എല്ലാം തികഞ്ഞ ആളായതുകൊണ്ട് എനിക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ തനിക്ക് പഠിച്ചു വരണം. ഞാൻ കാണിക്കുന്ന കണ്ട് പഠിച്ചാൽ ഞാൻ പഠിച്ചോണ്ടിരിക്കണം. ഞാൻ കണ്ടില്ലേ, ഞാൻ അതുപോലെ തന്നെ പഠിക്കണം. കണ്ടോ, ശരിയായിക്കോളും. ഇത് എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ പഠിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ പഠിച്ചോണ്ടിരുന്നേ. ഒരു മൊബൈൽ അങ്ങോട്ട് മൈക്കോ? ഇത് മൈക്കിന്റെ ഓപ്പറേഷൻ ഭയങ്കര ആചാരങ്ങളുടെ ആചാരങ്ങൾ അങ്ങനെയാണോ? എന്തിനാന്നൊന്നും അറിയൊന്നുമില്ല, അങ്ങ് ചെയ്യാണ് എന്ന് പറഞ്ഞ പോലെ. എടേ, അപ്പൊ ഞാൻ പറഞ്ഞത് കാര്യം എന്നാ അറിയോ, ഈ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് അടിച്ചമർത്തലിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം പറ്റിയേക്കുന്നത് എവിടെയാണെന്നറിയോ ഇവരുടെ, അതായത് ഒരു 30 വയസ്സ് ഒരു ആയുസുള്ള ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് അകലെ ആയിട്ടില്ല, ശരിക്കും ഒരു 70 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ഈ ആയുർവേദ 100 ആയിട്ടുള്ളൂ. അതിനു മുമ്പ് തൊട്ട് ഇതുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കര വലിയ കള്ളത്തരമാണ്. കാരണം ഈ 30 വയസ്സിനിടയിൽ തനിക്ക് എന്തു ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ല. സ്നേഹിച്ചോ പ്രേമിച്ചോ പോലും തീർക്കാൻ പറ്റത്തില്ല, പ്രസവിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതിനിപ്പോൾ ആള് തട്ടിപ്പോവും. അന്ന് അതുകൊണ്ട് ഒത്തിരി കരയുന്നായിരുന്നു, നെഞ്ചും തല്ലി കരയും. കാരണം നമ്മളെ ആ ഒരു താനെന്ന് വെച്ചേക്കും 30 വയസ്സേ പ്രായമുള്ളൂ, അല്ലെങ്കിൽ 32 വരെ ശരാശരി മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുള്ളൂ. പിന്നെ വളരെ കുറച്ച് പേര് 100 എത്തിയവനും 50 എത്തിയവനും ഒക്കെ ഇരിപ്പുണ്ടാവും അവിടെ ഇത് കാണാനായിട്ട്. അപ്പോൾ ഒന്നാമത് കൊച്ചു പിള്ളേർ അവരുടെ അപ്പം മരിച്ചു പോകുന്നു, അത് കഴിഞ്ഞ് എൻ്റെ അമ്മ മരിച്ചു പോകുന്നു. പിന്നെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഒത്തിരി പേര് മരിച്ചു പോകും. ഈ ജനിച്ച് കൂടുതൽ പ്രസവിക്കുന്നുണ്ടാകുന്നു, പക്ഷെ അത്രയും തന്നെ മരിക്കുന്നുമുണ്ട്. ഇപ്പം അത്രയും പ്രസവിച്ചില്ലെങ്കിലും ജനസംഖ്യ വല്ലാണ്ട് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഒറ്റ കാരണം ഈ ആയുർദൈർഘ്യം കൂടിയതും ഈ മെഡിക്കൽ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ് കൊണ്ടുണ്ടായതാണ്. അതിനു മുമ്പ് ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അടിച്ചമർത്താൻ ചിന്തിക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം അത്. അതിനകത്ത് ഒരു സൊസൈറ്റിയോ അല്ലെങ്കിൽ എങ്ങനെ വന്ന സിസ്റ്റം ആണെങ്കിലും
ആ സിസ്റ്റം അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല അവരെ കൊണ്ട്. അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിസ്റ്റത്തെ പറ്റി. ഒരു സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ ഒരു ജെൻഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നും, അല്ല ജെൻഡറിനെ ഈ ജെൻഡറിനെ ഇങ്ങനെ കൊടുക്കേണ്ട പണിയാണെന്നുള്ളതൊന്നും മനസ്സിലാക്കിയിട്ടല്ല എന്ന് അവർ ചെയ്തത്. അവരവർക്ക് പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം അവർ ചെയ്തതാണ്. മനസ്സിലായി? എന്തിനാ? സർവൈവൽ. അവിടെ സർവൈവലൊക്കെയാണ് പ്രശ്നം, അല്ലാതെ അവിടെ ജെൻഡറും ഗിൻഡറും ഒന്നും ഇന്നത്തെ പോലെ ഇല്ല. അപ്പോൾ അത് സംഭവിച്ചേക്കുന്നത് കൂടി വന്നൊരു 100 വർഷത്തിനിടയിലാണ്. പക്ഷെ വാദം വീണ്ടും വരുന്ന പ്രശ്നം പറ്റിയത് എവിടെയാണെന്നറിയോ? ഈ റിലീജിയൻ ഹോൾഡ് കിട്ടിയ സമയത്താണ് ഇത് കുറച്ചും കൂടി റിലീജിയസ് ആക്കിയില്ലേ. ഇത് റിലീജിയനായിട്ട് പ്രത്യേകിച്ച് ബന്ധം ഉണ്ട്. എങ്ങനെയാണെന്നറിയാം, നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരു ചെറുക്കനും പെണ്ണും കൂടെ ഒക്കെ ജീവിതമില്ലേ, അതിങ്ങനെ ഈ കൃഷി സ്ഥലമൊക്കെ കഴിഞ്ഞ് വന്നല്ലോ, അല്ലെ മറ്റേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും മറ്റതെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഈ റിലീജിയൻ കയറി ഹോൾഡ് എടുക്കുന്നൊരു സമയമുണ്ട്. അപ്പോഴാണ് ഇവർ ഈ മറ്റേതൊക്കെ എഴുതി വെച്ചേക്കുന്നത്, ഇങ്ങനെ പുരുഷനടിമപ്പെട്ട് ജീവിക്കേണ്ടവളാണ് പെണ്ണ് എന്നൊക്കെ പറഞ്ഞ സാധനം അവിടെ എഴുതി വെച്ചത് വർഷങ്ങൾക്ക് മുമ്പേ ചെയ്തതാണെങ്കിലും പലയിടത്തും ഇത് ഈ രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും വർക്ക് ആകുന്നുണ്ട്. അവിടെ ഈ പ്രശ്നം ഇരിക്കുന്നത് ഇതിന്റെ ഈ സംഭവം കഴിഞ്ഞുപോയി. അന്നത്തെ ഒരു തൊഴിലില്ല, അന്നത്തെ പ്രകൃതിയില്ല, അന്നത്തെ വസ്ത്രമില്ല, അന്നത്തെ സ്പീഡല്ല, അന്നത്തെ കമ്മ്യൂണിക്കേഷനും അല്ല നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ പണ്ടാരം പിടിച്ച പുസ്തകം എടുത്തുകൊണ്ട് വന്നത്തെ ഈ പ്രശ്നം ഇരിക്കുന്നത്. അല്ലാതെ വേറെ ഒരു രീതിയിലൂടെ പ്രശ്നമില്ല. ആണും പെണ്ണും തമ്മിലും പ്രശ്നമില്ല. പക്ഷെ ഈ ബുക്ക് പിടിച്ച സ്ഥലത്തെല്ലാം പ്രശ്നമുണ്ട്. അത് കളഞ്ഞാൽ ഈ പ്രശ്നം മാറും, അല്ലാതെ ഇത് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഇത് മാറുന്നതിൻ്റെ കാരണം അവർ ആ റിലീജിയൻ എടുത്ത് കളഞ്ഞുകൊണ്ട്. അത് ഇവിടെ കിടന്നുകൊണ്ട് ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം റിലീജിയന്റെ ഹോൾഡ് ഇരിപ്പുണ്ട് അവിടെ. റിലീജിയസ് ആണ് ഇവിടെ എല്ലാം, അതുകൊണ്ട് നടക്കത്തില്ല. ഇവിടെ അത് അത്ര പോസിബിൾ അല്ല. അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. അല്ലാതെ അതിന് വേണ്ട ജെൻഡറിനെ പറ്റി പറയുമ്പോൾ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ സാധനം പോയാലേ അത് പോകത്തുള്ളൂ. ജെൻഡർ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഡെമോക്രസി. ജനാധിപത്യം സംസാരിക്കണം. ജനാധിപത്യം സംസാരിക്കുമ്പോഴാണ് ജെൻഡറിന് സ്പേസ് ഉള്ളൂ. ഇതിനു മുമ്പില്ല. അല്ല, ഈ ഡെമോക്രസി ഉണ്ടാകുന്നതിന് മുമ്പ് പോലും ഈ ജെൻഡർ പ്രശ്നം ഇല്ല. ജെൻഡർ പ്രശ്നം ഉണ്ടാക്കാനുള്ള ആയുസില്ല ആളുകൾക്ക്, സമയവും ഇല്ല. കാരണം സ്ത്രീ പ്രസവിച്ചേ വരത്തുള്ളൂ. പ്രസവിക്കുന്ന സ്ത്രീയുടെ കുഞ്ഞ് വളർന്നു വരാൻ ഒരു 3-4 വയസ്സ് വരെ അത് തോളത്തൊക്കെ ഇരിക്കുന്നൊരു ജീവിയാണ്. അതിന് നടക്കാനൊന്നും പറ്റത്തില്ല. പട്ടിയും പൂച്ചയും പ്രസവിച്ച് എഴുന്നേറ്റ് ഓടുന്നു പറഞ്ഞ് ഇത് ഓടത്തില്ല. അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ച് 5-10 പ്രസവമുണ്ട്. ഒരു 18-ാമത്തെ വയസ്സിൽ പ്രസവിച്ച് തുടങ്ങി 25-ാമത്തെ വയസ്സിൽ പെണ്ണ് ചിലപ്പോൾ മരിച്ചു പോകും ഇത്രയും പ്രസവിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ പെണ്ണിനെ പുറത്തിറങ്ങാൻ സമയം കിട്ടത്തില്ല. ഈ 5 കുഞ്ഞുങ്ങളെയും കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ നടപ്പൊന്നുമല്ല. എവിടെ ആണെങ്കിലും ഏത് രീതി ജീവിച്ച സാഹചര്യത്തിൽ ജീവിച്ച മനുഷ്യനാണേലും ഈ ആന കൂട്ടം നടക്കുന്ന പോലെ പോവുകയാണെങ്കിലും സാഹചര്യത്തിലേ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഈ ഒരു സെഞ്ചുറിയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പ്രസവിക്കണോ വേണ്ടെന്നൊക്കെ ഉള്ള ഒരു സ്ത്രീക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളുള്ളത്. അന്നതില്ല, അന്ന് അറിയില്ല. ഇത് എനിക്ക് ഞാൻ ചോദിച്ചോട്ടെ, ആലോചിക്കുക അന്നൊക്കെ എത്ര ലെസ്ബിയൻസിനെയൊക്കെ ഈ പിടിച്ച് കെട്ടിച്ചുവിട്ടുണ്ടാവും. പണ്ട് കാലത്ത് ലെസ്ബിയൻ ആണോ അല്ലയോന്നൊന്നും അവർക്ക് അറിയാവുന്ന ഒരു സംശയമുണ്ട് എനിക്ക്. കാരണം ഈ പ്രത്യേക അവസ്ഥയിലൊക്കെ ഇങ്ങനെ സെക്സ് എന്നൊക്കെ പറയുന്ന പോലും മൃഗങ്ങളെ പോലെയൊക്കെ ആയിരുന്നിരിക്കാം. കാരണം ഞാൻ ചോദിച്ചോട്ടെ, ഇത് കൊച്ചിന്റെ അപ്പൻ എന്ന് പറഞ്ഞ സാധനം വരുന്ന സ്ഥലമില്ലേ, എന്നാ ഇവർ അറിഞ്ഞത് ഇത് അപ്പൻ ഇന്നപ്പൻ്റെ കൊച്ചാന്നുള്ളത്? അതെപ്പോഴാ വന്നേ? അത് അറിയുന്ന എപ്പോഴാ? അതൊക്കെ അതും എല്ലാം കൂടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ സംഭവം ഇല്ല, മനുഷ്യനകത്ത് ഇല്ലാത്തൊരു സംഭവം. ഇത് പിന്നെ ഇത്രയും ആയിക്കഴിഞ്ഞപ്പോൾ എവിടെ പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഈ റിലീജിയൻ ഈ സാധനത്തിന് അടിച്ചമർത്തി. സ്ത്രീയെ അടിച്ചമർത്തിയ സമയം ലാസ്റ്റ് സ്റ്റേജിലാണ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോഴും വിടാതിരുന്ന കുറേ ടീമുണ്ട്. ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് വന്നു, അവർക്ക് എക്സ്പോഷർ വേണ്ട സമയത്ത് പോലും അടിച്ചമർത്തി പിടിച്ചു വെച്ചെടുത്ത് രാജ്യം തന്നെ പുരോഗമിച്ചിട്ടില്ല. ഒരു കാര്യമുണ്ട്, ഈ പെൺകുട്ടികളെ വിദ്യാഭ്യാസം അവര് നേടുന്നതിന് ആ സ്റ്റേജിലാണ്. അല്ല, ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നത് ഓക്കെ ആണെന്നുള്ള പോലെ, അതായത് എന്തായാലും കെട്ടിച്ചുകൂടാണ്, പഠിക്കട്ടെ, അങ്ങനെയാണെങ്കിലും പഠിപ്പിച്ചു, മനസ്സിലാവോ? അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ച് പിന്നെ അവര് ഇൻഡിപെൻഡന്റ് ആവുന്ന സീനായി. അതായത് വേറെ രാജ്യങ്ങൾ കഴിഞ്ഞാന്ന് ഇവിടെ ഈ റിലീജിയൻ പ്രശ്നമുള്ളതുകൊണ്ടാണ്. ഞാൻ ഇവിടുത്തെ കാര്യം പറയണത്, ഞാൻ ഇന്ത്യയിലെ കാര്യം പറയണം, കേരളത്തിലെ കാര്യം പറയണം. ഇവിടെ ഈ സാധനം ഓക്കെ ആയി വരാനെടുത്തൊരു സമയമുണ്ട്. അപ്പൊ വേറൊരു കാര്യം കൂടി ഉണ്ടാച്ചു, അതായത് ഈ ഇന്റർനെറ്റിന്റെ ഒരു വരവ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഒറ്റ കാര്യം, അതായത് ഈ പറയുന്ന യാതൊരു ജനാധിപത്യ ബോധവും ഇല്ലാത്ത മനുഷ്യരുടെ ഇടയിലോട്ട് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെ ഇൻഫർമേഷൻസ് വരികയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് തോന്നും ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ ലോകത്ത് നടക്കുന്നത്, എന്നാൽ പിന്നെ ഇത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ കയറി കഴിഞ്ഞപ്പോഴേക്കും ഇത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് നടന്ന സംഭവത്തിനകത്തുള്ള കുഴപ്പം എന്നറിയോ, ഇത്രയും അഡ്വാൻസ്ഡ് ആയി വന്നു, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് വന്നു, സ്ത്രീകൾക്ക് തൊഴിലെടുത്തേ പറ്റത്തുള്ളൂ, അല്ല രാജ്യം പുരോഗമിക്കത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഈ രാജ്യത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ടാസ്കിൽ ഭയങ്കര പ്രശ്നം പിടിച്ച ടാസ്ക് ആണെന്ന് എവിടെയാണെന്നറിയോ, നാച്ചുറലി എന്താ പറയുക, കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന
കോലാകാലങ്ങളായിട്ട് അതേ പാറ്റേൺ പിന്തുടർന്ന് വന്ന 2 കുട്ടികളെ വെച്ച് നിർത്തേണ്ട സാഹചര്യത്തിൽ പോലും 4ഉം 5ഉം വീണ്ടും പ്രസവിച്ച അവസ്ഥയിൽ ജീവിച്ച ആൾക്കാരെ പിടിച്ചുകൊണ്ട് പിന്നെയും പുറത്തിറക്കാൻ പാടാ. മനസ്സിലായോ? അത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ആ സ്ത്രീയെ വേണം പൊക്കി കൊണ്ടുവരാൻ ഇവിടെ. അതത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. മറ്റേ ആണുങ്ങളൊക്കെ അപ്പോഴും പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ ആണുങ്ങളാണേലും ഇവിടെ വേറെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അവർ ഇടയ്ക്ക് കയറി പഠിച്ചൊരു സംഭവം ഉണ്ടല്ലോ, ഈ ലാസ്റ്റ് ബുക്ക് ഭയങ്കര വലിയ ബുക്കാന്ന് വിചാരിച്ചാൽ, അല്ലെ ഏറ്റവും വലിയ സ്ഥാപനമാണെന്ന് വിചാരിച്ച് സ്ഥാപനത്തിൽ പഠിപ്പിച്ചതും തെറ്റാ. അതിനകത്തൊന്നും ഇവരിപ്പോഴും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. അവിടെ കിടന്ന് എന്തോ പറഞ്ഞാലും നടക്കത്തുമില്ല. ഇപ്പം ഇത്രയും നടക്കുന്നത് ഈ പറഞ്ഞ പോലത്തെ ഇൻ്റർനെറ്റ് വന്നപ്പോഴാണ്. അതിന് മുമ്പ് ഇതും അറിയത്തില്ല ആളുകൾ. എന്നിട്ട് അതിനിടയിലാണ് ഈ ജെൻഡർ വാർ പോലത്തെ സാധനം ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നതെന്ന് പറയുന്നിടത്ത് തെറ്റുകൾ. അന്നൊന്നും ഇങ്ങനെയല്ല. സ്ത്രീയും പുരുഷനും ഉണ്ടോന്ന് പോലും അവർക്ക് അറിയത്തില്ലായിരിക്കും. പരിപാടികളെല്ലാം റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ചാനലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മതത്തിന്റെ ജാതിയുടെ ഒക്കെ മൊത്തത്തിൽ പോകണം. ഈ സാധനം ഇവിടുന്ന് മിനിമം എവിടെ തലയ്ക്കകത്ത് കയറരുത്. ഈ പറയുന്ന നമ്മുടെ ഒരു എന്താ പറയുന്ന ഗവേണിംഗ് സിസ്റ്റത്തിനകത്ത് എങ്കിലും മിനിമം റിലീജിയൻ ഉണ്ടാവാൻ പാടില്ല, കാസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അത് വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നവരെ ജാതി അടിസ്ഥാനത്തിലാന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലാന്ന് പറയുന്ന നാട്ടിൽ നമ്മൾ ഈ പറയുന്ന ഇക്വാളിറ്റിയെ കുറിച്ചൊക്കെ എന്ത് സംസാരിക്കാനാണ്? മറ്റൊരു വാദം ഉള്ളത് പരിണാമപരമായിട്ട് മനുഷ്യർക്ക് ഇപ്പം നേരത്തെ താൻ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഏത് ഈ എന്താണ് സർവൈവൽ. ഇവിടെ ഈ ജെൻഡർ ഇക്വാളിറ്റി പറയുന്നവർക്കൊക്കെ റിലീജിയസ് ബിലീഫ് ഉള്ള ആൾക്കാരാ, ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നവര്. അതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഇക്വാളിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കും. ഓടെ സാരിയൊക്കെ കൊടുത്തോളൂ, കുറിയൊക്കെ തൊട്ട് വരും, തട്ടൊക്കെ ഇട്ട് വരുന്ന ഫെമിനിസ്റ്റുകളൊക്കെ ഇക്വാലിറ്റിക്കാരുണ്ട്. ഫെമിനിസ്റ്റ് അയ്യോ അതൊന്നും പറ്റത്തില്ല. അങ്ങനെ അല്ലത്. എവിടെ വരെ പോവാനാ? എന്ന വേറൊരു കാര്യമുണ്ട്, ഈ തട്ടം ഇടണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എന്നോട് ഇടരുതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടാനുള്ള റൈറ്റും ഉണ്ട്. അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് ഇപ്പൊ എന്നോട് ഇടരുതെന്ന് പറയാണ്, ഇപ്പൊ എന്നോട് ചുറ്റുപാട് റൈറ്റ് ഇല്ല. അല്ല, അങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് ഇപ്പൊ എന്നോട് ഇടരുതെന്ന് അങ്ങ് പറയാന്ന് വിചാരിച്ചോ. ഇപ്പൊ പൊതുസമൂഹം മൊത്തത്തിൽ പറയാണ് നീ തട്ടോട്ട് കിടക്കണം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടോട്ട് നടക്കണമെങ്കിൽ എനിക്ക് നടക്കാം. അതിനൊക്കെ നമ്മുടെ കൊറിയ അത് അയ്യോ. അപ്പൊ ഇവര് ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ സർവൈവൽ എന്ന് പറഞ്ഞൊരു സാധനം പറഞ്ഞല്ലോ, അതാണ് മനുഷ്യന്റെ സർവൈവൽ. മനുഷ്യനെ സർവൈവ് ചെയ്യാൻ നിലവിലെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ജനാധിപത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞ അതല്ല, ഞാൻ പറഞ്ഞ അവിടെ അല്ല. ഇക്വാളിറ്റി തന്നെയാണ് കാലം തൊട്ട് ഇന്ന് വരെ സർവൈവലാ. ഇന്നത്തെ സർവൈവലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രസവം കുറച്ചിട്ട് ആ സ്ത്രീ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ 2 ആണും പെണ്ണും എല്ലാം തുല്യരായിട്ട് വർക്ക് ചെയ്തേ രക്ഷയുള്ളൂ. അവിടെയാണ് ഈ കിടന്ന് വലിയുന്നത്. അതിനിടയിലാണ് മറ്റേ പേഴ്സ്പെക്റ്റീവ്, ഏതാ എന്തും ആരാണ്ട് മനഃപൂർവ്വം ചെയ്ത പോലത്തെ ഒരു സാധനം. ആരുടെയൊക്കെ കുറ്റമാണ്. എനിക്ക് കുറ്റം പറഞ്ഞാൽ നടക്കത്തില്ല. ആ കുറ്റം ഇല്ല ഇവിടെ. ഒരു സമയത്ത് ഞാൻ ഈ ആളുകൾ സംസാരിക്കുന്നത് കേട്ടിട്ട് പലരും എനിക്ക് തോന്നിയതേ, ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഒരു ആണായിട്ട് ജനിച്ചു പോയത് പോലെ ഒരു കുറ്റമായി പോയോ എന്ന് തോന്നിപ്പോയായിരുന്നു ഒരു സമയത്ത്. അതെന്നറിയോ, ഇങ്ങനത്തെ രീതി നമ്മൾ അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇതിനകത്ത് ഇവരെല്ലാരും താൻ എടുത്തു വെച്ച് നോക്കിയോ, ഇവർ ടെസ്റ്റോസ്റ്ററോൺ സംസാരിക്കുന്നില്ല. ഇത് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബയോളജി അവർക്ക് ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഫെമിനിസം എടുത്തിട്ടുള്ള ആൾക്കാർ പ്രശ്നം. അവര് കൊണ്ടുവരുന്ന ട്രാക്ക് മാറ്റി വിട്ടേക്കുന്നത്. ഈ ഇങ്ങനെയൊന്നും അല്ല ഈ പരിപാടി നടക്കേണ്ടത്. ആരും അതിനകത്ത് ഒരു ഉത്തരവാദിത്വം എടുക്കേണ്ട ആവശ്യം. ക്യാൻസൽ കൾച്ചറും ഇടപെടാതിരിക്കുക, ഇപ്പൊ താനുമായിട്ട് ചേർന്ന് പോകില്ല. അപ്പൊ താൻ പിന്നെ വേറെ കാര്യം ഇവർ ഒഴിവാക്കുന്നതിന് ഒറ്റ കാര്യമാണ്. ഇപ്പൊ താൻ ഫെമിനിസത്തെ വിമർശിക്കുന്ന ആളാന്ന് വിചാരിക്കാം, താൻ ഫെമിനിസത്തിന് എതിരാണ്, ആ ഐഡിയോളജിക്ക് എതിരാണെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഈ പറയുന്ന ഐഡിയോളജിക്ക് എതിരായിട്ടുള്ള ആളോട് സംവദിക്കാതിരിക്കുക, അയാളെ ക്യാൻസൽ ചെയ്യാന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയുണ്ട്. അത് ഇവിടെ മാത്രമല്ല, എല്ലാ പരിപാടിയിലും ഉണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അത് കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞത് എന്തൊരു ജനാധിപത്യ വിരുദ്ധമാണത്, മനസ്സിലാവണോ? ഇപ്പൊ ഒരു താൻ ഈ ജനാധിപത്യം ഇക്വാളിറ്റിയും പറയുന്നവർ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാ? ചർച്ച ചെയ്യും, ഡിസ്കഷൻസ് നടക്കണം. ഭൂമിയിൽ ഈ ലോകത്ത് മുഴുവൻ കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള അങ്ങനെ ചർച്ച ചെയ്തിട്ട് തന്നെയാണ്. ചർച്ചയും വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാവും. എന്നിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഒരു പുതിയൊരു സാധനത്തിലേക്ക്. പിന്നെ വേറെ സാധനം വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ മനസ്സിലാകാതെ പോയ വേറെ സാധനമാണ് ഈ സൈക്കോളജിയും സൈക്യാട്രിയും. ഈ സംഭവത്തിനെ കൂടി ഇതിനകത്തോട്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്യാട്രിക്കായിട്ട് ഓരോരുത്തരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിനകത്ത് സ്ത്രീ പുരുഷ വ്യത്യാസമല്ല ഉള്ളത്. ഈ പറഞ്ഞ ഹോർമോൺ വെച്ച് നോക്കിയാലുണ്ട്. അതേസമയം സൈക്യാട്രി വരുമ്പോൾ എങ്ങനെയാണ്? സ്ത്രീക്കും പുരുഷനും പ്രത്യേക സൈക്യാട്രി ഉണ്ടോ? ഫിസിയോളജി ശരിയാ ഇങ്ങനെ ഇരിക്കും.
അവർ ഈ കണ്ട രൂപത്തിനകത്ത്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. രൂപം ഒന്ന് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ ശരീരത്ത് ഇതിൻ്റെ അളവ് കുറഞ്ഞു പോകാം, കൂടിപ്പോവാം. ഇത് മാറി മറിഞ്ഞും കൂടെ നിൽക്കുവോടോ. ഇത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുമെന്ന്. ഒരു പ്രായം കഴിയുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോയി. അപ്പൊ എന്ത് ഈ ആണും പെണ്ണും എന്നൊക്കെ പറഞ്ഞു ഇവർ ഇത് തന്നെയല്ലേ ഈ ട്രാൻസിന്റെ കാര്യത്തിൽ പറയുന്നതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ മാറിപ്പോയ ആൾക്കാർ ഇപ്പം മാത്രം ഉണ്ടായതൊന്നുമല്ല, അത് പണ്ടേ ഉണ്ട്. എന്ന് മനുഷ്യനുണ്ടായ അന്ന് തൊട്ടേ ഇതുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത് മിക്സ്ഡ് ആയിട്ട് തന്നെയാണ് പണ്ട് നടന്നുകൊണ്ടിരുന്നത്. മനസ്സിലായി? ഇത് ആ ഒരു ഏരിയയിലാണ് അല്ലടോ. ഞാൻ വേറൊരു കാര്യം അല്ലല്ല അവിടെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവരിതൊക്കെ കണ്ടെത്തി. എന്നിട്ട് ഒരു പ്രത്യേക സമയം തൊട്ട് ഞാൻ ഈ പറഞ്ഞ റിലീജിയസിൻ്റെ ഓൾഡ് അവർ ഈ പറഞ്ഞ പോലെ ആ ബുക്കിനകത്തുനിന്ന് പഠിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ ആക്കണം എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ. ആ ഒരു കാലം വളരെ പുതിയതാണ്. അതിന് മുമ്പ് ഇപ്പോൾ ഇത് മിക്സ്ഡ് ആയിട്ട് വെറുതെ കറങ്ങി നടക്കുക എല്ലാവരും കൂടെ. അതിനകത്ത് ഗേയോ ലെസ്ബിയനോ എന്നൊന്നും അറിയത്തില്ലായിരിക്കും. ആർക്കോ തോന്നി എന്തൊക്കെയോ ചെയ്തു. ഒരാൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഓറിയൻറ്റേഷൻ അയാൾ അതുവഴി പോകുന്നുണ്ടാവും, അവരതുവഴി സെക്സ് ചെയ്യുന്നുണ്ടാവും. ചിലടത്ത് ആരോ എതുവഴിയോ പോയപ്പോൾ എന്തൊരു കൊച്ചും ഉണ്ടാവുന്നുണ്ടാവും. ഇതിങ്ങനെ വയറ് വെക്കുന്നൊരു സാധനമാണ്. ഈ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യണം സാധനം മനസ്സിൽ കിടപ്പുണ്ട്. മനസ്സിലല്ല, ഈ ജനറ്റിക്കലി കോഡഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് പ്രൊട്ടക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നെക്സ്റ്റ് ജനറേഷനാണ് ഏറ്റവും വലിയ കാര്യം. ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് പോകുമ്പോൾ അത് പെണ്ണിൻ്റെ അല്ലാതെ ഇവന്മാർക്ക് അറിയത്തില്ല ഇതിനകത്തുനിന്നാണോ അത് പോയെന്നൊന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നവരൊന്നും അല്ല എന്നുള്ളത്. ആർക്കറിയാം എങ്ങനെ റീപ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരുന്നതെന്ന്. എല്ലാം എന്തൊക്കെയോ കാണിച്ചപ്പോൾ ഈ ഇതിനകത്തുനിന്ന് വരുന്നൊരു സാധനം ഇത്. അത് പെണ്ണിന് മാത്രമേ ഉള്ള കഴിവ്. അതുകൊണ്ടാണ് മച്ചിപ്പെണ്ണൊക്കെ വന്നത്. മനസ്സിലായോ? പെണ്ണിന് കഴിവില്ലെങ്കിൽ ആണ് പ്രസവിക്കാത്തതെന്നുള്ളൊരു സാധനം അവസാനം ഈ ഇതിനകത്തുനിന്ന് ഈ ആണിനാണോ പെണ്ണിനാണോ മുട്ട എന്തോ ബീജം എന്തോ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഈ സാധനം മാറുന്നത്. അതിന് മുമ്പ് വരെ മച്ചിപ്പെണ്ണ. അതായത് പെണ്ണിന് പ്രസവിക്കാൻ കഴിവില്ലെന്ന് പറയാം. മച്ചിയ. അതേസമയം അവളുടെ മാത്രം കുഴപ്പമാണ്. അതേസമയം ഇതുള്ളത് അവളുടെ മാത്രം ക്രെഡിറ്റുമാണ്. അല്ലാതെ ആണുങ്ങൾക്ക് അതിനകത്ത് ക്രെഡിറ്റ് വരുന്നത് ഈ സാധനം മനസ്സിലാക്കുന്ന മനുഷ്യൻ വരുമ്പോഴാണ്. അതിനു മുമ്പ് ഇത് മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ അന്നോട്ട് നോക്കണ്ട അങ്ങോട്ട്. ആ കാലഘട്ടത്തിലോട്ട് മനുഷ്യൻ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ. കാരണം ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനത്തിനെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. പോട്ടെ, ഇത് കഴിഞ്ഞാലോ ഈ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം ഈ പറഞ്ഞവനാണ് നാളെ ഈ സാധനം ഇത്രയും പ്രസവിച്ച് കൂട്ടുന്നത് തന്നെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലേ? അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള സാധനത്തിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്ക് കാണുന്നത്. അവിടെ പ്രൊട്ടക്ഷൻ വേണോ താനും. ഇതിനെ പ്രൊട്ടക്ട് ചെയ്തില്ല എന്ത് പറ്റും? എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമം കാരണം നിങ്ങൾ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. കെയർ കൊടുത്തില്ലേ കൊച്ചു എഴഞ്ഞു പോയി എവിടെയും വീണിയാകത്തില്ലേ, പാമ്പ് കുത്തിച്ചാകത്തില്ലേ? ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് മനുഷ്യൻ ഉറുമ്പ് അടിച്ചു പോകുന്ന ഇന്ന് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം പ്രൊട്ടക്ഷൻ ഒന്നും വ്യക്തികൾ കൊടുക്കേണ്ട കാര്യമൊന്നും നിലവിലില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ടോ, തനിക്ക് മഴ വരുമ്പോൾ ഒരു ധൃതി കാണിക്കുന്നുണ്ടോ ആൾക്കാർ അറിയാതെ സംഭവിക്കുന്നത്. അത് ജനറ്റിക്കലി എവിടെയോ പ്രശ്നമുള്ള പോലെ എന്ന് പറഞ്ഞൊരു സാധനം സ്ത്രീ പുരുഷന്റെ കാര്യത്തിലുണ്ട്. വേറെ കാര്യം എന്ന് പറയുമ്പോൾ ലോകത്ത് എല്ലായിടത്തും മനുഷ്യർ അത് ധൃതി കാണിക്കാറില്ല. ഇവിടെ ഉള്ളത് ഇവിടെ എന്തോ പ്രത്യേകതയാണ് അത്. അതാ ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ആൾക്കാർ അത്ര എത്തിയിട്ടില്ല. ഇവിടെ മഴ പെയ്ത വേഗം ഓടണം എന്നുള്ളൊരു സാധനമുണ്ട്. ചെറുപ്പത്തിൽ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മഴ വന്നു വേഗം വീട്ടിലോട്ട് പോയിക്കോ എന്ന് പറയും. അപ്പൊ തന്നെ നേരെ സൈക്കിൾ എടുക്കുന്നു, ചവിട്ടി പൊളിച്ച് നേരെ വീടെത്തുന്നു. സ്പീഡിൽ ഓടിക്കുന്ന ആൾക്കാർ കാരണത്തിന് ഇത്ര സ്പീഡ് എടുക്കുന്നേ. മഴ വന്നു എന്താ കുഴപ്പം? കണ്ടോ, മഴ തുടങ്ങുന്ന സമയത്ത് ഒരു ആക്സിഡൻസ് കൂടും. കാരണം ഈ ഇത് വരുന്ന മഴ കാറിലായാലും കൊള്ളാം, എന്തിലായാലും കൊള്ളാം. ഇനി പ്ലെയിനിലാണെങ്കിൽ പോലും വേഗം മഴ വന്ന പേടിയാ. വേഗത്തിന്റെ മുകളിലാണ് പോണത്. താഴെ മഴ വീടുന്ന പറഞ്ഞാൽ വേഗം പോയി ആരെയാണ്. അതൊക്കെയാണ് ഇതിനകത്ത് പ്രശ്നം. അന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ആണിനും പെണ്ണിനോടുള്ള സാധനം കിടക്കുന്നത്. മനസ്സിലായില്ലേ? ആണുങ്ങൾ പണിയെടുത്തോണ്ടിരിക്കും, ഫുഡ് കൊണ്ടുവന്ന് കൊടുക്കണം, ഇവരെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകണം, എവിടെയും സംരക്ഷിക്കണം, ചുറ്റും അതും പാടില്ല. അത് ഗോത്രം വരുന്ന സമയത്ത് അതിനൊന്നും മൃഗങ്ങളുടെ മറ്റ് ക്ഷുദ്രജീവികളുടെ അറ്റാക്ക് ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനം തന്നെ ഇത്. ഇതുവരെയുള്ള മനുഷ്യന്റെ രീതി വെച്ച് നോക്കി ഈ മാസ്കുലിനിറ്റിക്ക് അല്ല വേറൊരു സ്കോപ്പ് ഇല്ല. എന്തിനാ അതിനു വേണ്ടിട്ട് തന്നെ ഈ യുദ്ധം വരുന്നു, രാജാക്കന്മാർ ആയി മാറുന്നു. അത് അവിടെ യുദ്ധമാണ് പരിപാടി. അവിടെ ഏറ്റവും മലനെ പിടിച്ച് രാജാവാക്കിയേ പറ്റത്തുള്ളൂ. അല്ല എന്ത് ചെയ്യും? അത് വേണ്ടി വരും. അല്ലെ വേറെ തമ്മ അടിച്ചുകൊണ്ട് പോകും. എല്ലാത്തിനെയും വെട്ടി കൊന്ന് തിന്ന് അടിമകളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. ആ സമയത്ത് ഈ സാധനത്തിന് റോളുള്ളന്നേ. അതാരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലത്. ഇന്നും ആ സാധനം അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്ന് വേണ്ടോ? ഇന്നിപ്പോ ഈ റോബോട്ടിക്സ് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണൊന്നും നോക്കണ്ട. മാസ്കുലിനിറ്റി ഒന്നും ഇല്ലാതാക്കിയാലും കുഴപ്പമൊന്നുമില്ല. എന്തിനാ ഇത് ആവശ്യമില്ലാത്തൊരു സാധനം? എന്തിനാ ഈ ബുദ്ധിമുട്ട്? അവിടെയാണ് ഈ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഈ ബുക്ക് പിടിച്ചോണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് വന്ന ഈ സാധനമുള്ളൂ, ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. ആ സമയത്ത് കിടന്ന് ഈ ബുക്ക് പിടിച്ചോണ്ടിരിക്കുന്നവർക്ക് ഈ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ തലയ്ക്കകത്തുള്ളൂ. എൻ്റെ തലയിൽ ഇതില്ല. എനിക്കിതിനകത്ത് ഒരു പെണ്ണിനെ സംരക്ഷിക്കാൻ തോന്നിയിട്ടില്ല. മനസ്സിലായോ? ഒരുത്തിയും ഗർഭിണിയാക്കാനും തോന്നുന്നില്ല.
മനസ്സിലാകുന്നുണ്ട് എനിക്ക്. ഇനി എൻ്റെ കൂടെ ഒരുത്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇനി ആരാ എവിടാന്ന് അന്വേഷിക്കാൻ പോലും തോന്നുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അല്ല ഇതെൻ്റെ എനിക്ക് പിടിച്ചു വെക്കേണ്ട സാധനമാണെന്നും തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ കയറി എങ്ങനെ നോമിനേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എൻ്റെ എന്ന് പറഞ്ഞ സാധനങ്ങളും ഞാൻ കാണുന്നില്ല. മനസ്സിലായല്ലോ? മൊത്തത്തിൽ ഇവർ പറയുന്ന ഒരു സാധനം എൻ്റെ തലയിൽ ഓടാത്ത എനിക്ക് ഈ റിലീജിയസ് ബുക്കിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായി? എനിക്ക് ദൈവവും ഇല്ല, പണ്ട് തൊട്ടേ ഇല്ല. ഒരു ചെറുപ്രായം തൊട്ടില്ല. പ്രാക്ടീസ് ചെയ്യാൻ ചെയ്തിട്ടില്ല. ഈ പള്ളിയിൽ പോയ പരിപാടിയില്ല, കുരിശ് വരയ്ക്കുന്ന പ്രാക്ടീസ് ഇല്ല, പള്ളിയിൽ പോയി എന്തോ കാണിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഈ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അല്ലാതെ കണ്ടറിഞ്ഞ് കേട്ട സിനിമ വഴിയൊക്കെ കണ്ട പൊട്ടത്തരങ്ങളൊക്കെ ഉള്ളതെന്ന് തലയിൽ. അത് പക്ഷെ പെട്ടെന്ന് അൺലേൺ ചെയ്യാൻ പറ്റും. അത്ര ഇമ്പ്രഷൻ തരാത്തത് കൊണ്ട് എനിക്ക് അൺലേണിങ് എളുപ്പമാണ്. മനസ്സിലായി? എനിക്ക് മറ്റേ സാധനം അത്ര ഇമ്പ്രസ്ഡ് അല്ല തലയ്ക്കകത്ത്. ഭക്തി അല്ലെങ്കിൽ ഇന്ന ജാതി ഞാൻ ഇന്നടത്തു നിന്ന് പെട്ടതെന്ന് പറഞ്ഞൊരു സാധനം അങ്ങനെ കിടക്കാത്തത് കൊണ്ടും ഞാൻ കൊച്ചിൽ തന്നെ ഇതിന് പുറത്ത് കളിക്കുന്നുണ്ട്. മനസ്സിലായി? നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏരിയ. ഞാൻ എല്ലായിട്ടും മിങ്കിൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്ന സ്ഥലത്ത് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല, ഇപ്പുറത്തൊന്നും കൂടുതൽ കിട്ടിയിട്ടില്ല. നമുക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, അതിനകത്ത് കൊള്ളാവുന്ന ആൾക്കാരെ എനിക്കറിയാം. എന്നോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ആൾ എൻ്റെ ഫ്രണ്ട്. അല്ലാതെ എനിക്ക് വേറെ മൈരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഒരു തെണ്ടി അല്ല ഒരു നാറി, അവൻ അവനെ ഏത് ജാതിയാന്ന് നോക്കിയിട്ട് നാറിയാക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അതിനകത്ത് ജെൻഡർ എന്നല്ല, ജാതി, മതം, അവൻ്റെ വീട്, ചുറ്റുപാട്, അവൻ്റെ തന്ത ആരാന്നോ അവൻ മോഹൻലാലാണോ മമ്മൂട്ടിയാണോ നോക്കേണ്ട ആവശ്യമില്ല. അത്രേ എനിക്കറിയത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ പ്രഷർ കുറവാണ്. അത് ഞാൻ പിന്നീട് എനിക്കത് മനസ്സിലായിടൂ. എനിക്കത് മനസ്സിലാവുന്ന എവിടെയെന്ന് വെച്ചാൽ കാമുകിയുടെ കാര്യത്തിലും ഭാര്യയുടെ കാര്യത്തിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലുമൊക്കെ ഇത് വരുന്നേ. പിന്നെ ഫ്രണ്ട് സർക്കിളിനകത്തുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഇവരെന്താ ഇങ്ങനെ ഇടപെടുന്നതെന്ന് എനിക്ക് തോന്നും. ഇവരെന്താ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? തള്ളേ തന്തയെന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ പേര് ടെൻഷൻ അടിക്കും. എന്നിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കും. ഗൾഫിലോട്ട് പോകുന്നു ഞാൻ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഈ ഹോം സിക്നെസ്സും പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല, തിരിച്ചു വരണമെന്നുമില്ല. പിന്നെ അവധിയൊക്കെ കിട്ടുന്നതുകൊണ്ടെങ്കിൽ വരുന്നത്. അല്ലാതെ എനിക്കെന്ത് വൈര ഇവിടെ വരേണ്ട ഫുഡിൻ്റെ കാര്യത്തിൽ. ഇവിടെ എനിക്ക് ഫുഡും പ്രശ്നമല്ലാതെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്നുകൊണ്ട് എരിവും പുളിയും വേണമെന്ന് പറഞ്ഞ് കുറേ എണ്ണം അവിടെ ഇരിക്കുക. നമ്മളെല്ലാം നടന്ന് തിന്നുന്നു. എനിക്ക് വിശക്കുമ്പോൾ ഒരു ആഹാരം കഴിക്കുന്നുണ്ട്, നല്ല ആഹാരം അപ്പുറത്തുണ്ട്. അത് പറ്റാത്തവരാണ് നമ്മുടെ ആൾക്കാർ. ഇവിടെ നിന്ന് കൊണ്ടുപോവാ. പിന്നെ ഇവിടെ നിന്ന് തുണി മേടിച്ചുകൊണ്ട് പോകും, മരുന്ന് മേടിച്ചുകൊണ്ട് പോകും, അച്ചാർ കൊണ്ട്. എന്തിനെല്ലാം കൂടെ തിന്നുന്നേ? അവിടെ ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പിന്നില്ലാതെ ഇങ്ങനത്തെ മണ്ടത്തര. ഗൾഫിൽ നിന്ന് ഇവിടെ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇവിടുത്തെ മരുന്ന് വളരെ മോശം മരുന്ന്. അവിടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുന്നത് അത് ഇവിടുത്തെ കൊണ്ടുപോകും ആൾക്കാർ. ഇങ്ങനത്തെ മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളവിടെ ചെന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഇതൊക്കെ ഇവർക്കെന്തോ ബോധക്കുറവുണ്ട്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഒരു സാധനം കൊണ്ടുവന്ന പ്രശ്നം നിൽക്കുന്നില്ല. ആദ്യം ഒരു മണ്ടത്തിനെ ഞാൻ കാണിച്ചു. പിന്നെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിത് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ ആ പെട്ടെന്ന് പരിപാടി ഷിഫ്റ്റ് അവിടെ ജീവിക്കുകയോ ചെയ്തത്. അല്ല അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ അങ്ങനെ പണം സമ്പാദിച്ച് കൂട്ടിയില്ല. എൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം ഒന്നുമില്ല. ഞാൻ അവിടെ ആ രീതിക്കൊന്ന് കാര്യമായി ഇടപെട്ട് അവിടെ ജീവിക്കുക. നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ മലയാളിയെ കണ്ടിട്ടുമില്ല. മലയാളം എനിക്ക് എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ ഈ യൂറോപ്പിലും US ഒക്കെ ഇരിക്കുന്നവനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനൊക്കെ അവിടെ ഇവിടെ എന്താ നടക്കണമെന്നുള്ളതാണ് കൺസേൺ. ഡെയിലി എന്നെ വിളിക്കുന്ന ഒരു അളിയുണ്ടായിരുന്നു. ഞാൻ അവസാനം മുപ്പിലാനോട് പറയേണ്ട വന്നു, അതെ താനിങ്ങനെ താനൊരു കൊള്ളാവുന്ന രാജ്യത്ത് എത്തിയല്ലോ, കൊള്ളാവുന്ന ചുറ്റുപാടിലെത്തിയിട്ട് അങ്ങ് ജീവിക്കണം. അവിടെ അച്ചാറും തിന്നണം, കപ്പയും വേണം. ഞാനിവനോട് പറയണ്ടോന്ന്, എടാ അവിടെയുള്ള മനുഷ്യരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും, അവിടെ ഉള്ളവരൊക്കെ ആയിട്ടൊന്ന് ഇടപെട്. അപ്പൊ അവിടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അവരടുപ്പിക്കത്തില്ലേ. എന്നിട്ട് മറ്റേ ക്രിക്കറ്റ് ക്ലബിലൊക്കെ ചേർന്ന് അയാള് സെറ്റായി, പുള്ളി അവിടെ ആയി. കുറച്ച് പേരേ ഉള്ളത് പറ്റുന്നത്, ബാക്കിയുള്ളവർക്ക് അടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഒറ്റപ്പെട്ട് മുറികളിലിരിക്കുന്ന കുറേ മലയാളികളെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്താണെന്നറിയോ? 20 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ അവിടെ പോയിട്ട് കാര്യമില്ല. കുറഞ്ഞ് 10 വയസ്സിനുള്ളിൽ പോയാൽ, അല്ലെങ്കിൽ 15 വയസ്സിനുള്ളിൽ പോകണം. എന്നാലേ കഴിയുമ്പോഴേക്കും ഇവിടുന്ന് വിട്ടു പോകണം. എന്നാലേ അത് കൾച്ചർ അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ പറ്റത്തില്ല. അഡാപ്റ്റേഷൻ ഭയങ്കര പ്രശ്നമാണ്. നമ്മളിപ്പോൾ അതിൽ അൺലേണിങ് പാടാം. ഇവരൊത്തിരി പഠിച്ചു വെച്ചേക്കുവോ, ശരിയാണെന്ന് കരുതി കുറേ കാര്യങ്ങൾ നല്ലതിരിക്കുന്നത് തെറ്റാണ്. മനസ്സിലായല്ലേ? അതൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചുമന്ന് നടക്കുക. ഇവർക്ക് വിടാൻ പറ്റുന്നില്ല ഇവത്തെ. അത് ഇവിടുത്തെ പല മെയിൻ കക്ഷികൾക്കും പറ്റുന്നില്ല. വലിയ ബുദ്ധിജീവിയാണെന്ന് നേരം നടക്കുന്നില്ല പലതും. അവരെപ്പോഴും അവരുടെ പരിപാടികളെ മൊത്തത്തിൽ നോക്കി ഇവിടുത്തെ പല വലിയ പുള്ളികളും കാണിച്ചത് ലാസ്റ്റ് വലിയ ഗ്രൂപ്പ് കൂടുക ചെയ്തേക്കുന്നത്. വലിയ ഗ്രൂപ്പ് ആവുക ആൾക്കാർ. പാലാട്ട സ്റ്റേഷന്റെ ഫ്രണ്ടിലാന്ന് തോന്നുന്നു നക്ഷത്രോട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ആയിട്ട്. ആണല്ലേ? അയ്യോ, ശബരിമല കണ്ടില്ലേ? ഇവര് നമ്മുടെ IPS ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് പാട്ട് പാടുന്ന കണ്ടില്ലേ? ഗാനങ്ങളൊക്കെ നടത്തുക, അയ്യപ്പ ഭക്തിഗാനം. അതൊക്കെ അവസ്ഥ എടുത്ത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. മനസ്സിലായത് എനിക്ക് മറ്റേ സാധനം മനസ്സിലായി. കോടതി വിധി വന്നു, സ്ത്രീകൾ ശബരിമല പ്രവേശിക്കട്ടെ എന്ന് കോടതി വിധിക്കുകയാണ്. ജുഡീഷ്യറി നിയമം പറയാണ് അത് ഓക്കെയാണ്, ഇക്വാളിറ്റി വേണം, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം അത് അനുവദിച്ചു.
അനുവദിക്കണം എന്ന് കോടതി പറഞ്ഞിട്ട് പോലും ഗവൺമെൻറ്റിന് പോലും അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ വിശ്വാസികളാണ് ഭൂരിപക്ഷം. അവരുടെ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയായിട്ട് ചെല്ലുമ്പോഴേക്കും നിയമമില്ല, മറ്റേ ഗവൺമെന്റ് ഇല്ല, പോലീസില്ല, ഒന്നും പ്രശ്നമില്ല. അവരൊക്കെ തടഞ്ഞു നിർത്തുവാണ്. സമരം അതിന് ഹർത്താലാണ്. അത് ഏറ്റവും വലിയ തമാശ. അതിലും തമാശ ഹർത്താൽ ഇവിടെ നടത്തേണ്ട ആവശ്യം. തട്ടമൊക്കെ ഇട്ട് വന്നു മറ്റേ ഇതിനെതിരെ പ്രതിഷേധിച്ചായിരുന്നു കുറെ. ശബരിമല കേട്ട് സ്ത്രീകളെ പ്രവേശിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് തട്ടമൊക്കെ ഇട്ട് വന്ന് കുറെ അത് വേറെ ടീം. എന്തുവാണോ അങ്ങനെ ഇവർക്ക് തന്നെ അറിയാം. അവർക്ക് അറിയില്ലടോ ഇത് എന്താണെന്ന് അറിയാനും പാടില്ല. അവര് പാർട്ടിയുടെ ഒരു പരിപാടി ഉണ്ട് പാന്ന് പറഞ്ഞപ്പോ അവരെന്താ. വേറൊരു കാര്യം ഞാൻ ചോദിച്ചിട്ടേ, ഈ സ്ത്രീകൾ എന്തിനാ ഈ ശബരിമലയ്ക്കകത്ത് കയറുന്നേ? അവിടെ എന്ത് ഇരിക്കുന്നത്? അവിടെ എന്തിനും പ്രൊഡക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ശബരിമലക്കകത്തോട്ട് കയറുന്നത് അത് ശബരിമല എന്നുള്ളതല്ല വിഷയം. ഒരു സ്ഥലത്തോട്ട് എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. അമ്പലമല്ലേ അത്? അമ്പലം എന്തുവാണെങ്കിലും ആയിക്കോട്ടെ. അത് ദൂരം മലയാള വേറെ ഉണ്ട്, അവിടെ കയറിയ പോലെ. അങ്ങനല്ല, അവിടെ കേറരുത് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവിടെ കേറാൻ പാടില്ലാത്ത എന്തുകൊണ്ടാന്നുള്ളത് പറയേണ്ടി വരും. അവിടെ കേറണ്ട, പട്ടി പോലും കയറരുതെന്ന് പറയണം. ഒരു പെമ്പട്ടി പോലും ഒരു അവരവരുടെ മക്കളെയും കയറ്റരുത്. ഞാൻ പറയുന്ന പെർസ്പെക്റ്റീവ് വേറെയാ. അങ്ങനെ അത് മനസ്സിലായി, അത് ഓക്കെ, താനാ പറയുന്ന സാധനം ഓക്കെ. പക്ഷെ ഇത് അതല്ല. ഇത് പറയുന്നത് ഒരാളൊരു സ്ഥലത്ത് റോഡിൽ കിടന്ന് നടക്കരുതെന്ന് പണ്ട് പറയർക്ക് റോഡിൽ ഇറങ്ങാൻ പാടില്ലായിരുന്നു. റോഡ് പോലല്ല അമ്പലം. പറയട്ടെ അതായത് അതൊരു എന്താ പറയുന്നത്, ഒരു 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 നോക്കണ്ടെന്ന് അതിനകത്ത് എനിക്ക് മനസ്സിലായി. ആ അയിത്തത്തിനാണ് ചോദ്യമാണ്, അല്ലാതെ താനീ പറയുന്ന മറ്റേതല്ല ഒരു വിഷയം. അതിനെ സൈഡാക്കുക ചെയ്യണം. അല്ല, അവിടെ കേറണമെന്ന് അങ്ങനെ കേറണം. കേറിയവരെന്താക്കും പറഞ്ഞത് കേറണം. കേറണ്ടായിരിക്കും, അത് വേറെ കാര്യം. രഹന ഫാത്തിമയാണല്ലോ ശബരിമല കേറാൻ ശ്രമം നടത്തിയെന്നും എല്ലാ രഹനയുടെ പെടലൊക്കെ ചർച്ച ആയത് രഹനയാണ്. അതെന്തുകൊണ്ടായിരിക്കും? രഹന ഫാത്തിമ ആയതുകൊണ്ടാ. അല്ലെങ്കിൽ അവളെ ജോലിയൊക്കെ പോയി. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല, താൻ ആലോചിച്ച് നോക്കും, ഒരാള് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവള് ഇവിടുത്തെ ഒരു 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 വിപ്ലവ നിയമവിരുദ്ധ പ്രവർത്തനം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? അവളെ നിർബന്ധിതമായിട്ട് മറ്റേ ഇതെടുപ്പിച്ചു, VRS പറഞ്ഞു വിട്ടു. മനസ്സിലായോ? നല്ല പരിപാടിയാണ്. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും അതല്ല. താനീ ഐറ്റം പറയുമ്പോൾ ഉണ്ടല്ലോ, ഇത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സാധനം അല്ല. ഇത് എല്ലാവരും ജോലിയിടത്തിലല്ലേ ഇത് സംഭവിച്ചിരിക്കുന്നത്. പ്രൊഡക്റ്റീവായിട്ട് ഒന്നും നടക്കാത്തൊരു ഏരിയയില് ഇതുപോലത്തെ ഒരു ഊള സ്ഥലത്ത് എന്തിന് പെണ്ണുങ്ങൾ കയറണം? അവർ പറയാൻ വേണ്ട, ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ ജാതിയിലും മതത്തിലും അധിഷ്ഠിതമായി മാത്രം നിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്ത്രീകൾ വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീകൾ വരുന്നതിൽ കുഴപ്പമില്ലെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ തരത്തിലാണ് ഞാനത് പറയുന്നത്. റിയാക്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? സ്ത്രീകൾ വരുന്നില്ലെന്ന് തന്നെ പറയണം. സ്ത്രീകൾ കുട്ടികളെയും വിടരുത്. താൻ പറയുന്ന പെർസ്പെക്റ്റീവ് മനസ്സിലായി. വീട്ടിൽ പഠിപ്പിക്കണം, അങ്ങോട്ട് പോകരുത്. അതായത് ഇത് അവിടെ കയറി തന്നെ വേണം അതിനെതിരെ പ്രതിഷേധിക്കാൻ തന്നെ. ഞാൻ ആ പക്ഷക്കാരനാണ്. താൻ അമ്പലം എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ഞാൻ ആ അർത്ഥത്തിലല്ല പറയുന്നത്. അമ്പലോ പള്ളിയോ എന്തോ ആയിക്കോട്ടെ, പോകരുത്. മനസ്സിലായി. ഒരാള് പോകാതിരുന്നാ അത്ര നല്ലത്. മനസ്സിലായി. പക്ഷെ അപ്പോഴും അവിടെ വരാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ നിൽക്കുമ്പോൾ അവിടെ വന്നാലും എന്താ കുഴപ്പമെന്ന് ചോദിച്ചു അവിടെ ചെല്ലുന്നതിൽ തെറ്റില്ലെന്നുള്ളത്. അവർക്കല്ലേ ഗുണം? അപ്പോഴും അവർക്ക് എന്ത് ഗുണം? അവർക്ക് അത്രയും പൈസ കിട്ടും. അല്ല, അവിടെ ചെന്ന് കാശ് കൊടുക്കാൻ വേണ്ടി ആവട്ടെന്ന്. അവരവിടെ പോയി ഫുഡ് കഴിക്കണ്ടേ, വെള്ളം കുടിക്കണ്ടേ? ഇട്ടോണ്ട് അമ്പലത്തിൽ കയറാൻ പാടില്ലെന്നോ അങ്ങനെ? അവിടെ വില കൂടുതലുവാ എവിടെ സാധനങ്ങൾക്ക്. ഊണിനും വെള്ളത്തിനൊക്കെ വില കൂടുതല. അതുകൊണ്ട് എന്താ അവിടെ അത്രയും ബിസിനസ് നടക്കുക? ഇവർ ഒരാൾ പോയ നഷ്ടമല്ലേ ഇത്? ആ ബിസിനസ്സിനെ ഇതിനെ വളർത്തുന്ന പെണ്ണുങ്ങളൊക്കെ കൂടെ കൂടി. അല്ല, അത് താൻ പറയുന്ന സാധനം എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല. അല്ല, തിരിച്ചതാ ചെയ്യണ്ടേ. പട്ടിക്ക് പോലും വരേണ്ട മൈരെന്ന് പറയണം. തിരിച്ചത് ചെയ്യാം. പക്ഷെ അത് അങ്ങനെ പക്ഷെ വരുന്നില്ല. തിരിച്ചത് ചെയ്യാം. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചത് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടം അതിനുള്ള ബോധമുള്ള മനുഷ്യരുടെ അടുത്ത് അത് തിരിച്ചു ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇവർ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ വന്നില്ലല്ലേ എന്നും പറഞ്ഞ് ഇവർ വലിയ ആൾക്കാരായിട്ട് അവിടെ ഇരിക്കും. മനസ്സിലാവുണ്ടോ? ആ ടീമാണ് ഇവിടെ ഉള്ളത്. ഇത് വരാത്തത് നിന്റെ ഒന്നും മറ്റിടത്തോട്ട് ഞാൻ വന്നില്ലടാവേ എന്ന് പറയണ മൂഡിലാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം. ആരും പോകുന്നില്ലേ സ്ത്രീകള്? ഈ മറ്റേ തേങ്ങയൊക്കെ അടിച്ച് വീഴിക്കല്ലേ, പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകുന്നത് സ്ത്രീകള്? അല്ല, ഇപ്പൊ പോകണ്ടെന്ന് തോന്നുന്നു. ആകെ 4 സ്ത്രീകൾക്ക് പോകേണ്ട ആവശ്യമുള്ള ഇവിടെ. ആരാണ്ടൊക്കെ പോയിട്ടുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ വേറെ സ്ത്രീകളൊക്കെ പോകുന്നൊക്കെ ഉണ്ടോ? ആർക്ക് പോകണം? അതാ ഇവിടുത്തെ പ്രശ്നം. ഇനി ഏത് സ്ത്രീയെ കൊണ്ടുപോകുന്നുള്ളത്?
അല്ല ഇപ്പോൾ ഉള്ള പിള്ളേരോടൊക്കെ ചെന്നിട്ട് ശബരിമലയ്ക്ക് പോകണമെന്ന് അവർ പറയും വേണ്ട ചേട്ടാ ഞങ്ങൾ വേറെ ഇഷ്ടം പോലെ മല കയറുന്നവരാന്ന് പറയും. റെഡി ടു വെയിറ്റ്. അതുങ്ങളല്ല, നമുക്ക് വേറെ ഒത്തിരി സമാധാനപരമായിട്ടുള്ള നല്ല മലകളുണ്ട്. ഇതൊരു അളിഞ്ഞ മലയാടോ, അലമ്പ് മലയാത്. ആളും ബഹളവും തിക്കുന്ന ഇതുങ്ങളെ കണ്ടിട്ടില്ല. ഈ ശബരിമലയ്ക്ക് പോകുന്ന നിങ്ങളൊക്കെ കണ്ടിട്ട് ഒരു വൃത്തിയും വെടുപ്പും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. നാറ്റവാ. ട്രെയിനെ നാറ്റിക്കും, ബസ്സെ നാറ്റിക്കും, ആ പ്രദേശം മൊത്തം നാറ്റിക്കും. അതാണ് ഈ അയ്യപ്പന്മാരെന്ന് പറഞ്ഞ് പോകുന്നവന്മാർ ചെയ്യുന്ന മെയിൻ പണി. എന്ത് താൻ അയ്യപ്പ സീസണിൽ നിന്ന് ട്രെയിനിൽ കയറി നോക്കി എന്തൊരു നാറ്റമാണെന്നറിയോ. അതിനിടയിൽ ഈ പെണ്ണുങ്ങൾ എന്തിനാ പോകുന്നത്? അതിൻ്റെ ആവശ്യം എന്തോ? അല്ല, താൻ പറയുന്ന പെർസ്പെക്റ്റീവ് മനസ്സിലായി. പക്ഷെ ഇവിടെ വേറൊരു സൈഡ് ഇതിനുണ്ടെന്ന് പറയാണ്. തിക്കും തിരക്കും എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട അന്തരീക്ഷം. അവർക്ക് പോണമെന്നുണ്ടെങ്കിൽ അവർ സമാധാനപരമായിട്ട് ഇഷ്ടം പോലെ മലകൾ, സൂപ്പർ മലകൾ. അവർ പോണമെന്നുണ്ടെങ്കിൽ അവർ അവിടെ പൊക്കോട്ടെ എന്നുള്ളവരാണ്. അവിടെ വരരുതെന്ന് ആരും പറയരുത്. ശരിയാ, ഇവിടെ വരരുത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം റോങ്ങാ. അത് ശരിയെന്ന് പറഞ്ഞാൽ ആരും അവിടെ ഇരിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, മൂലയ്ക്ക് അവനങ്ങ് മൂലയ്ക്കോട്ട് തള്ളു. എനിക്ക് അത്രേ പറയാനുള്ളൂ. വരുന്നില്ലെന്ന് ഇല്ലടാ, നീ എവിടെയെങ്കിലും ഇരിക്കും, മൂലയ്ക്ക് പോയി കുത്തിയിരിക്കും. ആ ഒരു മലയല്ലേ, ഞങ്ങൾക്ക് ഇപ്പുറത്ത് മലകളുണ്ട്. ഇവരോട് തിരിച്ചും പറയണം, ഈ സ്ത്രീകൾ പറയണേ, നിങ്ങളും വരണ്ട, നിങ്ങളും അവിടെ തന്നെ ഇരുന്നോ, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ, പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ആ മലയുടെ മുകളിൽ തന്നെ ഇരുന്നോട്ടോ, വീട്ടിലോട്ട് തിരിച്ചു വന്നേക്കരുത്. അയ്യോ, എന്ത് സാധനങ്ങളൊക്കെയാണ്. തേങ്ങാക്കി എറിയുന്നു. ഇങ്ങനെ പോകുന്നവന്മാരുടെ വീട്ടിൽ നിക്കത്തില്ലെന്നും പറയണോ? ഞാനൊരു സമയത്തിന് ശേഷം ഈ ശബരിമല പോണവരായിട്ട് ഞാൻ ഇടപെടാറില്ല. ഓ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനസ്സിലാവണ്ടോ? ഈ മലയ്ക്ക് പോകുന്നതൊക്കെ പറഞ്ഞാൽ തന്നെ നല്ല പരിപാടിയാ എന്ന് പറയും. അത്രേ ഉള്ളൂ, ഊളത്തരോ ഇടപെടാൻ കൊള്ളില്ല. പിന്നെ എന്തോ ഇത് ശബരിമല മാത്രമല്ല, വേറെ കുരിശും കൊണ്ട് ചുമന്നുകൊണ്ട് മലയ്ക്ക് പോകുന്നവരെ മലയാറ്റൂർ മലയും കയറി ജനകോടികൾ എത്തുന്നു. എവിടെ? അവിടുത്തെ തിരുവടി കാണാൻ പൊന്നിൻ കുരിശുമുത്തപ്പോ. മലയാറ്റൂർ മലയും ഈ മലയെ വലിഞ്ഞു കയറുന്നതിന് ഒരു കഴപ്പ്. എന്നാ പിന്നെ ഇമാർക്ക് കടലിലോട്ട് അങ്ങ് നീന്തി പോകരുത് കുറെ ദൂരം. മയിലുകള് മലയിലോട്ട് വലിഞ്ഞു കയറുന്നത് കൂടുതൽ ഇഷ്ടം ഈ ക്രിസ്ത്യാനികളുടെ പരിപാടിയാണ്. ക്രിസ്ത്യാനികള് ലോകത്തെല്ലായിടത്തും എവിടെയൊക്കെ കൊള്ളാവുന്ന മലകളുണ്ടോ ബെനിഫിറ്റ് എനിക്ക് മനസ്സിലായി. ഒരു മലയുടെ ഒരു മല മൊത്തം എടുക്കുക, ഒരു കുരിശാണ് കൊണ്ടുപോയി കുത്തിക്കഴിഞ്ഞാൽ മലയാറ്റൂർ മല പിന്നെ വരെ ഒരു പ്രദേശം കുരിശ് കൃഷി, അമ്പലകൃഷി, കൃഷി. ഈ കാക്കമാർക്ക് ഈ പരിപാടി ഇല്ലാണ്ടായി പോയി. അല്ലെങ്കിൽ ഇവർക്ക് എവിടെയെങ്കിലും പല മലയുടെ മുകളിൽ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ വെക്കായിരുന്നു. ഇല്ല, പള്ളി പണിയുന്നുണ്ട് മലയുടെ മുകളിലോ. വഖഫ് പിന്നെ എന്തോ ചെയ്ത് ഇപ്പഴാ പൊങ്ങിയെന്നേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞൂടായിരുന്നു. ഇങ്ങനെ മറ്റേ കുരിശ് കൃഷിക്കാരൊക്കെ പിടിച്ചൊരു പരിവാക്കിയാണ് ആദ്യമേ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ജനാധിപത്യം ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പുള്ള വക്കഫാണെങ്കിൽ പോലും വക്കഫാന്ന് ഏത് ഭൂമി ഉണ്ടായപ്പോ മുതലുള്ള കണക്കൊക്കെ എടുക്കുവര്. മനസ്സിലോട്ടോ? പരിപാടിയാണ്. സൂപ്പർ പരിപാടി. എനിക്ക് ആ രീതി ഇഷ്ടപ്പെട്ടു. ഒരു പ്രശ്നമില്ല. വൺസ് വക്കഫ് ഈസ് ഓൾവേസ് വക്കഫ്. മനസ്സിലാവണ്ടോ? എന്ന് പറഞ്ഞാൽ വക്കഫിന്റെ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കഫ് പറഞ്ഞാൽ മതി. ബോർഡ് പറയുന്നത് വക്കഫിന്റെ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ അത് അല്ലെന്ന് തെളിയിക്കേണ്ടത് തന്റെ ഭൂമി. ഇപ്പൊ ഞാൻ വക്കഫ് ബോർഡിന്റെ ആളാണ്. ഞാൻ പറയുന്നത് താൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം ഇത് വക്കഫ് ബോർഡിന്റെ ആന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വക്കഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തന്റെ. മനസ്സിലായോ? ഞങ്ങൾക്ക് ഒരു പരിപാടിയില്ല. ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ മറിയും. നിങ്ങളത് തെളിയിച്ചോളണം അങ്ങനെ അല്ലെന്നുള്ളത്. അന്യായ കൃഷിയാണ്. പക്ഷെ കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോ ചില താജ്മഹൽ വരെ വക്കഫിന്റെ ആന്ന് പറഞ്ഞു നോക്കി, പക്ഷെ ഏറ്റില്ല. അത് പണിപാടി പോയി. അങ്ങനെ ഇപ്പൊ ഭൂമി മുഴുവൻ വക്കഫിന്റെ ആന്ന് പറയാൻ പറ്റും ആ തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ. അതെ, അല്ല ഇവിടെ എല്ലാരും കൊള്ളാം. അതിനിടയിലാണ് ഗ്രീഷ്മ. എന്റെ അഭിപ്രായത്തിൽ അമേരിക്ക വക്കഫിന്റെ ഗ്രീഷ്മ ഇന്ത്യൻ വക്കഫ് ബോർഡിന് കൊടുക്കണം. അമേരിക്ക ഗ്രീഷ്മ അല്ലേ? അയ്യോ, ഗ്രീഷ്മയിൽ നിന്ന് നമ്മൾ ഒരുപാട് തെറ്റി മാറിയില്ലേ? നമുക്ക് ഇതാ പരിപാടി. നമ്മൾ വെറുതെ വർത്താനം പറയാതിരിക്കുക എന്ന് തോന്നുന്നു. നമുക്ക് വിഷയമില്ലല്ലേ? പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിലേ. ഇത് പോഡ്കാസ്റ്റ് അല്ലേ, പോഡ്കാസ്റ്റ് അല്ലല്ലോ. പോഡ്കാസ്റ്റ് എന്തുവാ? പോഡ്കാസ്റ്റ് ഇങ്ങനെ പലതും പറയും. പോഡ്കാസ്റ്റ് പറയുന്നതിൽ പരിഭവം അരുതേ, അങ്ങനെ പലതും പറയും. പരിഭവമൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങളങ്ങനെ പലതും പറയും. ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയെന്ന് വരും. ഒന്നും പറയാൻ പറ്റത്തില്ല. ഏതായാലും ഇത് ആക്കും എപ്പോഴെങ്കിലും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇനി ഇങ്ങനത്തെ സംസാരത്തിൽ നിന്നേ ഇത് കിട്ടത്തുള്ളൂ. ഇവിടെ നിന്നല്ല, വേറെ ആൾക്കാർ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാലേ പിടി കിട്ടത്തുള്ളൂ ഇവിടുത്തെ പ്രശ്നം എന്തുവാന്ന്. ഇവിടെ വന്നില്ലെങ്കിലും ചെന്ന് കയറി എവിടെ നിന്നൊക്കെ ആണെന്ന് സംസാരിച്ചിട്ട് നമുക്ക് ഇപ്പൊ കണ്ടെത്തിക്കൊണ്ട് ഇവിടെ വന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. പലരുടെയും തലയ്ക്കകത്തിരിക്കുന്നത് ഭയങ്കര വലിയ തീട്ടങ്ങളാണ്. തീട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടോ അത് ഭയങ്കര ഓൾഡ് തീട്ടമാണോ, പഴയ തീട്ടം, ഡ്രൈ തീട്ടം. ഫ്രഷാണെ കൊള്ളാം. അല്ല ഇത് എന്താ പ്രശ്നം, ചാണകം ഉണക്കിയതൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാലേ ഇത് തലയ്ക്കകത്ത് നിന്ന് കളയാന്നൊക്കെ പറഞ്ഞാൽ അത്ര പോസിബിൾ കളയാൻ പറ്റത്തില്ല. പക്ഷെ പുതിയ ആൾക്കാരുടെ തല കേട്ടായിരിക്കാം മറ്റേ ഒറ്റ പോലെയൊക്കെ ഡ്രൈ ആയിട്ട് പിടിച്ച് ആൾക്കാർ വിടണോടോ, പറിച്ച ചോര വരുവിടോ. തനിക്ക് മനസ്സിലായോ, പറിച്ച ചോര വരും. അങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ട്. ഫ്രഷ് തീട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കുറച്ച് ആന്റിസെപ്റ്റിക് ലോഷനൊക്കെ ഒഴിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റെഡിയാക്കി വിടാം. മറ്റേതങ്ങനെ നടക്കില്ല, പറിച്ച ബ്ലീഡ് ചെയ്യും. എന്നറിയാടോ, ഇത് ഈ പുതിയ ആൾക്കാരുടെ കയ്യിലോട്ട് ഈ പഴയ ഉണങ്ങിയ തീട്ടം കൊണ്ട് വരുന്നിടത്ത് നമ്മൾ കുറച്ച് വാഷിംഗ് കാണിച്ച് കൊടുക്കുന്നതല്ലായിരിക്കും. ഇതല്ല, ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാൻ പറ്റും. ആ പരിപാടിയാണല്ലോ ഈ പരിപാടിയൊക്കെ. പക്ഷെ ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഞാനേ കോടതി പോയപ്പോഴേ കോടതി മുറിയുടെ മുന്നിൽ കോടതി മുറിക്കകത്ത് കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് പേപ്പർ ഇങ്ങനെ അടുക്കി കൊട്ടുകെട്ട് പേപ്പറോട് നിലത്തിട്ടേക്കുന്നു. ഇങ്ങനെ കൂന കൂടി കിടക്കുന്നു, കൂന കൂട്ടി വെച്ചേക്കുന്നെന്ന് കോർട്ട് റൂമിൽ. ഞാൻ 1-2 കോടതി പോയപ്പോൾ കണ്ടതെല്ലാം കൂന കൂടിയ പേപ്പറുകളാണ്. ഫോട്ടോ എടുത്ത് ഞാൻ വെക്കും. ഏതായാലും ഇതിനിപ്പോൾ എടുത്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. പബ്ലിഷ് ചെയ്താൽ ഇവര് വല്ല കേസാക്കുമായിരിക്കും. കോടതി ഫോട്ടോ ഒന്ന് അന്വേഷിക്കണം അല്ലേ, ഭയങ്കര വലിയ കാഴ്ച. അതല്ല, എന്നാലും ഞാൻ എടുക്കും. ഒതുക്കത്തിലാണെങ്കിലും ഞാൻ വീഡിയോ ആണ് എടുത്തുകൊണ്ട് വെക്കും, കൈയിരിക്കട്ടെ. നമുക്ക് നാട്ടുകാരെ കാണിക്കണമല്ലോ ഒതുക്കത്തില്. വെറുതെ പറയുന്നതെന്ന് വിചാരിക്കാൻ പാടില്ല. പിന്നെ പബ്ലിഷ് ചെയ്യത്തില്ല. കോടതി പോയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം കോടതിയുടെ ഒരു അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത്. അല്ല, ഭയങ്കര വൃത്തികേടുവാ. ഇവരെന്ത് വൃത്തിക്ക് വെക്കാത്തെ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചുറ്റുപാട് വൃത്തിയാക്കി വെക്കാതെ. കോടതിയിൽ ഇല്ലെങ്കിൽ അത് ചെറിയ പ്രശ്നമാണ്. ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അടുത്ത ആഴ്ച ഒരു 2 ദിവസത്തിനുള്ളിൽ ഒരു കോർട്ടിനകത്ത് ഒരു വൃത്തിയുടെ സീൻ കാണിച്ചു തരാം. അത് ചെറിയ പ്രശ്നമാണ്. എടോ അതൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ പെടുന്ന കാര്യമാണ്. അവിടുന്നാണ് കറക്റ്റ് ആവേണ്ടത്. വേറെ വിറ്ററിയോ, കോടതി AC അല്ല. കോടതി AC അല്ലേ? ആ കോടതി AC അല്ല. ഇത്രയും വലിയ സംവിധാനം നടക്കുന്ന സ്ഥലം AC അല്ല. എന്താ AC പിടിപ്പിക്കാത്തെ? എന്താ അറിയാമോ, അവിടെ വരുന്നവർ മുഴുവൻ ഈ കുറ്റവാളികളാണ്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അല്ല, അവിടെ വക്കീലും ജഡ്ജും ഒക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ. അല്ല, അതുകൊണ്ട് കാര്യമില്ല. അവർക്ക് അവരുടെ വേറെ പേഴ്സണൽ സ്പേസിൽ അപ്പം തന്നെ AC മറ്റേതൊക്കെ ഉണ്ടാവും, അവിടെ പോയിരിക്കേണ്ടി വരും. ഇത് രാവിലെ അവർ ഒത്തിരി നേരം അവിടെ ഇരിക്കുന്നുണ്ട്. ശരിയാണ്. അതിന്റെ കറുത്ത ഗൗണൊക്കെ ഇട്ട് ചൂടത്താ, ഭയങ്കര ചൂട്. അവിടുത്തെ ഒരു ക്ലൈമറ്റ്, ഒരു എന്താ പറയണത്, ഒരു അന്തരീക്ഷം തന്നെ അവർക്ക് അവിടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന പോലത്തെ. ഇപ്പൊ ഒരു ജഡ്ജിന്റെ ഒക്കെ ഞാൻ പറയാം, എനിക്കിപ്പോ ഹൈക്കോർട്ടിലെ എനിക്കറിയത്തില്ല, പക്ഷെ മജിസ്ട്രേറ്റ് കോർട്സ് മൊത്തം വെതർ ഉണ്ടല്ലോ. പിന്നെ ഈ പറഞ്ഞ പ്രശ്നമുണ്ട് കേട്ടോ, അടുക്കില്ല. നമ്മുടെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, ക്ലൈമറ്റ് വരെ നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കും. മനസ്സിലുണ്ടോ? ഇപ്പോൾ ചില കേസസിൽ ഇപ്പോൾ കുറച്ചു നാൾ മുമ്പ് കേട്ടതാ, ഏതോ ഒരു ജഡ്ജ് പറഞ്ഞ കണ്ടാണ്. അതായത് ഈ വധശിക്ഷയ്ക്ക് വിധിച്ച വിധികൾ മുഴുവൻ, കൂടുതൽ വധശിക്ഷയ്ക്ക് വിധിച്ചതും ഉച്ചയൂണിന് മുമ്പാണ്. മനസ്സിലാവുണ്ടോ? ഈ ലഞ്ച് അവറിന് മുമ്പ് വധശിക്ഷയ്ക്ക് അങ്ങ് വിധിക്കണം. വിശപ്പൊക്കെ ഇതിനെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യരുടെ ഇങ്ങനത്തെ മാനസിക നിലയൊക്കെ ഇതിനെ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സ്വാധീനിക്കും എന്ന് പറയാണ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലൈമറ്റും ഇതൊക്കെ ഓരോ മനുഷ്യനെ സംബന്ധിച്ചിരിക്കും. അതെ, അതതിനകത്ത് പ്രശ്നം. ചില ആൾക്കാർക്ക് ഈ വധശിക്ഷ വിധിക്കാൻ പറ്റത്തില്ല, ചിലർക്ക് പറ്റില്ല. ചിലത് ഭയങ്കര നൈസായിട്ട് വേറെ തരത്തിൽ ഹാൻഡിൽ ചെയ്യും. ഇപ്പൊ വധശിക്ഷ വിധിച്ച ജഡ്ജി ഇതിനു മുമ്പും വധശിക്ഷ വിധിച്ചിട്ടുള്ള ആളാണ്. അയാൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ആളാണെന്ന് പറയുന്നത്. ആണല്ലേ? അപ്പൊ അങ്ങനത്തെ പ്രത്യേകത ഉണ്ട്. അതൊരു പ്രത്യേകത. ആ പ്രത്യേകതയും ജഡ്ജിന്റെ സ്ഥാനത്ത് സ്ത്രീയാന്ന് ചിലപ്പോൾ വിധിക്കത്തില്ലായിരിക്കാം. ആ പ്രത്യേകതയും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ആ പ്രത്യേകത എന്തുകൊണ്ടാണ് ആ പ്രത്യേകത ഉള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ എല്ലാത്തിനകത്ത് ഈ പറഞ്ഞ പോലെ നിയമ സംവിധാനത്തിനകത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ മാനസിക നിലയും മനുഷ്യന്മാരാണല്ലോ തീരുമാനിക്കുന്നത്. ഇരിക്കുന്നൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. അല്ലാതെ ഇതൊന്നും വേറെ സുപ്രീം പവറൊന്നും ഇല്ല ഇവിടെ. പരമാധികാരികൾ ആരും ഇല്ല. അങ്ങനെ ശരിയായിട്ടുള്ള തീരുമാനം മാത്രം എടുക്കുന്ന ആരും ഇവിടെ ഇല്ല. അപ്പോൾ ഗ്രീഷ്മയ്ക്കെതിരെയുള്ള ഈ എന്താണ്, ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തത് മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ.
എനിക്ക് പറയാനുള്ളത് ഇത് ഹൈക്കോടതി എത്തണം. ഹിന്ദു മതത്തിന് നേരെയുള്ള അതിക്രമമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ നോക്കിക്കാണുന്നത്. ജയ് ശ്രീരാം. ഇതിനകത്ത് ഹിന്ദു ഐക്യവേദി ഇടപെടണം. രാഹുൽ ഈശ്വർ ഇടപെടണം. രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ എന്തായാലും ഇടപെടണം. രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റ് ആണോ? അല്ല, രാഹുൽ ഈശ്വറിന് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല. കാരണം എന്താ പറയുമോ, കാരണം ഇത് ഈ പെൺകുട്ടി ഹിന്ദു ആണെങ്കിലും ക്രൈം ചെയ്തത് കൊണ്ടും പിന്നെ അപ്പുറത്തൊരു പുരുഷൻ മരിച്ചത് കൊണ്ടും രാഹുൽ ഈശ്വറിന് അല്ല, പുരുഷൻ മരിച്ചെടുത്താണോ? അങ്ങനെയാ? അല്ല, പുരുഷന്റെ ഇത് വേണമല്ലോ, പുരുഷനെ സംരക്ഷിക്കാനാണല്ലോ. അല്ലല്ല, പുരുഷനെ സംരക്ഷിക്കാൻ വേണ്ടി ഇടപെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഹിന്ദു മതത്തിന് വേണ്ടി ഇടപെടാൻ പറ്റില്ലെന്നപ്പ. പുരുഷന് വേണ്ടി ഇടപെട്ട് കഴിഞ്ഞാൽ ഹിന്ദു മതത്തിന് എതിരാവും. ഏത് ഹിന്ദു മതമാണല്ലോ, ഭീഷ്മ ഹിന്ദു ആണല്ലോ. അങ്ങനെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ഭയങ്കര ബോബിയാണ്, ബോബി ഹണിയാണ്, ബോബി ഹണി. അപ്പൊ കുഴപ്പമില്ല, ഇത് നടക്കില്ല, ഇത് സീനാണ്. അപ്പൊ ശരി, 1.5 മണിക്കൂറോളായി. വന്ദേ മാതരം. ഭാരത് മാതാ കീ.